ഹായ്, എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു സ്പെഷ്യൽ വീഡിയോ ആണ്. അതായത് എല്ലാവരും ഓണം എക്സാമിൻ്റെ ടെൻഷനിലല്ലേ. ഓണം എക്സാം ഒക്കെ വന്നു. അപ്പോൾ ഓണം എക്സാമിന് നമുക്ക് കുറേ പോർഷൻസ് ഉണ്ട്, എല്ലാ വിഷയങ്ങളുടെയും കുറേ പോർഷൻസ് ഉണ്ട്. അതൊക്കെ കംപ്ലീറ്റ് ചെയ്ത് എക്സാമിന് നല്ല സ്കോർ വാങ്ങിക്കണമെന്നായിരിക്കും എല്ലാവരുടെയും ആഗ്രഹം. അപ്പം നിങ്ങളുടെ ടെൻഷൻ ഒരു ആശ്വാസം എന്ന രീതിയിൽ, അല്ലെങ്കിൽ ഒരു ടെൻഷൻ പൂർണ്ണമായിട്ട് ഒഴിവാക്കുന്ന എന്ന രീതിയിലാണ് നമ്മൾ ഈ ക്ലാസ് എടുത്തിരിക്കുന്നത്. അതായത് നമ്മുടെ +2 കെമിസ്ട്രിയിലെ ഓണം എക്സാമിന് ഇനോർഗാനിക്കിൻ്റെ 4 ചാപ്റ്ററുകളാണ് ഉള്ളത്. നിങ്ങൾക്കറിയാമായിരിക്കും, ഓൾറെഡി സ്കൂളിലും ട്യൂഷൻ സെൻ്ററുകളിലും എല്ലാം നമ്മളോട് ചാപ്റ്ററുകളുടെ പേരും ഇന്ന ഭാഗമൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. എങ്കിലും ഞാൻ ഒന്നും കൂടെ പറയാം. ചാപ്റ്റർ 1 സൊല്യൂഷൻസ്, ചാപ്റ്റർ 2 ഇലക്ട്രോ കെമിസ്ട്രി, ചാപ്റ്റർ 3 കെമിക്കൽ കൈനറ്റിക്സ്, ചാപ്റ്റർ 4 ഡി ആൻഡ് എഫ് ബ്ലോക്ക് എലമെന്റ്സ്. അങ്ങനെ 4 ഇനോർഗാനിക് ആയിട്ടുള്ള പാർട്ടാണ് നമുക്ക് ഓണം എക്സാമിന് ഉള്ളത്. ഓർഗാനിക് ഒക്കെ ക്രിസ്മസ് എക്സാമിനും പബ്ലിക് എക്സാമിനുമേ ഉള്ളൂ. അപ്പോൾ ഈ 4 ഓർഗാനിക് പാർട്ടുകളിൽ നിന്നും 4 ചാപ്റ്ററുകളിൽ നിന്നും നമ്മുടെ ഓണം എക്സാമിന് നമുക്ക് ഉറപ്പെന്ന് തന്നെ പറയാവുന്ന, ഉറപ്പായിട്ടും ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടായേക്കാവുന്ന കുറച്ച് ക്വസ്റ്റ്യൻസും ആൻസറുമാണ് നമ്മൾ ഈ ക്ലാസ്സുകളിലൂടെ ചർച്ച ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ എല്ലാവരും ഈ ക്വസ്റ്റ്യനുകളും ആൻസറുകളും പഠിച്ചുകൊണ്ട് മാത്രമേ ഓണം എക്സാം അറ്റൻഡ് ചെയ്യാൻ പാടുള്ളൂ. കാരണം നമുക്ക് ഷുവറാണ് ഈ ക്വസ്റ്റ്യൻ ഉറപ്പായിട്ടും ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടായിരിക്കും. അപ്പോൾ നിങ്ങളുടെ ടെൻഷൻ ഇല്ലാതാക്കാവുന്ന ഒരു ക്ലാസ് തന്നെയായിരിക്കും ഇത്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഒന്നാമത്തെ ചാപ്റ്ററാണ് നമ്മൾ ആദ്യം നോക്കാനായിട്ട് പോകുന്നത്. ഒന്നാമത്തെ ചാപ്റ്ററിൻ്റെ പേര് സൊല്യൂഷൻസ് ആണ്. അതിൻ്റെ പോർഷനൊക്കെ നിങ്ങൾ കവർ ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കാം, അല്ലെങ്കിൽ പഠിക്കാത്തവരായിരിക്കാം. എങ്ങനെയുള്ളവരാണേലും ആയിക്കോട്ടെ, നമുക്ക് ഈ വീഡിയോ കണ്ടിട്ട് ഈ ക്വസ്റ്റ്യനും ആൻസറും പഠിച്ചാൽ ഓണം എക്സാമിന് നമുക്ക് ഫുൾ മാർക്ക് തന്നെ ഉറപ്പിക്കാനായിട്ട് കഴിയും. അത് ഫുൾ പഠിച്ചിട്ടിരിക്കുന്നവരാണെങ്കിലും ഇനി ഒന്നും തന്നെ നോക്കാത്തവരാണെങ്കിൽ പോലും അവർക്കെല്ലാം പ്രയോജനകരമായ ഒരു വീഡിയോ, ഒരു ക്ലാസ് തന്നെയായിരിക്കും ഇത്. അപ്പോൾ നമുക്ക് നോക്കാം. ഒന്നാമത്തെ ചാപ്റ്ററായ സൊല്യൂഷൻസിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ്, നമുക്ക് ഓണം എക്സാമിന് ഷുവർ ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻസ് ആണ് ഇതെല്ലാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. സ്റ്റേറ്റ് ഹെൻറീസ് ലോ ആൻഡ് ആപ്ലിക്കേഷൻ ഓഫ് ഹെൻറീസ് ലോ. നമ്മൾ ഒരുപാട് തവണ പഠിച്ചതാണ് എന്താണ് ഹെൻറീസ് ലോ, ഹെൻറീസ് ലോയുടെ ആപ്ലിക്കേഷൻ എന്താണെന്ന്. എന്താണ് ഹെൻറീസ് ലോ? ഹെൻറീസ് ലോ പറയുന്നത് ദ സോലുബിലിറ്റി ഓഫ് എ ഗ്യാസ് ഇൻ ലിക്വിഡ്. ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആയിരിക്കുമ്പോൾ ഒരു ഗ്യാസിന് ലിക്വിഡിലുള്ള സോലുബിലിറ്റി ഈസ് ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു ദ പ്രഷർ ഓഫ് ദ ഗ്യാസ്. ആ ഗ്യാസിന്റെ പ്രഷറിന് ഡയറക്ട്ലി പ്രപ്പോർഷണൽ ആയിരിക്കുമെന്നാണ് എന്ത് പറയുന്നത്? ഹെൻറീസ് ലോ പറയുന്നത്. അപ്പൊ എന്താണ് ഹെൻറീസ് ലോ? അറ്റ് കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ ദ സോലുബിലിറ്റി ഓഫ് എ ഗ്യാസ് ഇൻ ലിക്വിഡ് ഈസ് ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു ഇറ്റ്സ് പ്രഷർ ഓഫ് ദ ഗ്യാസ്. ഒരു ഗ്യാസിന് ലിക്വിഡിലുള്ള സോലുബിലിറ്റി, സോലുബിലിറ്റി നമ്മൾ എസ് വെച്ച് ഡിനോട്ട് ചെയ്ത ഗ്യാസിന് ലിക്വിഡിലുള്ള സോലുബിലിറ്റി എന്തിന് ഡയറക്ട്ലി പ്രപ്പോർഷണൽ ആയിരിക്കും? പ്രഷർ ഓഫ് ദ ഗ്യാസിന് ഡയറക്ട്ലി പ്രപ്പോർഷണൽ ആയിരിക്കും. 2 സ്റ്റേറ്റ്മെന്റുകൾ നമുക്ക് ഹെൻറീസ് ലോയ്ക്ക് ടെക്സ്റ്റിനകത്ത് നമ്മുടെ NCERT ടെക്സ്റ്റ് പറയുന്നുണ്ട്. ഏതെങ്കിലും ഒരു സ്റ്റേറ്റ്മെന്റ് പഠിച്ചു വെച്ചാൽ മതി. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്താണ് പറയുന്നത്? ദ പാർഷ്യൽ പ്രഷർ ഓഫ് എ ഗ്യാസ് ഇൻ വേപ്പർ ഫേസ്. ദ പാർഷ്യൽ പ്രഷർ ഓഫ് എ ഗ്യാസ് ഇൻ വേപ്പർ ഫേസ് ഈസ് ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു ഇറ്റ്സ് മോൾ ഫ്രാക്ഷൻ ഓഫ് ദ ഗ്യാസ് എന്നാണ്. അതായത് ഗ്യാസിന്റെ പാർഷ്യൽ പ്രഷർ വേപ്പർ ഫേസിലായിരിക്കുമ്പോൾ ഗ്യാസിന്റെ പാർഷ്യൽ പ്രഷർ എന്തിന് ഡയറക്ട്ലി പ്രപ്പോർഷണൽ ആയിരിക്കും? അതിന്റെ മോൾ ഫ്രാക്ഷന് ഡയറക്ട്ലി പ്രപ്പോർഷണൽ ആയിരിക്കും. അതായത് P പ്രപ്പോർഷണൽ ടു മോൾ ഫ്രാക്ഷന് നമ്മൾ ഡിനോട്ട് ചെയ്ത ലെറ്റർ കൈ ആണ്. P പ്രപ്പോർഷണൽ ടു കൈ എന്ന് പറയാം. പ്രപ്പോർഷണൽ സൈൻ മാറ്റിയാൽ P is equal to KH into കൈ എന്ന് പറയാം. KH എന്ന് പറയുന്നതാണ് നമ്മുടെ ഹെൻറീസ് കോൺസ്റ്റന്റ്. ഹെൻറീസ് കോൺസ്റ്റന്റ് ആണ് എന്ത്? KH എന്ന് പറയുന്നത് ഹെൻറീസ് കോൺസ്റ്റന്റ് ആണ്. അപ്പൊ ഈ ലോ നിങ്ങൾ ഉറപ്പായിട്ടും പഠിക്കണം. The partial pressure of a gas in vapor phase is directly proportional to the mole fraction of the gas. എന്താണ് ഹെൻറീസ് ലോയുടെ മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻ? P is equal to KH into rho എന്നാണ്. P is partial pressure, KH is Henry's constant, rho is the mole fraction. ഓക്കെ അല്ലേ? അതിന്റെ ആപ്ലിക്കേഷൻസ് നമ്മളൊരു 2 ആപ്ലിക്കേഷൻസ് ഷുവർ ആയിട്ട് പഠിച്ചു വെച്ചാൽ മതി. ഒന്നാമത്തെ ആപ്ലിക്കേഷൻ എന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ സോഫ്റ്റ് വാട്ടറിലും നമ്മൾ കുടിക്കുന്ന സോഫ്റ്റ് ഡ്രിങ്ക്സിലും സോഡ വാട്ടറിലും ഒക്കെ കാർബൺ ഡൈ ഓക്സൈഡിന്റെ സോലുബിലിറ്റി കൂട്ടാനായിട്ട് ബോട്ടിൽ ഹൈ പ്രഷറിലാണ് സീൽ ചെയ്തിരിക്കുന്നത്. നമുക്കറിയാം, അത് ഓപ്പൺ ആക്കുന്ന സമയത്ത് നല്ല പ്രഷർ അല്ലേ അതിനകത്തുള്ളത്. അപ്പൊ ഹൈ പ്രഷറിൽ സീൽ ചെയ്യാനായിട്ടുള്ള കാരണം എന്താണ്? കാർബൺ ഡൈ ഓക്സൈഡിന്റെ സോലുബിലിറ്റി കൂട്ടാൻ വേണ്ടിയിട്ടാണ്. ടു ഇൻക്രീസ് ദ സോലുബിലിറ്റി ഓഫ് എ കാർബൺ ഡൈ ഓക്സൈഡ് ഇൻ സോഫ്റ്റ് ഡ്രിങ്ക്സ് ആൻഡ് സോഡ വാട്ടർ ദ ബോട്ടിൽ ഈസ് സീൽഡ് അണ്ടർ ഹൈ പ്രഷർ എന്ന് നമുക്ക് പറയാം. രണ്ടാമത്തെ
ആപ്ലിക്കേഷൻ എന്താണ്? രണ്ടാമത്തെ ആപ്ലിക്കേഷൻ എന്താ? നമ്മുടെ സ്ക്യൂബ ഡൈവേഴ്സിനൊക്കെ അനുഭവപ്പെടുന്ന ആ ഒരു മെഡിക്കൽ കണ്ടീഷനാണ് ബെൻഡ്. അതുപോലെ തന്നെ നമ്മുടെ മൗണ്ടെയിൻസിലൊക്കെ കയറുന്ന ക്ലൈംബേഴ്സിനൊക്കെ അനുഭവപ്പെടുന്ന ഒരു മെഡിക്കൽ കണ്ടീഷനാണ് അനോക്സിയ. ഇതൊക്കെ എന്തിന്റെ ആപ്ലിക്കേഷൻ ആണ്? ഹെൻറീസ് ലോയുടെ ആപ്ലിക്കേഷൻ ആണ്. രണ്ട് ആപ്ലിക്കേഷൻ പഠിച്ചു വെച്ചിരിക്കുക. സോഫ്റ്റ് വാട്ടറിലും സോഫ്റ്റ് ഡ്രിങ്കുകളിലും സോഡ വാട്ടറുകളിലും കാർബൺ ഡൈ ഓക്സൈഡിന്റെ സോലുബിലിറ്റി കൂട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ആ ബോട്ടിൽ ഹൈ പ്രഷറിൽ സീൽ ചെയ്യുന്നത് ഒന്നായിട്ട് പറയാം. രണ്ടെന്ത് പറയാം? മെഡിക്കൽ കണ്ടീഷൻ എക്സ്പീരിയൻസ്ഡ് ബൈ സ്ക്യൂബ ഡൈവേഴ്സ് ഈസ് ബെൻഡ്, BEND. ബെൻഡ് എന്ന് പറയുന്ന മെഡിക്കൽ കണ്ടീഷൻസ് സ്ക്യൂബ ഡൈവേഴ്സിന് അനുഭവപ്പെടുന്നത്. അതുകൂടാതെ മൗണ്ടെയിനിലൊക്കെ കയറുന്നവർക്ക് അനുഭവപ്പെടുന്ന മെഡിക്കൽ കണ്ടീഷൻ അനോക്സിയ. ഇത് മൂന്നും എന്തിന്റെ ആപ്ലിക്കേഷനാ? നമ്മുടെ ഹെൻറീസ് ലോയുടെ ആപ്ലിക്കേഷൻ ആണ്. അപ്പൊ ആ ക്വസ്റ്റ്യൻ ഓക്കെ അല്ലേ? രണ്ടാമത്തെ ക്വസ്റ്റ്യനിലോട്ട് പോകുമ്പോൾ സ്റ്റേറ്റ്സ് റോൾസ് ലോ ആൻഡ് ഗ്രാഫ് ആണ്. എന്താണ് റോൾസ് ലോ പറയുന്നത്? ഫോർ എ സൊല്യൂഷൻ ഓഫ് വോളറ്റൈൽ ലിക്വിഡ്സിന്റെ സൊല്യൂഷൻ എടുക്കുകയാണെങ്കിൽ the partial vapor pressure of each component is directly proportional to its mole fraction എന്നാണ്. എന്താ പറഞ്ഞത്? വോളറ്റൈൽ ലിക്വിഡ്സിന്റെ സൊല്യൂഷൻ എടുക്കുമ്പോൾ അതിനകത്തുള്ള ഓരോ കമ്പോണന്റിന്റെയും പാർഷ്യൽ വേപ്പർ പ്രഷർ എന്തിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും? മോൾ ഫ്രാക്ഷന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും എന്നാണ് റോൾസ് ലോ പറയുന്നത്. അപ്പൊ റോൾസ് ലോയുടെ എക്സ്പ്രഷൻ നമുക്ക് എങ്ങനെ എഴുതാം? റോൾസ് ലോയുടെ മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻ വരുന്നത് പാർഷ്യൽ വേപ്പർ പ്രഷർ എന്നുള്ളത് P അല്ലേ? P ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഇറ്റ്സ് മോൾ ഫ്രാക്ഷൻ കൈ ആണ്. ഇവിടെ നമുക്ക് വേരിയസ് കമ്പോണൻസ് ഉള്ളതുകൊണ്ട് P1 എന്ന് എടുക്കാം. അപ്പം P1 ഈസ് ഈക്വൽ ടു P1 0 ഇൻറ്റു കൈ1 P2. രണ്ടാമത്തെ കമ്പോണന്റ് P2 ഈസ് ഈക്വൽ ടു P2 0 ഇൻറ്റു കൈ2 എന്ന് എടുക്കാം. P1 എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് കമ്പോണന്റിന്റെ വേപ്പർ പ്രഷർ, P2 എന്ന് പറഞ്ഞാൽ സെക്കൻഡ് കമ്പോണന്റിന്റെ വേപ്പർ പ്രഷർ, P1 എന്ന് പറഞ്ഞാൽ പ്യുവർ ആയിട്ടുള്ള ഫസ്റ്റ് കമ്പോണന്റിന്റെ വേപ്പർ പ്രഷർ, P2 എന്ന് പറഞ്ഞാൽ പ്യുവർ ആയിട്ടുള്ള സെക്കൻഡ് കമ്പോണന്റിന്റെ വേപ്പർ പ്രഷർ. അപ്പൊ റോൾസ് ലോ എന്താണ് പറയുന്നത്? റോൾസ് ലോ സ്റ്റേറ്റ്സ് ദാറ്റ് ഫോർ എ സൊല്യൂഷൻ ഓഫ് volatile liquids the partial vapor pressure of each component is directly proportional to its mole fraction എന്നാണ്. ഈ മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻ നമ്മൾ എന്ത് ചെയ്യണം? പഠിക്കണം. പിന്നെ അതുകൂടാതെ റോൾസ് ലോയുടെ ഒരു ഗ്രാഫ് വരുന്നുണ്ട്. ഗ്രാഫ് ഇമ്പോർട്ടന്റ് ആണ്. നമ്മുടെ ഗ്രാഫിനകത്ത് വരുന്നത് എക്സ് ആക്സിസിൽ നമ്മൾ മോൾ ഫ്രാക്ഷൻ ആണ് അടയാളപ്പെടുത്തുന്നത്. എക്സ് ആക്സിസിൽ മോൾ ഫ്രാക്ഷനും വൈ ആക്സിസിൽ നമ്മൾ വേപ്പർ പ്രഷറും ആണ് അടയാളപ്പെടുത്തുന്നത്. അതുകൂടാതെ ഈ എൻഡിലാണ് നമ്മൾ കൈ1 = 1, കൈ2 = 0 എന്ന് കൊടുക്കുന്നു. ഓപ്പോസിറ്റ് സൈഡ് ഇതിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ട് കൈ1 = 0, കൈ2 = 1 എന്ന് കൊടുക്കുന്നു. നമ്മുടെ ഗ്രാഫ് ഇങ്ങനത്തെ ഒരു ഷേപ്പ് ആക്കുക. ഗ്രാഫിന് ഇങ്ങനത്തെ ഒരു ഷേപ്പാണ്, ഒരു ബോക്സ് പോലെയാണ്. ഇവിടെ ഓപ്പൺ ആയിട്ട് തന്നെ ഇരിക്കട്ടെ. നോക്കിക്കേ, ഇനി നമുക്ക് ഈ രണ്ട് എൻഡിൽ നിന്ന് നമ്മൾ ഓരോ ലൈൻ എന്ത് ചെയ്യുന്നുണ്ട്? ഇങ്ങോട്ടേക്ക് വരയ്ക്കുന്നുണ്ട്. ഇവിടെ കൈ2 അല്ലേ 0 എന്ന് പറയുന്നത്, അപ്പൊ ഇത് P2 ആണ്. ഇവിടെ കൈ1 = 0, അപ്പൊ ഇത് P1 ആണ്. ഇത് രണ്ടും കൂടെ ജോയിൻ ചെയ്തിട്ട് നമ്മൾ വരയ്ക്കുന്ന ലൈൻ എന്ന് പറയുന്നത് P1 + P2 ആണ്. അത് ടോട്ടൽ പാർഷ്യൽ പ്രഷർ ആണ്. അപ്പൊ ഈ ഗ്രാഫും കൂടെ പഠിച്ചു വെച്ചിരിക്കുക. ഇത് എന്തിന്റെ ഗ്രാഫാണ്? റോൾസ് ലോയുടെ ഗ്രാഫാണ്. എക്സ് ആക്സിസിൽ മോൾ ഫ്രാക്ഷൻ, വൈ ആക്സിസിൽ വേപ്പർ പ്രഷർ. കൈ1 = 1, കൈ2 = 0, കൈ1 = 0, കൈ2 = 1. ഗ്രാഫ് ഓപ്പോസിറ്റ് ആയിട്ട് ക്രോസ് ചെയ്യുന്ന ലൈൻ വരയ്ക്കുക. ഇവിടെ കൈ2 = 0, അപ്പോൾ ഇത് P2, കൈ1 = 0, P1. രണ്ടും കൂടെ ജോയിൻ ചെയ്യുന്നത് എന്താണ്? P1 + P2 ആണ്. ഇതാണ് നമ്മുടെ റോൾസ് ലോയുടെ ഗ്രാഫ്. അപ്പോൾ രണ്ട് ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തു. നെക്സ്റ്റ് ഐഡിയൽ, നോൺ ഐഡിയൽ, പോസിറ്റീവ് ഡീവിയേഷൻ ഫ്രം റോൾസ് ലോ, നെഗറ്റീവ് ഡീവിയേഷൻ ഫ്രം റോൾസ് ലോ, അതിന്റെ പ്രോപ്പർട്ടീസ്. അപ്പൊ ഐഡിയൽ സൊല്യൂഷൻ എന്ന് വെച്ചാൽ എന്താണ്? സൊല്യൂഷൻസ് വിച്ച് ഒബേ റോൾസ് ലോ ഓൾ ഓവർ ദ റേഞ്ച് ഓഫ് കോൺസെൻട്രേഷൻ. അതായത് എല്ലാ റേഞ്ച് ഓഫ് കോൺസെൻട്രേഷനിലും റോൾസ് ലോ ഒബേ ചെയ്യുന്ന സൊല്യൂഷനുകളെ നമുക്ക് എന്ത് പറയാം? ഐഡിയൽ സൊല്യൂഷൻ എന്ന് പറയാം. അപ്പൊ എല്ലാ കോൺസെൻട്രേഷനിലും റോൾസ് ലോ ഒബേ ചെയ്യുന്ന സൊല്യൂഷൻസ് ആണ് ഐഡിയൽ സൊല്യൂഷൻ. അപ്പൊ നോൺ ഐഡിയൽ സൊല്യൂഷൻ എന്താണ്? എല്ലാ കോൺസെൻട്രേഷനിലും റോൾസ് ലോ ഒബേ ചെയ്യാത്ത സൊല്യൂഷൻസിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? നോൺ ഐഡിയൽ സൊല്യൂഷൻ എന്ന് പറയുന്നത്. ദ സൊല്യൂഷൻസ് വിച്ച് ഡസ് നോട്ട് ഒബേ റോൾസ് ലോ ഓവർ ദ റേഞ്ച് ഓഫ് ഓൾ ദ റേഞ്ച് ഓഫ് കോൺസെൻട്രേഷൻ ഈസ് നോൺ ആസ് നോൺ ഐഡിയൽ സൊല്യൂഷൻ.
അപ്പോൾ ഐഡിയലും നോൺ ഐഡിയൽ സൊല്യൂഷനും മനസ്സിലായില്ലേ? ഇതിന്റെ ക്യാരക്ടറിസ്റ്റിക് പ്രോപ്പർട്ടീസ് നമ്മളോട് ചോദിക്കാം. അപ്പം പ്രോപ്പർട്ടീസ് പറയാനാണെങ്കിൽ നമുക്ക് ആദ്യം റോൾസ് ലോ ഒബേ ചെയ്യുന്നത് കൊണ്ട് റോൾസ് ലോയുടെ മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻ കറക്റ്റ് ആണെന്ന് പറയാം. P1 = P10 × Chi1, P2 = P20 × Chi2. അതുപോലെ തന്നെ നമുക്ക് ഐഡിയൽ സൊല്യൂഷന്റെ ഗ്രാഫ് എന്ത് തന്നെയാണ്? ഈ ഗ്രാഫ് തന്നെയാണ്. റോൾസ് ലോ ഒബേ ചെയ്യുന്നത് കൊണ്ട് തന്നെ ഐഡിയൽ സൊല്യൂഷന്റെയും റോൾസ് ലോയുടെയും ഗ്രാഫ് ചോദിച്ചാൽ നമുക്ക് ഈ ഗ്രാഫ് തന്നെ വരയ്ക്കാനായിട്ട് കഴിയണം. പിന്നെ നമ്മൾ ഇവിടെ എന്താ ഐഡിയൽ സൊല്യൂഷനിൽ നമുക്ക് പറയാം ഇനി രണ്ട് പ്രോപ്പർട്ടിയും കൂടെ പറയാം. അതായത് ΔH മിക്സ് = 0, രണ്ടാമത്തത് ΔV മിക്സ് = 0, പിന്നെ AA ഇന്ററാക്ഷൻ BB ഇന്ററാക്ഷൻ = AB ഇന്ററാക്ഷൻ. എന്തൊക്കെയാ ഐഡിയൽ സൊല്യൂഷന്റെ പ്രോപ്പർട്ടീസ്? നമുക്ക് എന്തെല്ലാം പറയാം? റോൾസ് ലോ ഒബേ ചെയ്യുന്നത് കൊണ്ട് തന്നെ P1 = P10 × Chi1 എന്ന് പറയാം, P2 = P20 × Chi2 എന്ന് പറയാം. പിന്നെ നമ്മൾ സൊല്യൂഷൻസിനെ മിക്സ് ചെയ്താൽ എൻതാൽപ്പി ചേഞ്ച് ഒന്നും സംഭവിക്കുന്നില്ല, എൻതാൽപ്പി ചേഞ്ച് ഇല്ല. അപ്പം ΔH മിക്സ് = 0 എന്ന് പറയാം. ചേഞ്ച് ഇൻ എൻതാൽപ്പി 0 ആണ്. അതുപോലെ തന്നെ വോളിയത്തിന് ചേഞ്ച് വരുന്നില്ല. അപ്പം ചേഞ്ച് ഇൻ വോളിയം ΔV മിക്സും എന്താണ്? 0 ആണ്. പിന്നെ നമ്മുടെ എയും ബിയും സോൾവെന്റും ബി സൊല്യൂട്ടും ആണെന്ന് അറിയാലോ. എ ഇന്ററാക്ഷൻ എന്ന് വെച്ചാൽ സോൾവെന്റ് തമ്മിലുള്ള ഇന്ററാക്ഷൻ, BB ഇന്ററാക്ഷൻ എന്ന് വെച്ചാൽ സൊല്യൂട്ട് തമ്മിലുള്ള ഇന്ററാക്ഷൻ. എന്തിന് ഈക്വൽ ആയിരിക്കും? ഒരു സോൾവെന്റും സൊല്യൂട്ടും തമ്മിലുള്ള ഇന്ററാക്ഷന് ഈക്വൽ ആയിരിക്കും. ഇതൊക്കെ എന്തിന്റെ പ്രോപ്പർട്ടീസാ? ഐഡിയൽ സൊല്യൂഷൻസിന്റെ പ്രോപ്പർട്ടീസ് ആണ്. അപ്പൊ ഐഡിയൽ സൊല്യൂഷന്റെ പ്രോപ്പർട്ടീസ് പഠിക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് നോൺ ഐഡിയൽ സൊല്യൂഷന്റെ പ്രോപ്പർട്ടീസും, നോൺ ഐഡിയൽ സൊല്യൂഷൻസ് രണ്ട് ടൈപ്പ് ഉണ്ട്. പോസിറ്റീവ് ഡീവിയേഷൻ ഫ്രം റോൾസ് ലോയും നെഗറ്റീവ് ഡീവിയേഷൻ ഫ്രം റോൾസ് ലോയും ഉണ്ട്. അപ്പൊ ഐഡിയൽ സൊല്യൂഷന്റെ പ്രോപ്പർട്ടീസും ഗ്രാഫും മാത്രം പഠിച്ചിട്ട് നമുക്ക് എന്തിന്റെ എഴുതാനായിട്ട് പറ്റും? നോൺ ഐഡിയൽ സൊല്യൂഷന്റെ പിന്നെന്താ പോസിറ്റീവ് ഡീവിയേഷൻ ഫ്രം റോൾസ് ലോയുടെ നെഗറ്റീവ് ഡീവിയേഷൻ ഫ്രം റോൾസ് ലോയുടെ എഴുതാനായിട്ട് പറ്റും. അപ്പൊ അത് നമുക്ക് നോക്കാം. നോൺ ഐഡിയൽ സൊല്യൂഷൻ ആണെങ്കിൽ നമ്മൾ പ്രോപ്പർട്ടീസ് പറയുമ്പോൾ ഇവിടെ എല്ലാം എന്ത് ചെയ്യണം? നോട്ട് ഈക്വൽ ആക്കണം. അപ്പൊ ഞാൻ നോൺ ഐഡിയൽ സൊല്യൂഷന്റെ പ്രോപ്പർട്ടീസാ പറയുന്നത്. അപ്പൊ എനിക്ക് പറയാം P1 ≠ P10 × Chi1, P2 ≠ P20 × Chi2, ΔH മിക്സ് ≠ 0, ΔV മിക്സ് ≠ 0, AA ഇന്ററാക്ഷൻ BB ഇന്ററാക്ഷൻ ≠ AB ഇന്ററാക്ഷൻ. അപ്പൊ നമ്മുടെ ഐഡിയൽ സൊല്യൂഷന്റെ പ്രോപ്പർട്ടീസിനെല്ലാം നോട്ട് ഈക്വൽ ഇട്ട് കൊടുത്താൽ എന്തിന്റെ പ്രോപ്പർട്ടീസ് ആകും? നോൺ ഐഡിയൽ സൊല്യൂഷന്റെ പ്രോപ്പർട്ടീസ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റും. പിന്നെ നമ്മുടെ പോസിറ്റീവ് ഡീവിയേഷൻ പറയുമ്പോൾ ഈ പ്രോപ്പർട്ടീസിനൊക്കെ നമ്മൾ > സിമ്പൽ ഇട്ട് കൊടുക്കണം. അപ്പൊ ഞാനിപ്പോ പോസിറ്റീവ് ഡീവിയേഷൻ ഫ്രം റോൾസ് ലോ ആണ് പറയുന്നതെങ്കിൽ P1 > P10 × Chi1 > സിമ്പൽ, P2 > P20 × Chi2, ΔH മിക്സ് > 0, ΔV മിക്സ് > 0, AA ഇന്ററാക്ഷൻ BB ഇന്ററാക്ഷൻ > AB ഇന്ററാക്ഷൻ. അപ്പൊ > ഇട്ട് കൊടുത്താൽ എന്തിന്റെ പ്രോപ്പർട്ടീസ് ആകും? പോസിറ്റീവ് ഡീവിയേഷൻ ഫ്രം റോൾസ് ലോയുടെ പ്രോപ്പർട്ടീസ് എഴുതാൻ നമ്മൾ > ഇട്ട് കൊടുക്കണം. നോൺ ഐഡിയൽ സൊല്യൂഷന്റെ പ്രോപ്പർട്ടീസ് എഴുതാൻ നമ്മൾ നോട്ട് ഈക്വൽ ഇട്ട് കൊടുക്കണം. ഐഡിയൽ നമുക്കറിയാം ഈക്വൽ ആണ്. ഇനി നെഗറ്റീവ് ഡീവിയേഷന്റെ ആണ് പറയേണ്ടതെങ്കിലോ P1 < സിമ്പൽ കൊടുക്കണം. P1 < P10 × Chi1, P2 < P20 × Chi2. പിന്നെന്താ? ΔH മിക്സ് < 0, ΔV മിക്സ് < 0, AA ഇന്ററാക്ഷൻ BB ഇന്ററാക്ഷൻ AB ഇന്ററാക്ഷൻ. അപ്പൊ < ഇട്ട് കൊടുത്താൽ എന്തിന്റെ പ്രോപ്പർട്ടീസ് ആകും? നെഗറ്റീവ് ഡീവിയേഷൻ ഫ്രം റോൾസ് ലോയുടെ പ്രോപ്പർട്ടീസ് ആകും. < ആണ് നമ്മൾ കൊടുക്കുന്നതെങ്കിൽ നെഗറ്റീവ് ഡീവിയേഷൻ ഫ്രം റോൾസ് ലോയുടെ പ്രോപ്പർട്ടീസ് നമുക്ക് എഴുതാനായിട്ട് പറ്റും. പിന്നെ ഇമ്പോർട്ടന്റ് എന്ന് വെച്ചാൽ ഇവരുടെയൊക്കെ ഓരോ എക്സാമ്പിൾ കൂടെ പഠിച്ചു വെച്ചിരിക്കുക. നമ്മുടെ ഐഡിയൽ സൊല്യൂഷൻ എന്ന് വെച്ചാൽ എല്ലാ കോൺസെൻട്രേഷനിലും റോൾസ് ലോ ഒബേ ചെയ്യുന്ന സൊല്യൂഷൻസ് അല്ലേ? അവർക്ക് എക്സാമ്പിൾ ആണ് എന്താ? N-hexane and N-heptane. എന്താണ്? N-hexane ഹെക്സൈൻ ആൻഡ് N-heptane. രണ്ടാമത്തേതാണ് എന്താ? ക്ലോറോ ഈഥൈൻ ആൻഡ് ബ്രോമോ ഈഥൈൻ ക്ലോറോ ഈഥൈൻ ആൻഡ് ബ്രോമോ ഈഥൈൻ. അപ്പൊ രണ്ട് എക്സാമ്പിളൂടെ പഠിച്ചു വെച്ചിരിക്കുക. N-hexane and N-heptane ഐഡിയൽ സൊല്യൂഷൻ എക്സാമ്പിൾ ആണ്. ക്ലോറോ ഈഥൈൻ ആൻഡ് ബ്രോമോ ഈഥൈനും ഐഡിയൽ സൊല്യൂഷൻ എക്സാമ്പിൾ ആണ്. നോൺ ഐഡിയൽ എന്ന് പറയുമ്പോൾ നോൺ ഐഡിയലിന് മാത്രമായിട്ട് നമ്മളൊരു എക്സാമ്പിൾ പറയുന്നില്ല. പോസിറ്റീവിന്റെ നെഗറ്റീവിന്റെ ആണ് പഠിക്കുന്നത്. പോസിറ്റീവ് ഡീവിയേഷൻ ഫ്രം റോൾസ് ലോയുടെ എക്സാമ്പിൾ എന്ന് പറയുന്നത് എഥനോൾ പ്ലസ്
അസറ്റോൺ. പിന്നെ അസറ്റോൺ ആൻഡ് CS2 കാർബൺ ഡൈസൾഫൈഡ്, അസറ്റോൺ ആൻഡ് CS2 അല്ലെങ്കിൽ അസറ്റോൺ ആൻഡ് CCl4 കാർബൺ ടെട്രാ ക്ലോറൈഡ്. 2 എക്സാമ്പിൾ ഓർത്ത് വെച്ചിരിക്കാം. എഥനോൾ ആൻഡ് അസറ്റോണും അസറ്റോൺ ആൻഡ് CS2 പഠിക്കാമല്ലോ. അപ്പം അതാണ് പോസിറ്റീവ് ഡീവിയേഷൻ ഫ്രം റോൾസ് ലോയുടെ എക്സാമ്പിള്. പിന്നെ നെഗറ്റീവ് ഡീവിയേഷൻ ഫ്രം റോൾസ് ലോയ്ക്കും എക്സാമ്പിൾ പഠിച്ചു വെച്ചിരിക്കുക. ഫീനോൾ ആൻഡ് അനലിൻ. എന്താണ്? ഫീനോൾ ആൻഡ് അനലിൻ. ഫീനോൾ ആൻഡ് അനലിൻ എന്തിന്റെ എക്സാമ്പിൾ ആണ്? നെഗറ്റീവ് ഡീവിയേഷൻ എക്സാമ്പിൾ ആണ്. അപ്പൊ എക്സാമ്പിളും കൂടെ ഒന്ന് ഓർത്തു വെച്ചിരിക്കുക. പിന്നെ നമുക്ക് വരുന്നത് മോളാർ കണ്ടക്ടിവിറ്റി. മോളാർ കണ്ടക്ടിവിറ്റിക്ക് കോൺസെൻട്രേഷൻ അനുസരിച്ച് എന്ത് മാറ്റമാണ് ഉണ്ടാകുന്നത്? എന്താണ് മോളാർ കണ്ടക്ടിവിറ്റി? 1 മോൾ ഇലക്ട്രോലൈറ്റിന്റെ കണ്ടക്ടിവിറ്റി ആണ് മോളാർ കണ്ടക്ടിവിറ്റി. ഇറ്റ് ഈസ് ദ കണ്ടക്ടിവിറ്റി ഓഫ് 1 മോൾ ഓഫ് ആൻ ഇലക്ട്രോലൈറ്റ് പ്ലേസ്ഡ് between 2 electrodes having unit area of cross section and unit distance. അതായത് നമ്മൾ ഇലക്ട്രോലൈറ്റ് 1 മോൾ ഇലക്ട്രോലൈറ്റിന്റെ കണ്ടക്ടിവിറ്റിയെ നമ്മൾ മോളാർ കണ്ടക്ടിവിറ്റി എന്ന് പറയുന്നു. ആ ഇലക്ട്രോലൈറ്റ് എവിടെയാണുള്ളത്? അതായത് 2 ഇലക്ട്രോഡുകൾ യൂണിറ്റ് ഏരിയ ഉള്ള യൂണിറ്റ് ഡിസ്റ്റൻസിൽ ഇരിക്കുന്ന 2 ഇലക്ട്രോഡുകൾക്കിടയിലുള്ള 1 മോൾ ഇലക്ട്രോലൈറ്റിന്റെ കോൺസെൻട്രേഷൻ ആണ് എന്ത്? മോളാർ കണ്ടക്ടിവിറ്റി. ഇപ്പൊ മോളാർ കണ്ടക്ടിവിറ്റിയുടെ ഡെഫിനേഷൻ പഠിക്കുക. പിന്നെ വരുന്നത് നമുക്ക് വേരിയേഷൻ, കോൺസെൻട്രേഷൻ അനുസരിച്ച് മോളാർ കണ്ടക്ടിവിറ്റിക്ക് ഉണ്ടാകുന്ന വേരിയേഷൻ എന്താണ്? നമുക്ക് കണ്ടക്ടിവിറ്റിക്ക് ഉണ്ടാകുന്ന വേരിയേഷൻ നോക്കുകയാണെങ്കിൽ ഡയലൂഷൻ കൂടുന്നതിനനുസരിച്ച്, ഡയലൂഷൻ കൂടുക എന്ന് പറഞ്ഞാൽ കോൺസെൻട്രേഷൻ കുറയുക. അപ്പൊ ഡയലൂഷൻ കൂടുന്നതിനനുസരിച്ച് നമ്മുടെ കണ്ടക്ടിവിറ്റി ഇൻക്രീസ് ആണ് ചെയ്യുന്നത്. എന്താണ്? ഡയലൂഷൻ കൂടുന്നതിനനുസരിച്ച്, ഡയലൂഷൻ കൂടുക എന്ന് വെച്ചാൽ കോൺസെൻട്രേഷൻ എന്ത് ചെയ്യുക? കുറയുകയാണ് ചെയ്യുന്നത്. കോൺസെൻട്രേഷൻ കുറയുന്നതിനനുസരിച്ച് കണ്ടക്ടിവിറ്റി എന്ത് ചെയ്യുന്നു? ഇൻക്രീസ് ചെയ്യുന്നു. മോളാർ കണ്ടക്ടിവിറ്റി അതിന് നേരെ ഓപ്പോസിറ്റ് ആണ്. അതായത് ഡയലൂഷൻ കൂടുന്നതിനനുസരിച്ച് മോളാർ കണ്ടക്ടിവിറ്റി കുറയുകയാണ് ചെയ്യുന്നത്, ഡിക്രീസ് ചെയ്യുന്നു. കോൺസെൻട്രേഷൻ കൂടുന്നതിനനുസരിച്ച് മോളാർ കണ്ടക്ടിവിറ്റി ഡിക്രീസ് ചെയ്യുന്നു. കോൺസെൻട്രേഷൻ കൂടുക എന്ന് വെച്ചാൽ ഡയലൂഷൻ കൂടുന്നതിനനുസരിച്ച് മോളാർ കണ്ടക്ടിവിറ്റി ഡിക്രീസ് ചെയ്യുന്നു. ഡയലൂഷൻ കൂടുക എന്ന് വെച്ചാൽ എന്ത് കൂടുക? കോൺസെൻട്രേഷൻ കുറയുക. ഡയലൂഷൻ കൂടുമ്പോൾ കോൺസെൻട്രേഷൻ കുറയുവാണ്. അപ്പം കോൺസെൻട്രേഷൻ കുറയുന്നതിനനുസരിച്ച് മോളാർ കണ്ടക്ടിവിറ്റി എന്ത് ചെയ്യുന്നു? കുറയുന്നു. കോൺസെൻട്രേഷൻ കൂടുന്നതിനനുസരിച്ച് മോളാർ കണ്ടക്ടിവിറ്റി എന്ത് ചെയ്യുന്നു? കൂടുന്നു. അപ്പൊ ആ പോയിന്റ് ഓർത്ത് വെച്ചിരിക്കാം. പിന്നെ അടുത്ത നമുക്ക് വരുന്നത് എന്താണ്? കോൾറേഷ്യസ് ലോ ആണ്. കോൾറേഷ്യസ് ലോയും അതിന്റെ ആപ്ലിക്കേഷനും ആണ്. കോൾറേഷ്യസ് ലോ എന്ന് പറഞ്ഞാൽ എന്താണ്? അത് നമ്മൾ വീക്ക് ഇലക്ട്രോലൈറ്റിന്റെ ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആണ്. ദ ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി of a weak electrolyte is the sum of the molar conductivities of cation and anion. അതായത് ഒരു ഇലക്ട്രോലൈറ്റിൽ കാറ്റയോണും ആനയോണും കാണില്ലേ? അപ്പൊ കാറ്റയോണിന്റെ ആനയോണിന്റെ ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റിയുടെ സം ആണ് എന്ത്? ആ ഇലക്ട്രോലൈറ്റിന്റെ മോളാർ കണ്ടക്ടിവിറ്റി എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ ഗ്രാഫ് പറയുമ്പം നമ്മുടെ പോസിറ്റീവ് ഡീവിയേഷന്റെ ഗ്രാഫ് നമുക്ക് വരയ്ക്കാനായിട്ട് ആദ്യം നമ്മൾ ഈ റോൾസ് ലോയുടെയും ഐഡിയൽ സൊല്യൂഷന്റെ ഗ്രാഫ് പറഞ്ഞില്ലേ, അത് വരച്ചിട്ട് പോസിറ്റീവ് ഡീവിയേഷൻ ആണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഈ P1 മുകളിലോട്ട് ഇങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്ത് വരയ്ക്കണം മുകളിലോട്ട്. അതുപോലെ തന്നെ P2 മുകളിലോട്ട് എന്ത് ചെയ്യണം? P2 P1 മുകളിൽ ഇങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്ത് വരയ്ക്കണം. ഈ P1 + P2 മുകളിലോട്ട് എന്ത് ചെയ്യണം? മുകളിലോട്ട്. പോസിറ്റീവ് ഡീവിയേഷൻ ആണെങ്കിൽ. നെഗറ്റീവ് ഡീവിയേഷൻ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ആ ലൈൻ താഴ്ത്തി വരയ്ക്കണം. നെഗറ്റീവ് ഡീവിയേഷൻ ആണെങ്കിൽ താഴോട്ട് വരയ്ക്കണം. P2 താഴോട്ട്, P1 താഴോട്ട്. അങ്ങനെ വേണം എന്ത് ചെയ്യാൻ? ഗ്രാഫ് വരയ്ക്കുക. അപ്പൊ ഗ്രാഫിൽ നിന്ന് തന്നെ നമുക്ക് ഒരു ഗ്രാഫ് പഠിച്ചാൽ നമുക്ക് 3 എണ്ണത്തിന്റെ ഗ്രാഫ് വരയ്ക്കാനായിട്ട് പറ്റും. റോൾസ് ലോയുടെ ഗ്രാഫ് വരച്ചാൽ അത് തന്നെയാണ് ഐഡിയൽ സൊല്യൂഷന്റെ ഗ്രാഫ്. പിന്നെ നോൺ ഐഡിയലിലെ പോസിറ്റീവ് ഡീവിയേഷന്റെ ഗ്രാഫ് വരയ്ക്കാൻ നമ്മൾ ആ റോൾസ് ലോയുടെ വരച്ചു വെച്ചിരിക്കുന്ന അതേ ഗ്രാഫ് മുകളിലോട്ട്, P1 ആണെങ്കിൽ മുകളിലോട്ട് വരയ്ക്കുകയാണെങ്കിൽ P2 മുകളിലോട്ട്, അത് ജോയിൻ ചെയ്ത് വരയ്ക്കുന്നത് മുകളിലോട്ട്. നെഗറ്റീവ് ഡീവിയേഷൻ ആണെങ്കിലോ താഴോട്ട്, P1 താഴോട്ട്, P2 താഴോട്ട്, P1 + P2 എന്ത് ചെയ്യുക? താഴോട്ട് വരയ്ക്കുക. അപ്പൊ നമുക്ക് ഈ മോളാർ കണ്ടക്ടിവിറ്റി പറയുമ്പം, ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി പറയുമ്പോൾ ഈ ഗ്രാഫ് ഇമ്പോർട്ടന്റ് ആണ്. നോക്കിക്കേ, നമുക്ക് എന്താ കോൺസെൻട്രേഷൻ ആണ് എക്സ് ആക്സിസിൽ എടുത്തിരിക്കുന്നത്, വൈ ആക്സിസിൽ മോളാർ കണ്ടക്ടിവിറ്റി ആണ് എടുത്തിരിക്കുന്നത്. നോക്കിക്കേ, ഇങ്ങോട്ട് വരുന്തോറും എന്താ കോൺസെൻട്രേഷൻ കുറയുവാണ്. അപ്പൊ കോൺസെൻട്രേഷൻ കുറയുന്നതിനനുസരിച്ച് മോളാർ കണ്ടക്ടിവിറ്റി എന്ത് ചെയ്യുന്നു? കൂടുന്നു. കോൺസെൻട്രേഷൻ കുറയുന്നതിനനുസരിച്ച് മോളാർ കണ്ടക്ടിവിറ്റി കൂടുന്നു. മോളാർ കണ്ടക്ടിവിറ്റി കൂടുന്നു. കോൺസെൻട്രേഷൻ കുറയുന്നതിനനുസരിച്ച് മോളാർ കണ്ടക്ടിവിറ്റി കൂടുന്നു.
കോൺസെൻട്രേഷൻ കുറയുക എന്ന് പറഞ്ഞാൽ ഡയലൂഷൻ ഇൻക്രീസ് ചെയ്യുക. അപ്പൊ ഡയലൂഷൻ കൂടുവാണ്. ഡയലൂട്ട് ചെയ്യുന്നതിനനുസരിച്ച് മോളാർ കണ്ടക്ടിവിറ്റി എന്ത് ചെയ്യുന്നു? കൂടുന്നു. കോൺസെൻട്രേഷൻ കുറയുന്നതിനനുസരിച്ച് മോളാർ കണ്ടക്ടിവിറ്റി കൂടുന്നുണ്ട്. അത് സ്ട്രോങ്ങിന്റെ ആണെങ്കിലും വീക്കിന്റെ ആണെങ്കിലും കൂടുന്നുണ്ട്. പക്ഷെ ഈ ഗ്രാഫിൽ നമുക്ക് കാണാൻ പറ്റും, അതായത് വീക്ക് ഇലക്ട്രോലൈറ്റിന്റെ മോളാർ കണ്ടക്ടിവിറ്റി ഇങ്ങനെ കൂടി അങ്ങ് പോകുവാണ് അല്ലേ. അതേസമയം ഈ സ്ട്രോങ് ഇലക്ട്രോലൈറ്റിന്റെ ഒരു സ്റ്റഡി ആയിട്ടാണ് പോകുന്നത്. ഇത് നമുക്ക് ഈ y ആക്സിസിൽ മീറ്റ് ചെയ്യാനായിട്ട് കാണും. മീറ്റ് ചെയ്യുന്ന ഒരു പോയിന്റ് ഉണ്ടല്ലോ, അതിന് നമ്മൾ പറയുന്ന പേര് ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി എന്നാണ്. എന്താണ് ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി? അപ്പൊ എന്താണ് ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി? ഒന്നെങ്കിൽ കോൺസെൻട്രേഷൻ നോക്കിക്കേ, ഇത് എക്സ്റ്റെൻഡ് ചെയ്യുമ്പോൾ ഈ പോയിന്റ് എന്ന് പറയുന്നത് കോൺസെൻട്രേഷൻ 0 ആകുന്ന പോയിന്റ് അല്ലേ. അപ്പൊ കോൺസെൻട്രേഷൻ 0 ആകുമ്പോൾ അല്ലെങ്കിൽ ഡയലൂഷൻ മാക്സിമം ആകുമ്പോൾ ഉണ്ടാകുന്ന മോളാർ കണ്ടക്ടിവിറ്റി ആണ് എന്ത്? ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി. അപ്പൊ ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി കൂടെ ഓർത്ത് വെച്ചിരിക്കാം. കോൺസെൻട്രേഷൻ അപ്രോച്ച് 0, കോൺസെൻട്രേഷൻ 0 ആകുന്ന മോളാർ കണ്ടക്ടിവിറ്റി ആണ് ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി. നമുക്ക് സ്ട്രോങ് ഇലക്ട്രോലൈറ്റിന്റെ ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി ഗ്രാഫിൽ നിന്നും കിട്ടും. പക്ഷെ വീക്ക് ഇലക്ട്രോലൈറ്റിന്റെ ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി നമുക്ക് ഗ്രാഫിൽ പ്ലോട്ട് ചെയ്യാനായിട്ട് പറ്റത്തില്ല. കാരണം അതിങ്ങനെ അങ്ങ് പോയിക്കൊണ്ടിരിക്കുകയാണ്, ഗ്രാഫിലെങ്ങും മീറ്റ് ചെയ്യുന്നില്ല. അതുകൊണ്ട് വീക്ക് ഇലക്ട്രോലൈറ്റിന്റെ ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി കണ്ടുപിടിക്കാനുള്ള ഒരു മാർഗം കൂടിയാണ് എന്ത്? നമ്മുടെ കോൾറേഷ്യസ് ലോ. അപ്പൊ എന്താണ് കോൾറേഷ്യസ് ലോ പറയുന്നത്? ദ ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി ഓഫ് ആൻ ഇലക്ട്രോലൈറ്റ് ഈസ് ദ സം ഓഫ് ദ ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റീസ് ഓഫ് കാറ്റയോൺ ആൻഡ് ആനയോൺ എന്നാണ്. അപ്പൊ കോൾറേഷ്യസ് ലോയുടെ ആപ്ലിക്കേഷൻ ചോദിക്കുകയാണെങ്കിൽ നമുക്ക് ഒന്നാമത്തെ ആപ്ലിക്കേഷൻ ആയിട്ട് എന്ത് തന്നെ പറയാം? ടു ഫൈൻഡ് ദ ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി ഓഫ് വീക്ക് ഇലക്ട്രോലൈറ്റ് എന്ന് പറയാമല്ലോ. രണ്ടാമത്തെ ആപ്ലിക്കേഷൻ എന്ന് വെച്ചാൽ ടു ഫൈൻഡ് ദ ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ ഓഫ് വീക്ക് ഇലക്ട്രോലൈറ്റ്. ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി മാത്രമല്ല, നമ്മുടെ വീക്ക് ഇലക്ട്രോലൈറ്റിന്റെ എന്ത് കണ്ടുപിടിക്കാനും നമുക്ക് പറ്റുന്നു? ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യാനും കോൾറേഷ്യസ് ലോയിലൂടെ നമുക്ക് കഴിയുന്നു. ഓക്കെ അല്ലേ? പറയുന്ന കാര്യങ്ങളൊക്കെ ക്ലിയർ ആവുന്നുണ്ടല്ലോ. ഈ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്മൾ പറയുന്നത് കോളിഗേറ്റീവ് പ്രോപ്പർട്ടി ആണ്. ഇമ്പോർട്ടന്റ് ആണ്. ഒരുപാട് തവണ എല്ലാം നമ്മുടെ ഓണത്തിനും ക്രിസ്മസിനും പബ്ലിക് എക്സാമിനും ഒക്കെ ആവർത്തിച്ച് ചോദിക്കുന്ന ഭാഗമാണ് കോളിഗേറ്റീവ് പ്രോപ്പർട്ടി. അപ്പൊ എന്താണ് കോളിഗേറ്റീവ് പ്രോപ്പർട്ടി? അതിനൊരു ഡെഫിനിഷൻ ഉണ്ട്. എന്താണ് കോളിഗേറ്റീവ് പ്രോപ്പർട്ടി? സൊല്യൂട്ടിന്റെ നമ്പറിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്യുന്ന, അതിന്റെ സ്വഭാവത്തെ ഡിപ്പെൻഡ് ചെയ്യാത്ത പ്രോപ്പർട്ടീസിനെയാണ് നമ്മൾ കോളിഗേറ്റീവ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത്. ഡെഫിനിഷൻ എങ്ങനെ പറയാം? the properties depend on the number of solute particles, not on their nature. സൊല്യൂട്ടിന്റെ നേച്ചറിനെ ഒന്നും ഡിപ്പെൻഡ് ചെയ്യത്തില്ല, നമ്പർ ഓഫ് സൊല്യൂട്ട് പാർട്ടിക്കിൾസിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്യുന്ന പ്രോപ്പർട്ടീസ് ആണ് എന്ത്? കോളിഗേറ്റീവ് പ്രോപ്പർട്ടി. അപ്പം കോളിഗേറ്റീവ് പ്രോപ്പർട്ടി എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് എഴുതാൻ പറ്റുമല്ലോ. 4 ടൈപ്പ്, 4 ടൈപ്പ് ഓഫ് കോളിഗേറ്റീവ് പ്രോപ്പർട്ടീസ് ഉണ്ട്. ഏതൊക്കെയാണ് 4 ടൈപ്പ് കോളിഗേറ്റീവ് പ്രോപ്പർട്ടി? നോക്കുക, ഇമ്പോർട്ടന്റ് ആണ്. റിലേറ്റീവ് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ, എലിവേഷൻ ഓഫ് ബോയിലിംഗ് പോയിന്റ്, ഡിപ്രഷൻ ഓഫ് ഫ്രീസിംഗ് പോയിന്റ്, ഓസ്മോട്ടിക് പ്രഷർ. അപ്പൊ എത്ര ടൈപ്പ് കോളിഗേറ്റീവ് പ്രോപ്പർട്ടി ഉണ്ട്? 4 ടൈപ്പ് കോളിഗേറ്റീവ് പ്രോപ്പർട്ടി ഉണ്ട്. ഏതൊക്കെയാണ് 4 ടൈപ്പ് കോളിഗേറ്റീവ് പ്രോപ്പർട്ടീസ്? റിലേറ്റീവ് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ, എലിവേഷൻ ഓഫ് ബോയിലിംഗ് പോയിന്റ്, ഡിപ്രഷൻ ഓഫ് ഫ്രീസിംഗ് പോയിന്റ് ആൻഡ് ഓസ്മോട്ടിക് പ്രഷർ. അപ്പൊ കോളിഗേറ്റീവ് പ്രോപ്പർട്ടി എന്ന് വെച്ചാൽ സൊല്യൂട്ടിന്റെ നമ്പർ ഓഫ് സൊല്യൂട്ട് പാർട്ടിക്കിൾസിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്യുന്ന, അതിന്റെ നേച്ചറിനെ ഡിപ്പെൻഡ് ചെയ്യാത്ത പ്രോപ്പർട്ടീസ് ആണ് എന്ത്? കോളിഗേറ്റീവ് പ്രോപ്പർട്ടി. 4 ഡിഫറെന്റ് ആയിട്ടുള്ള കോളിഗേറ്റീവ് പ്രോപ്പർട്ടി ആണ്. റിലേറ്റീവ് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ, എലിവേഷൻ ഓഫ് ബോയിലിംഗ് പോയിന്റ്, ഡിപ്രഷൻ ഓഫ് ഫ്രീസിംഗ് പോയിന്റ് ആൻഡ് ഓസ്മോട്ടിക് പ്രഷർ. ഈ കോളിഗേറ്റീവ് പ്രോപ്പർട്ടിന്ന് എല്ലാം തന്നെ നമുക്ക് ആ സൊല്യൂട്ട് പാർട്ടിക്കിൾസിന്റെ എന്ത് കണ്ടുപിടിക്കാനായിട്ട് പറ്റും? മോളാർ മാസ് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ അവിടെ നമുക്ക് ന്യൂമറിക്കൽ പ്രോബ്ലംസും ഒക്കെ എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ ഇക്വേഷൻസ് പഠിക്കേണ്ടത് ഇമ്പോർട്ടന്റ് ആണ്. അതായത് നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റുന്നത് എലിവേഷൻ ഓഫ് ബോയിലിംഗ് പോയിന്റിൽ നിന്നുള്ള ക്വസ്റ്റ്യനും ഓസ്മോട്ടിക് പ്രഷറിൽ നിന്നുള്ള ക്വസ്റ്റ്യനുമാണ്. അപ്പൊ ആ 2 ഇക്വേഷൻസ് എന്ത് ചെയ്യുക? പഠിച്ചു വെച്ചിരിക്കുക. എലിവേഷൻ ഓഫ് ബോയിലിംഗ് പോയിന്റ് ആണ് ഞാൻ ഇവിടെ എഴുതാനായിട്ട് പോകുന്നത്. ഡെൽറ്റ ടി ബി ഇസ് ഈക്വൽ ടു KB into 1000 into W2 by W1 into M2 എന്നാണ്. ഇക്വേഷൻ അങ്ങ് പഠിച്ചു വെച്ചിരിക്കുക. ഡെൽറ്റ ടി ബി എന്ന് പറയുന്നത് എലിവേഷൻ ഓഫ് ബോയിലിംഗ് പോയിന്റ് ആണ്. KB എന്ന് പറയുന്നത് എലിവേഷൻ ഓഫ് ബോയിലിംഗ് പോയിന്റ് കോൺസ്റ്റന്റ് ആണ്.
1000 അറിയാലോ. W2 എന്ന് പറയുന്നത് ആരുടെ വെയിറ്റ് ആണ്? W1 സോൾവെന്റിന്റെ വെയിറ്റ്, W2 സൊല്യൂട്ടിന്റെ വെയിറ്റ് ആണ്. W1 സോൾവെന്റിന്റെ വെയിറ്റ്. M2 എന്ന് പറയുന്നത് സൊല്യൂട്ടിന്റെ മോളാർ മാസ് ആണ്. സൊല്യൂട്ടിന്റെ മോളാർ മാസ് ആണ്. രണ്ട് ടൈപ്പിൽ നമുക്ക് ഇവിടെ ക്വസ്റ്റ്യൻ ചോദിക്കാം. ഒന്ന് എലിവേഷൻ ഓഫ് ബോയിലിംഗ് പോയിന്റ് കാണാനായിട്ട് ചോദിക്കാം. എലിവേഷൻ ഓഫ് ബോയിലിംഗ് പോയിന്റ് കാണാൻ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ഡെൽറ്റ ടി ബി ഇക്വൽ ടു ഇക്വേഷൻ എഴുതുക. കെ ബി തരും ക്വസ്റ്റ്യനില്, സൊല്യൂട്ടിന്റെ വെയിറ്റ് തരും, സൊല്യൂട്ടിന്റെ വെയിറ്റ് തരും, സോൾവെന്റിന്റെ വെയിറ്റ് തരും, പിന്നെ എന്താണ് മോളാർ മാസ് ഓഫ് സൊല്യൂട്ട് നമുക്ക് ക്വസ്റ്റ്യനകത്ത് തരും. ഡയറക്റ്റ് ആയിട്ട് അപ്ലൈ ചെയ്താൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും? എലിവേഷൻ ഓഫ് ബോയിലിംഗ് പോയിന്റ് കണ്ടുപിടിക്കാനായിട്ട് കഴിയും. ഇനി അതല്ല, ഒരു പക്ഷേ മോളിക്കുലാർ മാസ് ഓഫ് സൊല്യൂട്ട് കണ്ടുപിടിക്കാനും നമുക്ക് കോളിഗേറ്റീവ് പ്രോപ്പർട്ടിയിലൂടെ കഴിയുന്നുണ്ടല്ലോ. അപ്പൊ M2 ആയിരിക്കും കണ്ടുപിടിക്കാനുള്ള ക്വസ്റ്റ്യൻ. M2 ആണ് കണ്ടുപിടിക്കേണ്ടെങ്കിൽ ഈ ഇക്വേഷൻ പഠിച്ചു വെച്ചാൽ നമ്മൾ എന്ത് ചെയ്താൽ മതി? ഈ M2നെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് പ്ലേസ് ചെയ്താൽ മതി. അപ്പൊ ഇക്വേഷൻ എങ്ങനെ ആവും? M2 is equal to, M2 ഓപ്പോസിറ്റിലേക്ക് വന്നില്ലേ? ഇവിടെ എന്തൊക്കെയുണ്ട് ന്യൂമറേറ്ററിൽ? KB ഇൻറ്റു 1000 ഇൻറ്റു W2. ഇത് ഇൻറ്റു ചെയ്തേക്കല്ലേ ഡെൽറ്റ ടി ബി. അപ്പൊ ഡിവൈഡഡ് ബൈ താഴേക്ക് വരും ഡെൽറ്റ ടി ബി ഇൻറ്റു എന്തുകൊണ്ട് W1. അപ്പൊ ഈ ഇക്വേഷനകത്തുനിന്ന് തന്നെ നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? മോളാർ മാസ് ഓഫ് സൊല്യൂട്ട് കണ്ടുപിടിക്കാനായിട്ട് കഴിയും. ഇത് എലിവേഷൻ ഓഫ് ബോയിലിംഗ് പോയിന്റ് ആണ്. ഇനി നമ്മുടെ ഡിപ്രഷൻ ഓഫ് ഫ്രീസിംഗ് പോയിന്റ് ആണെങ്കിൽ ഇതിൽ ചെറിയൊരു മാറ്റം വരുത്തിയാൽ മതി. ഫ്രീസിംഗ് പോയിന്റ് ആകുമ്പം എന്താ ഡെൽറ്റ ടി എഫ് എന്ന് എടുത്താൽ മതി. അതുപോലെ തന്നെ കെ ബിക്ക് പകരം എന്താക്കുക? ഇവിടെ കെ എഫ് എന്നാക്കുക. ഇത് എന്തിന്റെയാ? ഡിപ്രഷൻ ഓഫ് ഫ്രീസിംഗ് പോയിന്റിന്റെ. അപ്പം എലിവേഷൻ ഓഫ് ബോയിലിംഗ് പോയിന്റ് ഡെൽറ്റ ടി ബി ആണെങ്കിൽ ഡിപ്രഷൻ ഓഫ് ഫ്രീസിംഗ് പോയിന്റ് ഡെൽറ്റ ടി എഫ് ആണ്. കെ ബി അല്ല, എലിവേഷൻ ബോയിലിംഗ് കോൺസ്റ്റന്റ് അല്ല, എന്താ ഡിപ്രഷൻ ഓഫ് ഫ്രീസിംഗ് പോയിന്റ് കോൺസ്റ്റന്റ് ആണ്, കെ എഫ് ആണ്. അത് നമുക്ക് ക്വസ്റ്റ്യനകത്ത് തരും, ഡയറക്റ്റ് ആയിട്ട് അപ്ലൈ ചെയ്യാം. M2 ആണ് കണ്ടുപിടിക്കേണ്ടതെങ്കിൽ ഇതുപോലെ ഇക്വേഷൻ ആക്കി മാറ്റി നമുക്ക് ചെയ്യാം. നെക്സ്റ്റ് ഓസ്മോട്ടിക് പ്രഷറിന്റെ ഇക്വേഷൻ നിങ്ങൾ പഠിച്ചു വെച്ചിരിക്കുക. ഓസ്മോട്ടിക് പ്രഷറിന്റെ ഡിനോട്ട് ചെയ്ത ലെറ്റർ ഏതാണ്? പൈ ആണ്. അപ്പോൾ ഓസ്മോട്ടിക് പ്രഷർ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താണ്? W2 ഇൻറ്റു RT ബൈ M2 ഇൻറ്റു V എന്നാണ്. ഇവിടെ നമുക്ക് ഓസ്മോട്ടിക് പ്രഷറിന്റെ ഡിനോട്ട് ചെയ്യുന്നതാണ് പൈ. W2 എന്ന് പറയുന്നത് സൊല്യൂട്ടിന്റെ വെയിറ്റ്, R എന്ന് പറയുന്നത് യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റന്റ് ആണ്, T ടെമ്പറേച്ചർ, M2 എന്ന് പറയുന്നത് എന്താണ്? സൊല്യൂട്ടിന്റെ മോളാർ മാസ്, V എന്ന് പറയുന്നത് സൊല്യൂഷന്റെ വോളിയം ആണ്. അപ്പൊ ഡയറക്റ്റ് ആയിട്ട് തരുവാണെങ്കിൽ നമുക്ക് ഓസ്മോട്ടിക് പ്രഷർ കണ്ടുപിടിക്കാം. ഇവിടെ M2 ആണ് കണ്ടുപിടിക്കേണ്ടെങ്കിൽ നമുക്ക് ഓസ്മോട്ടിക് പ്രഷർ ഒക്കെ ക്വസ്റ്റ്യനകത്ത് തന്നേക്കും. അപ്പൊ ഇക്വേഷൻ അപ്ലൈ ചെയ്ത് M2 കണ്ടുപിടിക്കാനും കഴിയും. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക? ഈ ഇക്വേഷൻസ് പഠിക്കുക, എന്നിട്ട് അതിന്റെ പ്രോബ്ലംസും കൂടി നോക്കുക, പ്രീവിയസ് ആയിട്ട് ചോദിച്ചിട്ടുള്ള. ഇനി നമ്മുടെ നെക്സ്റ്റ് പറയുന്നത് എന്താണ്? ഇക്വേഷൻ ഓഫ് എലിവേഷൻ ബോയിലിംഗ് പോയിന്റും ഡിപ്രഷൻ ഫ്രീസിംഗ് പോയിന്റും ഓസ്മോട്ടിക് പ്രഷറും പറഞ്ഞല്ലോ. അടുത്ത ഓസ്മോസിസ് ആണ്. എന്താണ് ഓസ്മോസിസ്? നോക്കിക്കേ, പ്യുവർ ആയിട്ടുള്ള സോൾവെന്റ് മോളിക്യൂൾസിന്റെ പാർട്ടിൽ നിന്നും സോൾവെന്റ് മോളിക്യൂള് സൊല്യൂഷൻ പാർട്ടിലേക്ക് ഈ സെമി പെർമിയബിൾ മെമ്പറൈനിലൂടെ ഫ്ലോ ചെയ്യുന്ന പ്രോസസ് ആണ് എന്ത്? ഓസ്മോസിസ്. ദ ഫ്ലോ ഓഫ് സോൾവെന്റ് മോളിക്യൂൾസ് ഫ്രം പ്യുവർ സോൾവെന്റ് ടു ദ സൊല്യൂഷൻ സൈഡ് ത്രൂ സെമി പെർമിയബിൾ മെമ്പറൈൻ. അപ്പം ഒരു സെമി പെർമിയബിൾ മെമ്പറൈനിലൂടെ പ്യുവർ ആയിട്ടുള്ള സോൾവെന്റ് മോളിക്യൂൾസ് എന്ത് ചെയ്യുന്നു? സൊല്യൂഷന്റെ പാർട്ടിലേക്ക് ഫ്ലോ ചെയ്യുന്ന പ്രോസസ് ആണ് എന്ത്? ഓസ്മോസിസ്. അപ്പൊ ഓസ്മോട്ടിക് പ്രഷർ എന്താണ്? ഈ ഓസ്മോസിസ് സ്റ്റോപ്പ് ചെയ്യാം. To stop osmosis, the excess pressure applied on the solution side. ഈ സൊല്യൂഷൻ സൈഡിൽ നമ്മൾ ഒരു പ്രഷർ കൊടുക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഈ പ്രോസസ് എന്ത് ചെയ്യത്തില്ല? ഓസ്മോസിസ് നടക്കത്തില്ല. ആ പ്രഷറാണ് എന്ത്? ഓസ്മോട്ടിക് പ്രഷർ. അപ്പൊ എന്താണ് ഓസ്മോട്ടിക് പ്രഷർ? the excess pressure applied on the solution side to stop osmosis. നെക്സ്റ്റ് എന്താ? റിവേഴ്സ് ഓസ്മോസിസ് എന്താണ്? ഓസ്മോട്ടിക് പ്രഷർ അപ്ലൈ ചെയ്ത് സ്റ്റോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഓസ്മോസിസ് എന്ന് പറയുന്ന പ്രോസസ്സിനകത്തേക്ക് ഓസ്മോട്ടിക് പ്രഷറിനേക്കാൾ കൂടുതൽ പ്രഷർ അപ്ലൈ ചെയ്താൽ ഈ റിവേഴ്സ് ഓസ്മോസിസ് നടക്കും. എന്ന് വെച്ചാൽ എന്താ? സൊല്യൂഷന്റെ സൈഡിൽ നിന്നും സോൾവെന്റ് മോളിക്യൂള് പ്യുവർ ആയിട്ടുള്ള സോൾവെന്റ് പാർട്ടിലേക്ക് എന്ത് ചെയ്യും? ഫ്ലോ ചെയ്യും. അപ്പൊ എന്താണ് റിവേഴ്സ് ഓസ്മോസിസ്? നമുക്ക് എങ്ങനെ പറയാം ഡെഫിനിഷൻ റിവേഴ്സ് ഓസ്മോസിസിന്റെ? പറ. The pressure must be applied on the solution side greater than osmotic pressure. എവിടെ നമ്മൾ പ്രഷർ അപ്ലൈ ചെയ്യുന്നത്? സൊല്യൂഷന്റെ സൈഡിലാണ്. എന്തിനേക്കാൾ കൂടുതൽ പ്രഷർ അപ്ലൈ ചെയ്യേണ്ടത്? ഗ്രേറ്റർ ദാൻ ദ ഓസ്മോട്ടിക് പ്രഷർ. എന്താ? സോൾവെന്റ് മോളിക്യൂൾസ് ഫ്രം സൊല്യൂഷൻ സൈഡ് ഫ്ലോസ് ത്രൂ സെമി പെർമിയബിൾ മെമ്പറൈൻ ടു ദ പ്യുവർ സോൾവെന്റ് മോളിക്യൂൾ. നേരെ ഓപ്പോസിറ്റ് ആക്കി പറഞ്ഞാൽ മതി.
എന്താണ് ഓസ്മോസിസ് എന്ന് പറയുന്നത്? സോൾവെന്റ് മോളിക്യൂൾ പ്യുവർ സോൾവെന്റിന്റെ സൈഡിൽ നിന്ന് ഈ സെമി പെർമിയബിൾ മെംബ്രെയിൻ വഴി സൊല്യൂഷന്റെ സൈഡിലേക്ക് പോകുന്നതല്ലേ. അപ്പൊ ഇത് സ്റ്റോപ്പ് ചെയ്യാൻ നമ്മൾ അപ്ലൈ ചെയ്യുന്ന പ്രഷറാണ് ഓസ്മോട്ടിക് പ്രഷർ. ഓസ്മോട്ടിക് പ്രഷറിനേക്കാൾ ലാർജർ പ്രഷർ അപ്ലൈ ചെയ്താൽ സോൾവെന്റ് മോളിക്യൂൾ സൊല്യൂഷൻ സൈഡിൽ നിന്ന് എങ്ങോട്ട് ഫ്ലോ ചെയ്യും? പ്യുവർ ആയിട്ടുള്ള സോൾവെന്റിന്റെ സൈഡിലേക്ക് ഫ്ലോ ചെയ്യും. ആ പ്രോസസ്സാണ് എന്ത്? ആ പ്രോസസ്സ് എന്താണ്? റിവേഴ്സ് ഓസ്മോസിസ്. അതിന്റെ ഒരു ആപ്ലിക്കേഷനും കൂടെ ഓർത്ത് വെച്ചേക്കാം. നമ്മുടെ ഉപ്പ്, കടൽ വെള്ളത്തിൽ നിന്നുള്ള ഉപ്പ് നിർമ്മാണമല്ലേ ഡീസലൈനേഷൻ ഓഫ് വാട്ടർ. ഡീസലൈനേഷൻ ഓഫ് വാട്ടർ, പിന്നെ പ്യൂരിഫിക്കേഷൻ ഓഫ് വാട്ടർ ഒക്കെ നമ്മുടെ റിവേഴ്സ് ഓസ്മോസിസിന്റെ ആപ്ലിക്കേഷൻ ആണ്. പിന്നെ നമ്മുടെ ലാസ്റ്റ് പോർഷനായ അബ്നോർമൽ മോളാർ മാസ് ആണ് വാൻ ഹോഫ് ഫാക്ടറും. അബ്നോർമൽ മോളാർ മാസ് എന്ന് വെച്ചാൽ നമ്മൾക്ക് ഈ കോളിഗേറ്റീവ് പ്രോപ്പർട്ടിയിലൂടെ എല്ലാത്തിന്റെയും മോളാർ മാസ് കിട്ടുമെന്ന് പറഞ്ഞില്ലേ, M2 കിട്ടത്തില്ലേ സൊല്യൂട്ടിന്റെ. അപ്പൊ ആ മോളാർ മാസ് എന്തായിരിക്കാം? ഇൻകറക്റ്റ് ആയിരിക്കാം. കറക്റ്റ് ആകണമെന്നില്ല, ഇൻകറക്റ്റ് ആയിരിക്കാം. ആ ഇൻകറക്ഷനെയാണ് നമ്മൾ അബ്നോർമൽ മോളാർ മാസ് എന്ന് പറയുന്നത്. The molar mass observed from colligative property is incorrect due to association or dissociation of molecules. മോളിക്യൂളിന്റെ അസോസിയേഷനോ ഡിസോസിയേഷനോ കാരണം നമ്മുടെ കോളിഗേറ്റീവ് പ്രോപ്പർട്ടിയിൽ നിന്ന് കിട്ടുന്ന മോളാർ മാസ് ഇൻകറക്റ്റ് ആയിരിക്കും. അതിനെ നമ്മൾ അബ്നോർമൽ മോളാർ മാസ് എന്ന് പറയുന്നു. അത് കണ്ടുപിടിക്കാനുള്ള ഒരു മെത്തേഡാണ് എന്ത്? വാൻ ഹോഫ് ഫാക്ടർ. വാൻ ഹോഫ് ഫാക്ടർ നമുക്ക് എങ്ങനെ എഴുതുന്നത്? വാൻ ഹോഫ് ഫാക്ടറിനെ ഡിനോട്ട് ചെയ്ത ലെറ്റർ സ്മോൾ ലെറ്റർ I ആണ്. I is equal to നോർമൽ മോളാർ മാസ് ഡിവൈഡഡ് ബൈ അബ്നോർമൽ മോളാർ മാസ് എന്നാണ്. നോർമൽ മോളാർ മാസ് ഡിവൈഡഡ് ബൈ അബ്നോർമൽ മോളാർ മാസ് എന്നാണ്. അല്ലെങ്കിൽ നമ്മൾ കോളിഗേറ്റീവ് പ്രോപ്പർട്ടി വെച്ച് തന്നെ പറയുകയാണെങ്കിൽ അത് തന്നെ ഓർത്തിരിക്കുന്നതായിരിക്കും എളുപ്പം. ഒബ്സർവ്ഡ് കോളിഗേറ്റീവ് പ്രോപ്പർട്ടി ഡിവൈഡഡ് ബൈ കാൽക്കുലേറ്റഡ് കോളിഗേറ്റീവ് പ്രോപ്പർട്ടി. എന്താ? വൺ ഹോഫ് ഫാക്ടർ I is equal to ഒബ്സർവ്ഡ് കോളിഗേറ്റീവ് പ്രോപ്പർട്ടി ഡിവൈഡഡ് ബൈ എന്താ? കാൽക്കുലേറ്റഡ് കോളിഗേറ്റീവ് പ്രോപ്പർട്ടി. കാൽക്കുലേറ്റഡ് കോളിഗേറ്റീവ് പ്രോപ്പർട്ടി. അങ്ങനെ നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? വാൻ ഹോഫ് ഫാക്ടർ കണ്ടുപിടിക്കാം. അപ്പൊ നമ്മളിവിടെ ഡിസ്കസ് ചെയ്തത് സൊല്യൂഷൻസ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ നമുക്ക് 100% ഓണം എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണാവുന്ന കുറച്ച് ക്വസ്റ്റ്യൻസും അവയുടെ ആൻസേഴ്സും ആണ്. അപ്പൊ ഇത്രയും ക്വസ്റ്റ്യൻസും ഹെൻറീസ് ലോയും അതിന്റെ ആപ്ലിക്കേഷനും റോൾസ് ലോയും റോൾസ് ലോയുടെ ഗ്രാഫും ഐഡിയൽ നോൺ ഐഡിയൽ അതിന്റെ ഗ്രാഫ് അതിന്റെ പ്രോപ്പർട്ടീസ് പോസിറ്റീവ് ഡീവിയേഷൻ നെഗറ്റീവ് ഡീവിയേഷൻ അതിന്റെ ഗ്രാഫ് അതിന്റെ പ്രോപ്പർട്ടീസ് എക്സാമ്പിള് മോളാർ കണ്ടക്ടിവിറ്റി കോൺസെൻട്രേഷൻ അനുസരിച്ച് ഉണ്ടാകുന്ന ചേഞ്ച് സ്ട്രോങ്ങിന്റെയും വീക്കിന്റെയും കേസ് കോൾ റേഷ്യോസ് ലോ അതിന്റെ ആപ്ലിക്കേഷൻ ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി കോളിഗേറ്റീവ് പ്രോപ്പർട്ടി 4 ടൈപ്പ് കോളിഗേറ്റീവ് പ്രോപ്പർട്ടി എലിവേഷൻ ഓഫ് ബോയിലിംഗ് പോയിന്റിന്റെയും എലിവേഷൻ ഓഫ് ഫ്രീസിംഗ് പോയിന്റിന്റെയും ഓസ്മോട്ടിക് പ്രഷറിന്റെ ഇക്വേഷൻ ഓസ്മോസിസ് ഓസ്മോട്ടിക് പ്രഷർ റിവേഴ്സ് ഓസ്മോസിസ് അതിന്റെ ആപ്ലിക്കേഷൻ അബ്നോർമൽ മോളാർ മാസ് അത് കണ്ടുപിടിക്കാനുള്ള മെത്തേഡ് വാൻ ഹോഫ് ഫാക്ടർ. അപ്പൊ ഇത്രയും പഠിച്ച് ഓക്കെ ആകുക. സൊല്യൂഷൻസ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്ന് നമുക്ക് അത്രയും സ്കോർ തന്നെ എഴുതിയെടുക്കാനായിട്ട് കഴിയും. ഓക്കെ, നമ്മൾ രണ്ടാമത്തെ ചാപ്റ്ററിലെ ഓണോ എക്സാമിന്റെ 100% ഷുവർ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് ഇനി ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. രണ്ടാമത്തെ ചാപ്റ്റർ നമുക്ക് എല്ലാവർക്കും അറിയാം. ചാപ്റ്ററിന്റെ പേരെന്താണ്? ഇലക്ട്രോ കെമിസ്ട്രി എന്നാണ്. രണ്ടാമത്തെ ചാപ്റ്ററിൽ ഇലക്ട്രോ കെമിസ്ട്രി കുറച്ച് റിയാക്ഷൻസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതുപോലെ അത് നമ്മൾ വൃത്തിയായിട്ട് എന്ത് ചെയ്യണം? എഴുതി പഠിക്കേണ്ട ഒരു ചാപ്റ്റർ കൂടിയാണ് ഇലക്ട്രോ കെമിസ്ട്രി. അപ്പൊ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഒന്നാമത്തെ നമ്മുടെ ഡാനിയൽ സെല്ലാണ്. ഡാനിയൽ സെല്ല് നമുക്ക് എല്ലാവർക്കും അറിയാം. ഡാനിയൽ സെൽ എന്ന് പറയുന്നത് ഏത് സെല്ലാണ്? ഡാനിയൽ സെല്ല് ZnCu സെല്ലാണ്. ഡാനിയൽ സെൽ എന്ന് പറയുന്നത് ZnCu സെല്ലാണ്. സെല്ലൊക്കെ നമ്മൾ ഒരുപാട് തവണ വരച്ചിട്ടുണ്ട്. 2 ബീക്കർ, ഒന്നിനകത്ത് ZnSO4 സൊല്യൂഷൻ, സിങ്ക് ഡിപ്പ് ചെയ്തു, കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻ, കോപ്പർ ഡിപ്പ് ചെയ്തു, സെന്ററിലൂടെ നമ്മൾ എന്ത് വെച്ചിട്ടുണ്ട്? ഒരു സാൾട്ട് ബ്രിഡ്ജ് വെച്ചിട്ടുണ്ട്. എന്താണ് ഈ സാൾട്ട് ബ്രിഡ്ജിന്റെ ഫംഗ്ഷൻ? ജസ്റ്റ് ഓർത്ത് വെച്ചിരിക്കുക. ടു കംപ്ലീറ്റ് ദ സർക്യൂട്ട് ടു മെയിൻറ്റെയിൻ ദ ഇലക്ട്രിക്കൽ ന്യൂട്രാലിറ്റി ഓഫ് ദ സർക്യൂട്ട്. കംപ്ലീറ്റ് ചെയ്യാനും ഇലക്ട്രിക്കൽ ന്യൂട്രാലിറ്റി മെയിൻറ്റെയിൻ ചെയ്യാനും. പിന്നെ നമ്മൾ ഇതിനെ ഒരു വോൾട്ട് മീറ്ററായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ആനോഡാണ് സിങ്ക് നെഗറ്റീവ്, കോപ്പർ കാഥോഡാണ് പോസിറ്റീവ്. ഇത്രയാണ് നമ്മുടെ ഡാനിയൽ സെല്ലിന്റെ റെപ്രസെന്റേഷൻ ആണ് ഈ വരുന്നത്. ഡാനിയൽ സെല്ലിന്റെ ആനോഡ് ഏതാണ്? സിങ്ക് ആണ്. ഡാനിയൽ സെല്ലിലെ ആനോഡ് സിങ്ക് ആണ്. കാഥോഡ് ഏതാണ്? കോപ്പർ ആണ്. ലെഫ്റ്റ് സൈഡിലാണ് ആനോഡ്, റൈറ്റ് സൈഡിലാണ് കാഥോഡ് എന്നൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. ആനോഡ് ലെഫ്റ്റിലാണ്, കാഥോഡോ റൈറ്റിലാണ്. ആനോഡ് റിയാക്ഷൻ നമുക്ക് എഴുതാൻ അറിയാം. നമ്മൾ ഒത്തിരി എഴുതിയിട്ടുണ്ട്. ആനോഡ് എന്ന് പറയുന്നത് Zn ആണ്. Zn gives 2 ഇലക്ട്രോണുകളെ കൊടുത്തിട്ട് എന്തായിട്ട് മാറുന്നു? Zn2+. ഏതിന്റെയും ഓക്സിഡേഷൻ നമ്മൾ ഈ ഫോമിലാണ് എഴുതുന്നത്. അടുത്തത് കാഥോഡിലെ റിഡക്ഷൻ ആണ്. കാഥോഡിലെ റിഡക്ഷൻ എങ്ങനെ എഴുതുന്നത്? തിരിച്ചെഴുതുക. Cu2+ + 2 ഇലക്ട്രോൺ ഗിവ്സ്
Cu ആണ് കാഥോഡിലെ റിഡക്ഷൻ. അപ്പം ഡാനിയൽ സെൽ എന്ന് പറയുന്നത് എന്താ Zn Cu സെല്ലാണ്. ആനോഡ് സിങ്ക് ആണ്, കാഥോഡ് കോപ്പർ ആണ്. ആനോഡിൽ Zn gives Zn2++ 2 ഇലക്ട്രോൺ, കാഥോഡിൽ Cu2++ 2 ഇലക്ട്രോൺ gives Cu എന്നാണ് റിയാക്ഷൻ. പിന്നെ നമുക്ക് പറയേണ്ടത് എങ്ങനെ ഒരു ഗാൽവാനിക് സെല്ലിനെ റെപ്രസെന്റ് ചെയ്യാമെന്നാണ്. ഗാൽവാനിക് സെല്ലിനെ നമ്മൾ എങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്യേണ്ടത്? ആദ്യം നമ്മുടെ ആനോഡ് ആദ്യം നോക്കും, നമ്മുടെ ആനോഡ് റെപ്രസെന്റ് ചെയ്യണം. ആനോഡ് Zn അല്ലേ, ഏത് സെല്ലിനെ നമുക്ക് ഇങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്തേണ്ടത്? ആദ്യം നമ്മുടെ ആനോഡ്, പിന്നെ ആനോഡിൽ അയൺ Zn എന്തായി മാറുക? Zn2+ ആയിട്ട് മാറും അല്ലേ. സോൾട്ട് ബ്രിഡ്ജ് കാണിക്കാൻ വേണ്ടി നമ്മൾ ഡബിൾ സ്ലാഷ് കൊടുക്കണം. അടുത്ത കാഥോഡ്, കാഥോഡിൽ Cu2+ എന്തായിട്ട് മാറുക? Cu ആയിട്ട് മാറും അല്ലേ. ഇങ്ങനെ ഏത് സെല്ലിനെ നമുക്ക് റെപ്രസെന്റ് ചെയ്യാം? ആനോഡിൽ അയോണിൽ ഉണ്ടാകുന്ന ചേഞ്ച് Zn ആണ് ആനോഡ്, എന്തായിട്ട് മാറുന്നു? Zn2+ ആയിട്ട് മാറുന്നു. സോൾട്ട് ബ്രിഡ്ജ് കാണിക്കാൻ എന്ത് കൊടുക്കണം? ഡബിൾ സ്ലാഷ് കൊടുക്കണം. കാഥോഡ് കോപ്പർ അല്ലേ, Cu2+ എന്തായിട്ട് മാറുക? Cu ആയിട്ട് മാറുകയല്ലേ ചെയ്യുന്നത്. അപ്പൊ ഇങ്ങനെ നമുക്ക് എന്തിനെ റെപ്രസെന്റ് ചെയ്യാം? ഏത് സെല്ലിനെ റെപ്രസെന്റ് ചെയ്യാം? ഇത് ഡാനിയൽ സെല്ലിന്റെ റെപ്രസെന്റേഷൻ ആണ്. പിന്നെ നമുക്ക് വരുന്നത് എന്താണ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ, സെൽ പൊട്ടൻഷ്യൽ. എന്താണ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ? നമ്മൾ 2 ഇലക്ട്രോഡുകൾ യൂസ് ചെയ്യുന്നില്ലേ? 2 ഇലക്ട്രോഡുകൾ യൂസ് ചെയ്യുന്നുണ്ടല്ലോ സെല്ലില്. അപ്പൊ ആ ഇലക്ട്രോഡിന്റെ പൊട്ടൻഷ്യൽ എന്ന് വെച്ചാൽ എന്താണ് മീൻ ചെയ്യുന്നത്? അതായത് ആ ഇലക്ട്രോഡിന് 2 തരത്തിലുള്ള ഏതെങ്കിലും ഒരു ടെൻഡൻസി ഉണ്ടായിരിക്കും. ഒന്നെങ്കിൽ ഒരാൾ ഇലക്ട്രോണെ ലോസ് ചെയ്യും, അല്ലെങ്കിൽ ഒരാൾ ഇലക്ട്രോണിനെ എന്ത് ചെയ്യും? ഗെയിൻ ചെയ്യും. അതിന്റെ തന്നെ സൊല്യൂഷനിൽ നിന്ന് ഇലക്ട്രോണിനെ ലോസ് ചെയ്യാനോ ഗെയിൻ ചെയ്യാനോ ഉള്ള ടെൻഡൻസിയാണ് നമ്മൾ എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ എന്നതുകൊണ്ട് പറയുന്നത്. അപ്പൊ എന്താണ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ? ദ ടെൻഡൻസി ഓഫ് ആൻ ഇലക്ട്രോഡ് ടു ലോസ് ഓർ ഗെയിൻ ഇലക്ട്രോൺ വിത്ത് ഇറ്റ്സ് ഓൺ സൊല്യൂഷൻ. അതിന്റെ തന്നെ സൊല്യൂഷനിലല്ലേ നമ്മൾ ഡിപ്പ് ചെയ്ത് വെച്ചേ. നമ്മുടെ ഡാനിയൽ സെല്ലിൽ Zn2SO4 തന്നെ ഡിപ്പ് ചെയ്ത് അവിടെ സിങ്ക് Zn എന്ന് പറയുന്ന ഇലക്ട്രോഡ് വിട്ടുകൊടുക്കുക, ലോസ് ചെയ്യുക ഇലക്ട്രോണിനെ. CuSO4 നമ്മൾ ഡിപ്പ് ചെയ്ത് വെച്ച് എവിടെയാ? കോപ്പർ നമ്മൾ ഡിപ്പ് ചെയ്ത് വെച്ചത് അതിന്റെ തന്നെ സൊല്യൂഷൻ അല്ല, CuSO4 സൊല്യൂഷൻ അല്ല ഡിപ്പ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അവിടെ Cu2+ എന്ത് ചെയ്യുക? ഇലക്ട്രോണിനെ അക്സെപ്റ്റ് ചെയ്യുക, ഗെയിൻ ചെയ്യുക. അപ്പൊ അതിനുള്ള ടെൻഡൻസി നമ്മൾ പറയുന്ന പേരാണ് എന്ത്? ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ. അപ്പൊ എന്താണ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ? ദ ടെൻഡൻസി ഓഫ് ആൻ ഇലക്ട്രോഡ് ടു ലോസ് ഓർ ഗെയിൻ ഇലക്ട്രോൺ വിത്ത് ഇറ്റ്സ് ഓൺ സൊല്യൂഷൻ എന്ന് പറയാം. എന്താണ് സെൽ പൊട്ടൻഷ്യൽ? ഒരു സെല്ലിന്റെ പൊട്ടൻഷ്യൽ എന്ന് വെച്ചാൽ എന്താണ്? അതായത് സെൽ പൊട്ടൻഷ്യൽ എന്ന് വെച്ചാൽ സെല്ലിനകത്ത് 2 ഇലക്ട്രോഡുകൾ ഉണ്ടല്ലോ, കാഥോഡും ആനോഡും. അതിന്റെ ഇലക്ട്രോഡ് പൊട്ടൻഷ്യലിന്റെ ഡിഫറൻസ് ആണ് എന്ത്? സെൽ പൊട്ടൻഷ്യൽ. സെൽ പൊട്ടൻഷ്യലിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് ഇ സെൽ എന്നാണ്. സെൽ പൊട്ടൻഷ്യലിനെ റെപ്രസെന്റ് ചെയ്യുന്നത് ഇ സെൽ എന്നാണ്. ഇ സെൽ ഇസ് ഈക്വൽ ടു എന്താ? ഈ കാഥോഡ് മൈനസ് ഈ ആനോഡാണ്. ഈ കാഥോഡ് മൈനസ് ഈ ആനോഡാണ്. സെൽ പൊട്ടൻഷ്യൽ ഈസ് ദ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ ഡിഫറൻസ് ബിറ്റ്വീൻ കാഥോഡ് ആൻഡ് ആനോഡ്. കാഥോഡും ആനോഡിന്റെയും ഇലക്ട്രോഡ് പൊട്ടൻഷ്യലിന്റെ ഡിഫറൻസ് ആണ് എന്ത്? സെൽ പൊട്ടൻഷ്യൽ. അല്ലെങ്കിൽ ഇ സെൽ ഇസ് ഈക്വൽ ടു എന്ത് പഠിച്ചു വെച്ചേക്കുക? ഈ കാഥോഡ് മൈനസ് ഈ ആനോഡ് എന്ന് നമുക്ക് ഓർത്തു വെക്കാം. നെക്സ്റ്റ് നമ്മുടേത് സ്റ്റാൻഡേർഡ് ഹൈഡ്രജൻ ഇലക്ട്രോഡ് ആണ്. സ്റ്റാൻഡേർഡ് ഹൈഡ്രജൻ ഇലക്ട്രോഡ് ചോദിച്ചിട്ടുണ്ട് ഒരുപാട് തവണ. സ്റ്റാൻഡേർഡ് ഹൈഡ്രജൻ ഇലക്ട്രോഡിന്റെ ഒരു സ്ട്രക്ചർ ഒക്കെ ഓർത്ത് വെച്ചിരിക്കുന്നത് നല്ലതായിരിക്കും. ഇതാണ് നമ്മുടെ സ്റ്റാൻഡേർഡ് ഹൈഡ്രജൻ ഇലക്ട്രോഡ്. സിമ്പിൾ ആണ്. അതായത് ഇറ്റ് കൺസിസ്റ്റസ് ഓഫ് എ പ്ലാറ്റിനം റോഡ്. ഇതിനകത്തേക്ക് വന്നിരിക്കുന്നത് പ്ലാറ്റിനം റോഡാണ്, കോട്ടഡ് വിത്ത് പ്ലാറ്റിനം ബ്ലാക്ക്. ഇവിടെ പ്ലാറ്റിനം ബ്ലാക്ക് കോട്ട് ചെയ്തിട്ടുള്ള ഒരു പ്ലാറ്റിനം റോഡാണ് നമ്മൾ ഇതിനകത്തേക്ക് വെച്ചിരിക്കുന്നത്. എന്താ പറഞ്ഞിരിക്കുന്നത്? ഇറ്റ് കൺസിസ്റ്റസ് ഓഫ് എ പ്ലാറ്റിനം റോഡ് കോട്ടഡ് വിത്ത് പ്ലാറ്റിനം ബ്ലാക്ക്. കോട്ടഡ് വിത്ത് പ്ലാറ്റിനം ബ്ലാക്ക്. ഇറ്റ് ഈസ് ഡിപ്ഡ് ഇൻ. ഇത് എങ്ങോട്ട് ഡിപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്? 1 മോളാർ ആസിഡിക് സൊല്യൂഷൻ. 1 മോളാർ acidic solution ഇത് ഡിപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇറ്റ് ഈസ് ഡിപ്ഡ് ഇൻ 1 മോളാർ അസിഡിക് സൊല്യൂഷൻ ആൻഡ് പാസസ് ഹൈഡ്രജൻ ഗ്യാസ്. ഹൈഡ്രജൻ ഗ്യാസ് പാസ് ചെയ്യുന്നുണ്ട്. ഏതൊക്കെ കണ്ടീഷനിലാ? അറ്റ് 1 atm പ്രഷർ ആൻഡ് 298 കെൽവിൻ ടെമ്പറേച്ചർ. 1 atm പ്രഷറിലും 298 കെൽവിൻ ടെമ്പറേച്ചറിലും നമ്മൾ സ്റ്റാൻഡേർഡ് ഹൈഡ്രജൻ ഇലക്ട്രോഡിലേക്ക് എന്ത് പാസ് ചെയ്യുന്നുണ്ട്? ഹൈഡ്രജൻ ഗ്യാസ് പാസ് ചെയ്യുന്നുണ്ട്. ഇത്രയും നമുക്ക് ജനറൽ ആയിട്ട് എഴുതി വെക്കാലോ, അല്ലെങ്കിൽ ഇത് ജസ്റ്റ് ഒന്ന് വരച്ച് വെക്കാലോ. ഒരു പ്ലാറ്റിനം റോഡ് ഉണ്ട്, പ്ലാറ്റിനം ബ്ലാക്ക് കോട്ട് ചെയ്തത്. അത് എവിടെ ഡിപ്പ് ചെയ്തിട്ടുണ്ട്? 1 മോളാർ ആസിഡിക് സൊല്യൂഷനിൽ ഡിപ്പ് ചെയ്തിട്ടുണ്ട്. എന്ത് അകത്തേക്ക് കൊടുക്കുന്നുണ്ട്? ഹൈഡ്രജൻ ഗ്യാസ് കൊടുക്കുന്നുണ്ട്. ഏത് പ്രഷറിലാ? 1 atm പ്രഷറിലും 298 കെൽവിൻ ടെമ്പറേച്ചറിലും. ഇതാണ് സ്റ്റാൻഡേർഡ് ഹൈഡ്രജൻ ഇലക്ട്രോഡ്. ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ സ്റ്റാൻഡേർഡ് ഹൈഡ്രജൻ ഇലക്ട്രോഡിന്റെ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ എന്തായിരിക്കും? സ്റ്റാൻഡേർഡ് ഹൈഡ്രജൻ ഇലക്ട്രോഡിന്റെ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ എന്തായിരിക്കും? 0 ആയിരിക്കും.
സ്റ്റാൻഡേർഡ് ഹൈഡ്രജൻ ഇലക്ട്രോഡിന്റെ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ 0 ആയിരിക്കും. അപ്പൊ എന്താണെന്ന് ചോദിച്ചാൽ എഴുതാമല്ലോ. ഇറ്റ് കൺസിസ്റ്റസ് ഓഫ് എ platinum rod coated with a platinum black. It is dipped in 1 molar acidic solution and hydrogen gas is passed through it at 1 atm pressure and 298 Kelvin. ഓക്കെ അല്ലെ? സ്റ്റാൻഡേർഡ് ഹൈഡ്രജൻ ഇലക്ട്രോഡിന്റെ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ എന്തായിരിക്കും? 0 ആയിരിക്കും. നെക്സ്റ്റ് നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് നോൺ സ്റ്റിക്വേഷൻ ആണ്. ഡാനിയൽ സെല്ലിലും ഒരു കോമൺ ആയിട്ടുള്ള സെല്ലിലും നമുക്ക് എങ്ങനെ നോൺ സ്റ്റിക്വേഷൻ അപ്ലൈ ചെയ്യാം? ജനറൽ ഫോം ഒന്നും വേണ്ട. നമ്മൾ ആദ്യം ഒരു ജനറൽ ഫോം പഠിക്കുന്നുണ്ട്. അതിനകത്തുനിന്ന് ഡെറിവേഷൻ ഒക്കെ നടത്തിയിട്ടാണ് ഡാനിയൽ സെല്ലിന്റെ ഒക്കെ കൺസ്ട്രക്ട് ചെയ്യുന്നത്. അപ്പൊ ആ ലാസ്റ്റ് ഡിറൈവ് കിട്ടുന്ന ആ ഫോം ഓർക്കുക. ഇ സെൽ ഇസ് ഈക്വൽ ടു E0 സെല്ല് മൈനസ് 0.0591 ബൈ n log concentration of anode divided by concentration of cathode. ജനറൽ ആയിട്ട് സെല്ലിൽ നമുക്ക് ഇതാണ് അപ്ലൈ ചെയ്യേണ്ടത്. ഇ സെൽ ഇസ് ഈക്വൽ ടു E0 സെൽ മൈനസ് ഈ 0.0591 ഒക്കെ എങ്ങനെയാ വന്നത്? 2.303 nRT അതുപോലെ NF, ഇവിടെ F ഒക്കെ വരുന്നുണ്ട്. 2.303 RT ബൈ NF ഒക്കെ വരുന്നുണ്ട്. R എത്രയാ? യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റന്റ് ആണ് 8.314. T 298 കെൽവിൻ ആണ്. F 96,500 കൂളമാണ്. ഫാരഡേസ് കോൺസ്റ്റന്റ്. അപ്പൊ 2.303 RT ബൈ NF എന്നാണ് വരുന്നത്. അതൊക്കെ നമ്മൾ സോൾവ് ചെയ്തിട്ടാണ് ഇങ്ങനെ വന്നിരിക്കുന്നത്. N എന്ന് വെച്ചാൽ ഇവിടെ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ആണ്. നമ്മുടെ ഡാനിയൽ സെൽ എടുക്കുകയാണെങ്കിൽ 2 ഇലക്ട്രോണുകളല്ലേ ഡൊണേറ്റ് ചെയ്യുന്നതോ അക്സെപ്റ്റ് ചെയ്യുന്നതോ? അപ്പൊ അവിടെ N2 അല്ലേ? അപ്പൊ N എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ആണ്. അപ്പൊ എന്താണ്? ഇ സെൽ ഇസ് ഈക്വൽ ടു E0 സെൽ മൈനസ് 0.0591 ബൈ n ലോഗ് കോൺസെൻട്രേഷൻ ഓഫ് ആനോഡ് ബൈ കാഥോഡ്. അപ്പൊ ഇത് നമ്മുടെ ഡാനിയൽ സെല്ലിൽ അപ്ലൈ ചെയ്യുവാണെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം? ഇ സെൽ ഇസ് ഈക്വൽ ടു E0 സെല്ല് മൈനസ് 0.0591 ബൈ 2 ലോഗ് ആനോഡ് Zn അല്ലേ? ലോഗ് Zn 2 പ്ലസ് ഡിവൈഡ് ബൈ കാഥോഡ് Cu2 പ്ലസ് അല്ലേ? കോൺസെൻട്രേഷൻ ഓഫ് Cu2 പ്ലസ്. അപ്പൊ ഈ 2 ഇക്വേഷൻസ് കൂടെ ഓർത്ത് വെച്ചിരിക്കുക നോൺ ഇക്വേഷനിൽ. പിന്നെ നമുക്ക് വരാനുള്ളത് പ്രൈമറി സെല്ലും സെക്കൻഡറി സെല്ലും തമ്മിലുള്ള ഡിഫറൻസ് ആണ്. പ്രൈമറി ഒരു 3 ഡിഫറൻസ് ഓർത്ത് വെച്ചിരിക്കുക. പ്രൈമറി സെൽ എന്ന് പറഞ്ഞത് എന്ത് ചെയ്യാൻ പറ്റത്തില്ല? കനോട്ട് ബി റീചാർജ് ചെയ്യാൻ പറ്റത്തില്ല. സെക്കൻഡറി സെല്ലോ ക്യാൻ ബി റീചാർജ് ചെയ്യാനായിട്ട് പറ്റും. അപ്പം പ്രൈമറി സെൽ റീചാർജ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് തന്നെ കനോട്ട് ബി റീയൂസ്ഡ്, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല? റീയൂസ് ചെയ്യാൻ പറ്റത്തില്ല. പക്ഷെ സെക്കൻഡറി സെൽ റീചാർജ് ചെയ്യാൻ കഴിയും, അതുകൊണ്ട് ക്യാൻ ബി റീയൂസ്ഡ്, നമുക്ക് വീണ്ടും യൂസ് ചെയ്യാനായിട്ട് കഴിയും. പിന്നെ പ്രൈമറി സെല്ലിലാണെങ്കിലോ റിവേഴ്സ് റിയാക്ഷൻ നടക്കുന്നില്ല, ഡസ് നോട്ട് ടേക്സ് പ്ലേസ് റിവേഴ്സ് ഓർഡർ. പക്ഷെ സെക്കൻഡറി സെല്ലിലോ നമുക്ക് റിവേഴ്സ് റിയാക്ഷൻ പോസിബിൾ ആണ്. അപ്പൊ ആ 3 ഡിഫറൻസ് ഓർത്ത് വെച്ചിരിക്കുക. പ്രൈമറി സെല്ലിനും സെക്കൻഡറി സെല്ലിനും. പ്രൈമറി സെല്ല് നമുക്ക് റീചാർജ് ചെയ്യാൻ പറ്റത്തില്ല, റീയൂസ് ചെയ്യാൻ പറ്റത്തില്ല, സെൽ റിയാക്ഷൻ റിവേഴ്സ് ആകാനും പറ്റത്തില്ല. ഒറ്റ സൈഡിലോട്ട് മാത്രമേ റിയാക്ഷൻ നടക്കുന്നുള്ളൂ. സെക്കൻഡറി സെൽ നമുക്ക് റീചാർജ് ചെയ്യാം, റീയൂസ് ചെയ്യാം, സെൽ റിയാക്ഷൻസ് എന്ത് ചെയ്യാനും പറ്റും? റിവേഴ്സ് ചെയ്യാനും പറ്റും. പിന്നെ എക്സാമ്പിൾ ഓർമ്മയുണ്ടോ? പ്രൈമറി സെല്ലിനെ നമ്മൾ 2 എക്സാമ്പിളാണ് പഠിച്ചത്. ഏതൊക്കെയാണ് പ്രൈമറി സെല്ലിന് എക്സാമ്പിൾ പഠിച്ചത്? പ്രൈമറി സെല്ലിന് എക്സാമ്പിൾ പഠിച്ച ഓർമ്മയില്ലേ? മെർക്കുറി സെൽ പഠിച്ച് ഓർക്കുന്നോ? മെർക്കുറി സെൽ. അപ്പൊ എക്സാമ്പിൾ ഓർത്ത് വെച്ചിരിക്കുക. മെർക്കുറി സെൽ പഠിച്ചു. പിന്നെ സെക്കൻഡറി സെല്ലിന്റെ ഒരു എക്സാമ്പിൾ ആണ് ലെഡ് സ്റ്റോറേജ് ബാറ്ററി. വേറെ എക്സാമ്പിൾ പഠിക്കുന്നുണ്ട്. ഇത് 2 ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിച്ചിരിക്കുന്നത് ഏതൊക്കെയാ? മെർക്കുറി സെല്ലും ലെഡ് സ്റ്റോറേജ് ബാറ്ററിയും. അവിടെ നടക്കുന്ന സെൽ റിയാക്ഷൻ കൂടെ എന്ത് ചെയ്യണം? പഠിക്കണം. സെൽ റിയാക്ഷൻ കൂടെ എന്ത് ചെയ്യണം? പഠിക്കണം. അപ്പൊ നമുക്ക് നോക്കാം നമ്മുടെ മെർക്കുറി സെല്ലിലെ ആനോഡ് ഏതാണ്? നോക്കിക്കേ, പറ. മെർക്കുറി സെൽ എടുക്കാം നമുക്ക്. നമ്മുടെ പ്രൈമറി സെല്ലായ എന്താ? മെർക്കുറി സെൽ എടുക്കാം. മെർക്കുറി സെല്ലിലെ ആനോഡ് ആരാണ്? മെർക്കുറി സെല്ലിലെ ആനോഡ് ഏതാണ്? സിങ്ക് മെർക്കുറി അമാൽഗം ആണ്. ZnHg ആണ്. കാഥോഡ് ആരാണ്? മെർക്കുറിക്ക് ഓക്സൈഡ് ആൻഡ് കാർബൺ ആണ്. ഇലക്ട്രോലൈറ്റ് എന്താണ്? ഇലക്ട്രോലൈറ്റ് ഏതാണ്? KOH ആൻഡ് ZnO ആണ്. അപ്പൊ ഓർത്ത് വെച്ചിരിക്കുക, മെർക്കുറി സെല്ലിലെ ആനോഡ് ZnHg ആണ്. സിങ്ക് മെർക്കുറി അമാൽഗമാണ്. കാഥോഡ് HgO ആൻഡ് C ആണ്. മെർക്കുറിക്ക് ഓക്സൈഡ് ആൻഡ് കാർബൺ ആണ്. ഇലക്ട്രോലൈറ്റ് KOH ആൻഡ് ZnO ആണ്. പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ് ആൻഡ് എന്താണ്? സിങ്ക് ഓക്സൈഡ് ആണ്. ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം? റിയാക്ഷൻസും കൂടെ നിങ്ങൾ ഓർത്ത് വെച്ചിരിക്കുക. ഞാൻ ആനോഡിലെ റിയാക്ഷൻ ആണ് എഴുതാനായിട്ട് പോകുന്നത്. ആനോഡ് ZnHg ആണ്. അപ്പൊ ZnHg ആണ്. പ്ലസ് ഇവിടുത്തെ ഇലക്ട്രോലൈറ്റിൽ ഒരു OH മൈനസ് എടുക്കുക. 2 OH മൈനസ് ഗിവ്സ് നമുക്ക് കിട്ടുന്ന പ്രോഡക്റ്റ് ZnO പ്ലസ് വാട്ടർ പ്ലസ് 2 ഇലക്ട്രോൺ ആണ്. നെക്സ്റ്റ് നമ്മൾ കാഥോഡിന്റെ റിയാക്ഷൻ എഴുതുമ്പോൾ മെർക്കുറിക് ഓക്സൈഡ് അല്ലേ? ഈ മെർക്കുറിക് ഓക്സൈഡ് ഇവിടെ ഉള്ള വാട്ടറും
2 ഇലക്ട്രോണുമായിട്ട് റിയാക്ട് ചെയ്യുന്നു. അങ്ങനെ റിയാക്ട് ചെയ്തിട്ട് നമുക്ക് എന്താ Hg പ്ലസ് ഇത് OH മൈനസ് 2OH മൈനസ് ബാലൻസർ ഇല്ലെങ്കിലും വിഷയമില്ല. അപ്പം ആനോഡ് ZnHg ആണ്. അത് ഈ OH മൈനസുമായിട്ട് റിയാക്ട് ചെയ്തിട്ട് എന്തൊക്കെയായിട്ട് മാറുന്നു? ZnOയും വാട്ടറും ഇലക്ട്രോണിനെ റിലീസ് ചെയ്യുമല്ലോ ഓക്സിഡേഷൻ. ക്യാഥോഡിൽ എന്താണ്? ക്യാഥോഡിൽ മെർക്കുറിക്ക് ഓക്സൈഡ് ആണ് HgO. ഈ H2Oയും 2 ഇലക്ട്രോണും ഇലക്ട്രോണിനെ അക്സെപ്റ്റ് ചെയ്യുന്ന പ്രോസസ്സല്ലേ റിഡക്ഷൻ. ഇവിടുത്തെ പ്രൊഡക്റ്റായ വാട്ടർ പ്ലസ് 2 ഇലക്ട്രോൺ മെർക്കുറി പ്ലസ് 2OH മൈനസ് ആയിട്ട് മാറുന്നു. ഇതാണ് ഇവിടുത്തെ എന്ത് റിയാക്ഷൻ, സെൽ റിയാക്ഷൻ വരുന്നത്. പിന്നെ നമ്മുടെ ലെഡ് സ്റ്റോറേജ് ബാറ്ററിയുടെ എന്ത് ചെയ്യണം? പഠിച്ചേക്കണം. ആനോഡ് ക്യാഥോഡ് സെൽ റിയാക്ഷൻസ് ഒക്കെ ചോദിക്കുന്നതാണ് എക്സാമിന്. രണ്ടും കൂടെ അല്ല, ഏതെങ്കിലും ഒരെണ്ണം. 2 സെല്ലും കൂടെ ചോദിക്കത്തില്ല, ഏതെങ്കിലും ഒരെണ്ണം എഴുതാനായിട്ട് ചോദിക്കുന്നത്. അപ്പൊ നോക്ക്, ഞാൻ ലെഡ് സ്റ്റോറേജ് ബാറ്ററിയുടെ എഴുതാം. ലെഡ് സ്റ്റോറേജ് ബാറ്ററിയുടെ നമുക്ക് എഴുതാം. ലെഡ് സ്റ്റോറേജ് ബാറ്ററിയിൽ ആനോഡ് ആരാണ്? ലെഡ് സ്റ്റോറേജ് ബാറ്ററിയിൽ ലെഡ് ആണ് ആനോഡ്. ലെഡിന്റെ സിമ്പൽ PB ആണ്. ക്യാഥോഡ് ആരാണ്? ക്യാഥോഡ് ലെഡ് ഡയോക്സൈഡ് ആണ്, PbO2 ആണ്. ഇലക്ട്രോലൈറ്റ് ആരാണ്? ഇലക്ട്രോലൈറ്റ് എന്ന് പറയുന്നത് കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡ് ആണ്, H2SO4 ആണ്. അപ്പോൾ എന്താ? ആനോഡ് എന്ന് പറയുന്നത് ലെഡ് ആണ്, PB. ക്യാഥോഡ് എന്ന് പറയുന്നത് ലെഡ് ഡയോക്സൈഡ് ആണ്, PbO2. ഇലക്ട്രോലൈറ്റ് എന്ന് പറയുന്നത് H2SO4 ആണ്. അപ്പൊ ഇവിടെ റിയാക്ഷൻസ് ഇമ്പോർട്ടന്റ് ആണ്. ആനോഡിൽ നടക്കുന്ന റിയാക്ഷൻ ലെഡ് ആണെങ്കിൽ SO4 2- ആയിട്ട് റിയാക്ട് ചെയ്തിട്ട് PbSO4 പ്ലസ് 2 ഇലക്ട്രോൺ ആയിട്ട് മാറുന്നു. ക്യാഥോഡില് PbO2 SO4 2- 4H പ്ലസും 2 ഇലക്ട്രോണുമായിട്ട് റിയാക്ട് ചെയ്തിട്ട് PbSO4 പ്ലസ് വാട്ടറുമായിട്ട് മാറുന്നു. ഈ റിയാക്ഷൻ കൂടെ എന്ത് ചെയ്യണം? എഴുതി പഠിക്കണം. ഇത് ലെഡ് സ്റ്റോറേജ് ബാറ്ററിയിൽ നടക്കുന്ന റിയാക്ഷൻ ആണ്. മെർക്കുറി സെല്ലിലെ ലെഡ് സ്റ്റോറേജ് ബാറ്ററിയുടെ റിയാക്ഷൻസും കൂടെ ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ നമുക്ക് വരുന്നത് ഫ്യൂവൽ സെൽ ആണ്. ഫ്യൂവൽ സെൽ എന്ന് വെച്ചാൽ എന്താണ്? അവിടെ ഗാൽവാനിക് സെല്ലിൽ നടക്കുന്ന അതേ എനർജി ചേഞ്ച് ആണ് നടക്കുന്നത്. ഇവിടെ പക്ഷേ ഫ്യൂവൽസിന്റെ കമ്പഷനിലൂടെ എന്ത് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നു? ഇലക്ട്രിക്കൽ എനർജി പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നു. ഫ്യൂവൽസിന്റെ കമ്പഷനിലൂടെ ഇലക്ട്രിക്കൽ എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്ന സെല്ലുകളെ നമ്മൾ ഫ്യൂവൽ സെൽ എന്നാണ് പറയുന്നത്. പിന്നെ നമ്മുടെ H2O2 ഫ്യൂവൽ സെൽ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ടും ചോദിക്കും. നമ്മൾ നെക്സ്റ്റ് ആയിട്ട് വരുന്നത് ഫ്യൂവൽ സെൽ ആണ്. ഫ്യൂവൽ സെൽ എന്ന് വെച്ചാൽ എന്താണ്? ഫ്യൂവൽ സെൽ is a galvanic cell in which the energy of combustion of fuels like methane, methanol, etc. directly into electrical energy. അതായത് നമ്മുടെ ഫ്യൂവൽസ് ആയ മീഥെയിൻ, മെഥനോൾ തുടങ്ങിയ ഫ്യൂവൽസുകൾ കമ്പഷൻ നടന്നിട്ട് ഡയറക്റ്റ് ആയിട്ട് ഇലക്ട്രിക്കൽ എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്ന സെല്ലുകളെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഫ്യൂവൽ സെൽ എന്ന് പറയുന്നത്. നമുക്ക് പഠിക്കാനുള്ള ഫ്യൂവൽ സെൽ ഏതാണ്? H2O2 ഫ്യൂവൽ സെൽ ആണ്. സ്ട്രക്ചർ ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിച്ചു വെച്ചിരിക്കുക. സിമ്പിൾ ആണ്. ഇതുപോലൊരു ബോക്സ് ഒക്കെ വരച്ചിട്ട് നമ്മുടെ ലെഫ്റ്റ് സൈഡിൽ ആനോഡ് ഹൈഡ്രജൻ, റൈറ്റ് സൈഡിൽ ക്യാഥോഡ് ഓക്സിജൻ, പിന്നെ നമ്മുടെ ഇതിനകത്തുനിന്ന് ബൈ പ്രോഡക്റ്റ് ആയിട്ട് വാട്ടർ കിട്ടുന്നുണ്ട്. അതാണ് H2O എന്ന് അടയാളപ്പെടുത്തിയിരിക്കുന്നത്. ഇതാണ് എന്തിന്റെ സ്ട്രക്ചർ? H2O2 ഫ്യൂവൽ സെല്ലിന്റെ സ്ട്രക്ചർ. H2O2 ഫ്യൂവൽ സെല്ലിന്റെ സ്ട്രക്ചർ ആണിത്. ഇവിടുത്തെ റിയാക്ഷൻ കൂടെ നിങ്ങൾ പഠിക്കണം. ആനോഡിൽ നടക്കുന്ന റിയാക്ഷൻ, ആനോഡ് H2 അല്ലേ? 2H2 4OH ആയിട്ട് ഇവിടെ നമ്മൾ ഇതിനകത്ത് ആൽക്കലി യൂസ് ചെയ്യുന്നുണ്ട്. എന്താണ്? ആൽക്കലി യൂസ് ചെയ്യുന്നുണ്ട് ഇലക്ട്രോലൈറ്റ് ആയിട്ട്. അപ്പൊ NaOH ഒക്കെയാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ OH കാണത്തില്ലേ? അപ്പൊ 2H2 4OH ആയിട്ട് റിയാക്ട് ചെയ്തിട്ട് 4 വാട്ടറും 4 ഇലക്ട്രോണിനെ റിലീസ് ചെയ്യും. ക്യാഥോഡ് ആണെങ്കിൽ O2 അല്ലേ? ഈ O2 ഈ വാട്ടറിനെയും ഈ ഇലക്ട്രോണിനെ അക്സെപ്റ്റ് ചെയ്തിട്ട് എന്ത് പ്രൊഡ്യൂസ് ചെയ്യും? OH- പ്രൊഡ്യൂസ് ചെയ്യും. ഓവറോൾ റിയാക്ഷൻ എന്ന് വെച്ചാൽ ഹൈഡ്രജനും ഓക്സിജനും കമ്പൈൻ ചെയ്ത് വാട്ടർ ആകുന്ന റിയാക്ഷൻ ആണ്. ഇത് രണ്ടും കൂടെ കൂട്ടിച്ചേർത്ത് എഴുതുന്നതാണ്. 2H2 പ്ലസ് O2 ഗിവ്സ് എന്താ? 2H2. അപ്പം ഇതിന്റെ ഒരു സ്ട്രക്ചറും ഫ്യൂവൽ സെൽ എന്താണെന്നുള്ള ഡെഫിനിഷൻ, കമ്പഷൻ, ഫ്യൂവൽസിന്റെ കമ്പഷനിലൂടെ ഡയറക്റ്റ് ആയിട്ട് ഇലക്ട്രിക്കൽ എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്ന സെല്ലുകളാണ് ഫ്യൂവൽ സെൽ. H2O2 ഫ്യൂവൽ സെൽ, സ്ട്രക്ചർ, ആനോഡ്, ക്യാഥോഡ്, സെൽ റിയാക്ഷൻ. ഫ്യൂവൽ സെല്ലിന്റെ അഡ്വാൻറ്റേജുകൾ എന്തൊക്കെയാണെന്ന് കൂടെ ഓർത്ത് വെച്ചിരിക്കുക. ഫ്യൂവൽ സെല്ലിന്റെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് എക്കോ ഫ്രണ്ട്ലി ആണ്. അതായത് പൊല്യൂഷൻ ഫ്രീ ആ, പൊല്യൂഷൻ ഒന്നും ഉണ്ടാക്കുന്നില്ല. കിട്ടുന്ന ബൈ പ്രോഡക്റ്റ് നമുക്ക് ഡ്രിങ്കിങ് പർപ്പസിന് വേണ്ടി ഉപയോഗിക്കാനായിട്ട് കഴിയും. ഹൈ എഫിഷ്യൻസി ആണ്, നല്ല എഫക്റ്റീവ് ആണ്, എഫിഷ്യൻസി ആണ്. അപ്പൊ ആ ഫ്യൂവൽ സെല്ലിന്റെ അഡ്വാൻറ്റേജ് കൂടി ഓർത്ത് വെച്ചിരിക്കുക. പിന്നെ പറയുന്നത് കൊറോഷൻ ആണ്. കൊറോഷൻ എന്താണെന്ന് വെച്ചാൽ എന്താ? മെറ്റൽസിന്റെ ഡിസ്ട്രക്ഷൻ ആണ്. മെറ്റൽസ് ഡിസ്ട്രക്ഷൻ, നാശം സംഭവിക്കുന്നു എപ്പോഴാ?
act by the action with moisture, carbon dioxide, water etc. in the atmosphere. അറ്റ്മോസ്ഫിയറിലുള്ള വാട്ടറോ കാർബൺ ഡൈ ഓക്സൈഡും ഒക്കെ ആയിട്ട് റിയാക്ട് ചെയ്തിട്ട് നമ്മുടെ മെറ്റൽസിൽ സംഭവിക്കുന്ന ഡിസ്ട്രക്ഷനെയാണ് എന്തെന്ന് പറയുന്നത് എന്ന് വെച്ചാൽ മെറ്റൽസ് അതർ കോമ്പൗണ്ട്സ് ഫോം ചെയ്യും. ആ ഡിസ്ട്രക്ഷനെയാണ് കൊറോഷൻ എന്ന് പറയുന്നത്. കൊറോഷനിൽ നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കാനുള്ളത് റസ്റ്റിംഗ് ഓഫ് അയൺ ആണ്. ഇലക്ട്രോ കെമിസ്ട്രി ഓഫ് റസ്റ്റിംഗ് ഓഫ് അയൺ, എങ്ങനെയാണ് ഇരുമ്പ് തുരുമ്പിക്കുന്നത് എന്നുള്ള ആ ഇലക്ട്രോ കെമിക്കൽ പ്രോസസ്സ് ഇമ്പോർട്ടന്റ് ആണ്, അത് പഠിക്കണം. നോക്കിക്കോ, നമ്മുടെ ഒരു അയൺ എടുക്കുക, ആ അയണിന്റെ ഏതെങ്കിലും ഒരു പാർട്ട് ആനോഡായിട്ട് ആക്ട് ചെയ്യും. അയണിന്റെ ഏതെങ്കിലും ഒരു പാർട്ട് ആനോഡായിട്ട് ആക്ട് ചെയ്യും. അപ്പൊ നമുക്ക് ആനോഡിലെ ഇക്വേഷൻ എങ്ങനെ എഴുതാം? 2Fe gives 2Fe 2++ 2 ഇലക്ട്രോൺ എന്ന് എഴുതാം. അപ്പൊ അറ്റ് എനി സ്പോട്ട് ഓഫ് അയൺ ആക്ട് ആസ് ആനോഡ് 2Fe gives 2Fe 2++ 2 ഇലക്ട്രോൺ. These electrons moves through the ion. ഈ ഇലക്ട്രോണുകൾ അയോണിലൂടെ മൂവ് ചെയ്യുന്നു ആൻഡ് റെഡ്യൂസസ് ഓക്സിജൻ ഇൻ പ്രസൻസ് ഓഫ് H+. അപ്പൊ ഈ ഇലക്ട്രോൺ, ഈ 2 ഇലക്ട്രോൺ നമ്മുടെ അയണിലൂടെ മൂവ് ചെയ്തിട്ട് ആരെ റെഡ്യൂസ് ചെയ്യുന്നു? ഓക്സിജനെ റെഡ്യൂസ് ചെയ്യുന്നു ഇൻ പ്രസൻസ് ഓഫ് H+ന്റെ പ്രസൻസിൽ ഓക്സിജനെ റെഡ്യൂസ് ചെയ്യുന്നു. അങ്ങനെ റെഡ്യൂസ് ചെയ്താൽ കിട്ടുന്ന പ്രോഡക്റ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും? വാട്ടർ ആയിരിക്കും. അപ്പം എന്താ, ദീസ് അയണിന്റെ ഏതെങ്കിലും ഒരു പാർട്ട് ആക്ട് ആസ് ആനോഡ് 2Fe gives 2Fe 2++ 2 ഇലക്ട്രോൺ. ദീസ് ഇലക്ട്രോൺസ് മൂവ്സ് ത്രൂ ദ അയോൺ ആൻഡ് റെഡ്യൂസസ് ഓക്സിജൻ ഇൻ പ്രസൻസ് ഓഫ് H+. വാട്ടർ ആയിരിക്കും ഫോം ചെയ്യുന്നത്. പിന്നെ നമ്മൾ ഇതിന്റെ ഓവറോൾ റിയാക്ഷൻ എഴുതുകയാണെങ്കിൽ നമുക്കിപ്പം 2Fe ലെഫ്റ്റ് സൈഡിലുള്ള എല്ലാം ഒന്നിച്ചല്ല എഴുതേണ്ടത്. 2 ഇലക്ട്രോണും 2 ഇലക്ട്രോണും ഒക്കെ കട്ടാവും. 2Fe + O2 + H+ gives ഇവിടെ എന്ത് വരും? 2Fe 2++ 2 വാട്ടർ ഇങ്ങനെ വരും. ഓവറോൾ റിയാക്ഷൻ ലെഫ്റ്റ് സൈഡിലുള്ളത് ഒന്നിച്ച് റൈറ്റ് സൈഡിലുള്ളത് ഒന്നിച്ച് ഒരേപോലുള്ള 2 ഇലക്ട്രോൺ ഞാൻ ക്യാൻസൽ ചെയ്തു. ഇവിടെ കണ്ടോ, ഈ Fe2+, അടുത്ത സ്റ്റെപ്പിൽ എഴുതേണ്ടത് Fe2+ അയോണുകൾ Fe3+ അയോണുകളായിട്ട് മാറും. ദെൻ ലാസ്റ്റ് നമുക്ക് കിട്ടുന്ന പ്രോഡക്റ്റ് ആണ് ഹൈഡ്രേറ്റഡ് ഫെറിക് ഓക്സൈഡ്. ഇതാണ് നമ്മുടെ റസ്റ്റ് എന്ന് പറയുന്ന തുരുമ്പ്. Fe2O3x H2O. ഇതാണ് എന്ത്, നമ്മൾ റസ്റ്റ് എന്ന് പറയുന്ന തുരുമ്പ്. അപ്പൊ എന്താ, at any spot of the ion act as anode. F2Fe gives 2Fe 2++ 2 electron. These electrons moves through the ion and go any other part and then oxygen and reduces oxygen in presence of H+. അപ്പൊ ഇത് നമുക്ക് കാഥോഡിൽ നടക്കുന്ന റിയാക്ഷൻ ആയിട്ട് എഴുതാം. 2 ഇലക്ട്രോൺ + O2 + 4H+ gives 2 വാട്ടർ മോളിക്യൂൾസ്. ഇത് രണ്ടും കൂടെ ആഡ് ചെയ്ത് ഓവറോൾ റിയാക്ഷൻ എഴുതാം. ഇവിടെയുള്ള 2Fe2+ അയോൺസ് റെഡ്യൂസ് ചെയ്തിട്ട് Fe3+ അയോണുകളായിട്ട് മാറും. ആൻഡ് ദെൻ അവസാനം ഫോം ചെയ്ത പ്രോഡക്റ്റ് ആണ് ഹൈഡ്രേറ്റഡ് ഫെറിക് ഓക്സൈഡ്. Fe2O3x H2 ഈസ് കോൾഡ് എന്താണ്? റസ്റ്റ്. അപ്പൊ അത് ഓർത്തു വെച്ചിരിക്കുക. പിന്നെ എങ്ങനെ നമുക്ക് പ്രിവെന്റ് ചെയ്യാം കൊറോഷനെ പ്രിവെന്റ് ചെയ്യാൻ നമുക്ക് ആന്റി റസ്റ്റ് സൊല്യൂഷൻ ഉപയോഗിക്കാം, അല്ലെങ്കിൽ കോട്ടിങ് ഇലക്ട്രോ പോസിറ്റീവ് മെറ്റൽസ് കോട്ട് ചെയ്യാം, അല്ലെങ്കിൽ പെയിന്റിങ്, ഓയിൽ, ഇതൊക്കെ എന്ത് ചെയ്യാം, യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് കൊറോഷനെ പ്രിവെന്റ് ചെയ്യാം. ലാസ്റ്റ് ഫാരഡേസ് ഫസ്റ്റ് ലോ ആൻഡ് സെക്കൻഡ് ലോ. ഫാരഡേയുടെ ഫസ്റ്റ് ലോ പറയുന്നത് എന്താ, ഒരു സബ്സ്റ്റൻസിലൂടെ, ഒരു സൊല്യൂഷനിലൂടെ കടന്നു പോകുന്ന ഇലക്ട്രിസിറ്റിക്ക് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും അവിടെ ഡെപ്പോസിറ്റ് അല്ലെങ്കിൽ ലിബറേറ്റ് ചെയ്യപ്പെടുന്ന സബ്സ്റ്റൻസിന്റെ എമൗണ്ട്. ദ എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ് ഡെപ്പോസിറ്റഡ് ഓർ ലിബറേറ്റഡ് അറ്റ് ദ ഇലക്ട്രോഡ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ എന്താ എമൗണ്ട് ഓഫ് ഇലക്ട്രിസിറ്റി ഫ്ലോയിങ് ത്രൂ ദ ഇലക്ട്രോലൈറ്റ്. ഒരു ഇലക്ട്രോലൈറ്റിലൂടെ കടന്നു പോകുന്ന എമൗണ്ട് ഓഫ് ഇലക്ട്രിസിറ്റി എത്രയാണോ അതിനനുസരിച്ചിട്ടായിരിക്കും അവിടെ ഡെപ്പോസിറ്റോ ലിബറേറ്റോ ചെയ്യപ്പെടുന്ന സബ്സ്റ്റൻസിന്റെ അളവ് എന്നാണ് ഫാരഡേസ് ഫസ്റ്റ് ലോ പറയുന്നത്. എന്താണ് ഫാരഡേസ് സെക്കൻഡ് ലോ? അതായത് രണ്ട് ഡിഫറെന്റ് സബ്സ്റ്റൻസിന്റെ സൊല്യൂഷൻ എടുത്താൽ അതിലൂടെ കടന്നു പോകുന്ന ഇലക്ട്രിസിറ്റി അതിന്റെ കെമിക്കൽ ഇക്വാലൻസിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും എന്നാണ് ഫാരഡേയുടെ സെക്കൻഡ് ലോ പറയുന്നത്. എന്താ, two different solutions, same quantity of electricity is passed through their solution. അതിനകത്തൂടെ നമ്മൾ സെയിം ക്വാണ്ടിറ്റി ഓഫ് ഇലക്ട്രിസിറ്റി ആണ് പാസ് ചെയ്യുന്നതെങ്കിൽ the amount of substance deposited or liberated at the electrode is directly proportional to their chemical equivalence. അതായത് രണ്ട് ഡിഫറെന്റ് സബ്സ്റ്റൻസിന്റെ സൊല്യൂഷൻ എടുക്കുന്നു, അതിനകത്തൂടെ ഒരേ ക്വാണ്ടിറ്റി ഇലക്ട്രിസിറ്റി പാസ് ചെയ്യിപ്പിക്കുന്നു. അങ്ങനെ പാസ് ചെയ്യുമ്പം അവിടെ ഡെപ്പോസിറ്റ് ചെയ്യപ്പെടുകയോ ലിബറേറ്റ് ചെയ്യപ്പെടുകയോ ചെയ്യുന്ന സബ്സ്റ്റൻസിന്റെ അളവ് എന്തിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും? അതിന്റെ കെമിക്കൽ ഇക്വാലൻസിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും എന്നാണ്
ഫാരഡേയുടെ സെക്കൻഡ് ലോ പറയുന്നത്. അപ്പോൾ ഇലക്ട്രോ കെമിസ്ട്രിയുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നമ്മൾ ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ ഷുവർ ആയിട്ട് പഠിച്ചു വെച്ചിരിക്കുക. ഡാനിയൽ സെല്ല്, കാഥോഡിലെ ആനോഡിലെ റിയാക്ഷൻ, ഡാനിയൽ സെല്ലിന്റെ റെപ്രസെന്റേഷൻ, ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ, സെൽ പൊട്ടൻഷ്യൽ, സ്റ്റാൻഡേർഡ് ഹൈഡ്രജൻ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ, നേഴ്സ്റ്റ് ഇക്വേഷൻ, ഡാനിയൽ സെല്ലിൽ അപ്ലൈ ചെയ്യാം, പ്രൈമറി സെൽ, സെക്കൻഡറി സെൽ, ഫ്യൂവൽ സെൽ, H2O2 ഫ്യൂവൽ സെൽ അഡ്വാൻറ്റേജസ്, സെൽ റിയാക്ഷൻ, പിന്നെന്താണ് മെർക്കുറി സെല്ലിലെ ലെഡ് സ്റ്റോറേജ് ബാറ്ററിയിലെ റിയാക്ഷൻസ്, കൊറോഷൻ, ഇലക്ട്രോ കെമിസ്ട്രി ഓഫ് റസ്റ്റിംഗ് ഓഫ് അയൺ, പിന്നെ പ്രിവെൻഷൻ ഓഫ് കൊറോഷൻ, ഫാരഡേസ് ഫസ്റ്റ് ലോ ആൻഡ് സെക്കൻഡ് ലോ. ഇത് ഇത്രയും നമ്മൾ എന്ത് ചെയ്യണം, ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിച്ചു വെച്ചിരിക്കുക. അപ്പൊ ഈ സെല്ല് കണ്ടുപിടിക്കാൻ ഈ കാഥോഡ് മൈനസ് ഈ ആനോഡ്, കാഥോഡും ആനോഡും തന്നാൽ നമുക്ക് ഡയറക്റ്റ് ഇക്വേഷനിൽ കൊടുത്ത് ഈ സെല്ല് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. പിന്നെ നമ്മുടെ സ്റ്റാൻഡേർഡ് ഹൈഡ്രജൻ ഇലക്ട്രോഡിനെ ബന്ധപ്പെടുത്തി ചോദിക്കുകയാണെങ്കിൽ സ്റ്റാൻഡേർഡ് ഹൈഡ്രജൻ ഇലക്ട്രോഡ് ആനോഡ് ആയിട്ടാണ് എടുത്തിരിക്കുന്നതെങ്കിൽ നമ്മളോട് ഈ സെല്ല് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ ഈ സെൽ ഇസ് ഈക്വൽ ടു ഈ കാഥോഡ് മൈനസ് 0 എന്ന് എഴുതാം. ആനോഡായിട്ടാണ് എടുത്തേക്കുന്നതെങ്കിൽ 0 കൊടുക്കുക. അപ്പം കാഥോഡിന്റെ നമ്മുടെ ക്വസ്റ്റ്യനിൽ കാണും, അത് ഡയറക്റ്റ് ആയിട്ട് ഇട്ട് കൊടുക്കാം. കാഥോഡാണ് സ്റ്റാൻഡേർഡ് ഹൈഡ്രജൻ ഇലക്ട്രോഡ് എന്ന് പറഞ്ഞാൽ അതിന്റെ ഈ കാഥോഡ് എന്തായിട്ട് കൊടുക്കണം, 0 ആയിട്ട് കൊടുക്കണം. അപ്പൊ ഇത്രയും ക്വസ്റ്റ്യൻസ് നമുക്ക് ഉറപ്പായിട്ടും എന്താ എക്സാമിന് പ്രതീക്ഷിക്കാവുന്ന ക്വസ്റ്റ്യൻസ് ആണ്. ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണപ്പെടാൻ പോകുന്ന ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ഉറപ്പായിട്ടും രണ്ടാമത്തെ ചാപ്റ്ററിൽ ഇത്രയും ക്വസ്റ്റ്യൻസ് പഠിക്കുമെന്നും വിശ്വസിക്കുന്നു. ഓക്കെ, ഇനി നമ്മുടെ മൂന്നാമത്തെ ചാപ്റ്ററായ കെമിക്കൽ കൈനറ്റിക്സ് എന്ന് പറയുന്ന ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻസ് ആണ് നമുക്കിവിടെ ഡിസ്കസ് ചെയ്യാനുള്ളത്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. എന്താണ് ഒരു റിയാക്ഷന്റെ റേറ്റ്? ഒരു റിയാക്ഷന്റെ റേറ്റ് എന്ന് വെച്ചാൽ അതിനകത്ത് റിയാക്ടൻസും പ്രൊഡക്റ്റും ഉണ്ടാവുമല്ലോ. അപ്പോൾ ഒന്നെങ്കിൽ റിയാക്ടൻസിന്റെ കോൺസെൻട്രേഷൻ ഉണ്ടാകുന്ന ചേഞ്ച്, അല്ലെങ്കിൽ പ്രൊഡക്ട്സിന്റെ കോൺസെൻട്രേഷൻ ഉണ്ടാകുന്ന ചേഞ്ച് ആണ് എന്ത്, rate of a chemical reaction. It is the change in the concentration of reactants or products per unit time എന്ന് പറയാം. എന്തൊക്കെ ഫാക്ടേഴ്സ് ആണ് ഒരു റിയാക്ഷന്റെ റേറ്റിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത്? ഒന്ന് നേച്ചർ ഓഫ് റിയാക്ടൻസ്, രണ്ട് നേച്ചർ ഓഫ് കോൺസെൻട്രേഷൻ ഓഫ് റിയാക്ടൻസ്, ടെമ്പറേച്ചർ, പ്രഷർ, കാറ്റലിസ്റ്റ്, ഇതെല്ലാം റിയാക്ഷന്റെ റേറ്റിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ആണ്. എന്തൊക്കെയാണ്? നേച്ചർ ഓഫ് കാറ്റലിസ്റ്റ്, കോൺസെൻട്രേഷൻ ഓഫ് നേച്ചർ ഓഫ് റിയാക്ടൻസ്, കോൺസെൻട്രേഷൻ ഓഫ് റിയാക്ടൻസ്, ടെമ്പറേച്ചർ, പ്രഷർ, കാറ്റലിസ്റ്റ്, ഇതെല്ലാം ഒരു റിയാക്ഷന്റെ റേറ്റിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ആണ്. പിന്നെ നമുക്ക് ഇൻസ്റ്റന്റേനിയസ് റേറ്റും ആവറേജ് റേറ്റും നമ്മൾ എങ്ങനെ എക്സ്പ്രസ് ചെയ്യുമെന്നുള്ളതാണ്. നമുക്കൊരു ഇക്വേഷൻ എഴുതി ഒരു എക്സാമ്പിളിലൂടെ അത് നോക്കാം. N2 + 3H2 റിവേഴ്സിബിളി ഗിവ്സ് 2NH3 എന്ന് പറയുന്ന ഇക്വേഷനിലേക്ക് ഞാൻ ഇൻസ്റ്റന്റേനിയസ് റേറ്റ് എന്ത് ചെയ്യാൻ പോവാണ്, അപ്ലൈ ചെയ്യാൻ പോവാണ്. ഇൻസ്റ്റന്റേനിയസ് റേറ്റ് ആണ് ഞാൻ അപ്ലൈ ചെയ്യുന്നതെങ്കിൽ ആവറേജ് റേറ്റും ഇൻസ്റ്റന്റേനിയസ് റേറ്റും ആവറേജ് റേറ്റും നമുക്ക് എന്ത് ചെയ്യാനുണ്ട്, അപ്ലൈ ചെയ്യാനായിട്ടുണ്ട്. അത് ഞാൻ ആവറേജ് റേറ്റ് ആണ് അപ്ലൈ ചെയ്യാൻ പോകുന്നത്. ആവറേജ് റേറ്റ് അപ്ലൈ ചെയ്യാനായിട്ട് നമ്മൾ ഡെൽറ്റ ഇടും. അതിനു മുമ്പ് നമുക്ക് നോക്കാം കോയിഫിഷ്യന്റ് വേണ്ടേ. N2 എത്ര മോൾ ഉണ്ട്, 1 മോൾ അല്ലേ. അപ്പൊ റിയാക്ടൻസിന്റെ എഴുതുമ്പോൾ നമ്മൾ മൈനസ് കൊടുക്കും. -1/, ഇവിടെ 1 ആയതുകൊണ്ട് -1/1 ഡെൽറ്റ കോൺസെൻട്രേഷൻ ഓഫ് N2 ബൈ ഡെൽറ്റ ടി ഈക്വൽ അടുത്ത റിയാക്ടൻസ് എഴുതും. റിയാക്ടൻസ് കൊടുക്കുമ്പോൾ മൈനസ് എഴുതണം. -1/, അവിടെ കോയിഫിഷ്യന്റ് 3 ആണ്, ഡെൽറ്റ കോൺസെൻട്രേഷൻ ഓഫ് H2 ബൈ ഡെൽറ്റ ടി. റിയാക്ടൻസിന്റെ കഴിഞ്ഞാൽ നമുക്ക് പ്രോഡക്റ്റ് വെച്ച് എഴുതാം. ഒരു പ്രോഡക്റ്റേ ഉള്ളൂ. പ്രോഡക്റ്റിന്റെ എഴുതുമ്പോൾ മൈനസിന്റെ ആവശ്യമില്ല. 1/2 ഡെൽറ്റ കോൺസെൻട്രേഷൻ ഓഫ് NH3 ഡിവൈഡഡ് ബൈ എന്താ, ഡെൽറ്റ ടി. ഇതാണ് ഇൻസ്റ്റന്റേനിയസ് റേറ്റ്. ഈ ഇൻസ്റ്റന്റേനിയസ് റേറ്റ് എഴുതാൻ അറിയാമെങ്കിൽ നമുക്ക് ഇതാണ് ആവറേജ് റേറ്റ്. ഡെൽറ്റ യൂസ് ചെയ്ത് എഴുതുന്നത്. ഇത് വെച്ച് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇൻസ്റ്റന്റേനിയസ് റേറ്റ് എഴുതാം. ഈ ഡെൽറ്റയ്ക്ക് പകരമല്ല നമ്മൾ ഡി എന്നാക്കിയാൽ മതി. നോക്കിക്കേ, -1/1 ഡി കോൺസെൻട്രേഷൻ ഓഫ് N2 ബൈ ഡി ടി ഈസ് ഈക്വൽ ടു -1/3 ഡി സ്മാൾ ലെറ്റർ ഡി കോൺസെൻട്രേഷൻ ഓഫ് H2 ബൈ ഡി ടി. ഇങ്ങനെ എഴുതിയാൽ മതി. ഡി യൂസ് ചെയ്ത് എഴുതിയാൽ അത് എന്ത് റേറ്റ് ആകും, ഇൻസ്റ്റന്റേനിയസ് റേറ്റ് ആകും. ഡെൽറ്റ യൂസ് ചെയ്ത് എഴുതാണെങ്കിൽ ആവറേജ് റേറ്റ്. ആവറേജ് മൊത്തത്തിലുണ്ടാകുന്ന ആവറേജ് റേറ്റ് ആണ് ആവറേജ് റേറ്റ്. ഇൻസ്റ്റന്റേനിയസ് എന്ന് വെച്ചാൽ ഓരോ ഇൻസ്റ്റന്റിലും നമ്മൾ മെഷർ ചെയ്യുന്ന റേറ്റ് ആണ് ഇൻസ്റ്റന്റേനിയസ് റേറ്റ്. നെക്സ്റ്റ് നമുക്ക് റേറ്റ് ലോ എക്സ്പ്രഷൻ ആണ്. നമ്മളൊരു റേറ്റ് ലോ എക്സ്പ്രഷൻ ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഇവിടെ പഠിക്കുന്നുണ്ട്. ആ റേറ്റ് ലോ എക്സ്പ്രഷൻ എന്താണെന്ന് പഠിക്കണം. അതായത് റേറ്റ് ലോ എക്സ്പ്രഷൻ എന്ന് പറയുന്നത് നോക്കൂ, റേറ്റ് ലോ എക്സ്പ്രഷൻ എന്ന് പറയുന്നത് നമ്മുടെ റിയാക്ടൻസിന്റെ കോൺസെൻട്രേഷൻ R is equal to K into concentration of A raised to X into concentration of B raised to Y. ഇതാണ് എന്ത്, റേറ്റ് ലോ എക്സ്പ്രഷൻ പഠിച്ചു വെച്ചിരിക്കുക. R is equal to K into concentration of A raised to X into concentration of B raised to
വൈ. ഇതാണ് നമ്മുടെ റേറ്റ് ലോ എക്സ്പ്രഷൻ. R എന്ന് പറയുന്നത് റേറ്റ് ആണ്, K റേറ്റ് കോൺസ്റ്റന്റ് ആണ്, എയും ബിയും ഒക്കെ കോൺസെൻട്രേഷൻ ഓഫ് റിയാക്റ്റൻസ് ആണ്, എക്സും വൈയും ഒക്കെ കോൺസെൻട്രേഷൻ ടേമിന്റെ പവറുകളാണ്. ഇതാണ് നമ്മുടെ റേറ്റ് ലോ എക്സ്പ്രഷൻ. നെക്സ്റ്റ് നമുക്ക് ഓർഡർ എന്താണ്, മോളിക്കുലാരിറ്റി എന്താണ്, അതിന്റെ ഡിഫറൻസ് പഠിക്കാനുണ്ട്. ഓർഡർ എന്ന് വെച്ചാൽ നമ്മൾ ഈ എഴുതി വെച്ചിരിക്കുന്ന റേറ്റ് ലോ എക്സ്പ്രഷനിൽ കോൺസെൻട്രേഷൻ ടേമുകളുടെ പവറുകളുടെ സം ആണ് എന്ത് ഓർഡർ. ഓർഡർ എന്താണ്? ഇറ്റ് ഈസ് ദ സം ഓഫ് ദ പവേഴ്സ് ഓഫ് കോൺസെൻട്രേഷൻ ടേംസ് ഇൻ ദ റേറ്റ് ലോ എക്സ്പ്രഷൻ. എന്താ? കോൺസെൻട്രേഷൻ ടേമുകളുടെ പവറുകളുടെ സം. റേറ്റ് ലോ എക്സ്പ്രഷനിലുള്ള കോൺസെൻട്രേഷൻ ടേമുകളുടെ പവറുകളുടെ സം ആണ് നമുക്ക് ഓർഡർ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ദ സം ഓഫ് ദ പവേഴ്സ് ഓഫ് കോൺസെൻട്രേഷൻ ടേംസ് ഇൻ ദ റേറ്റ് എക്സ്പ്രഷൻ. ഓർഡർ വേണമെങ്കിൽ 0 ആകാം അല്ലെങ്കിൽ ഫ്രാക്ഷണൽ ആകാം. ഓർഡർ ക്യാൻ ബി 0 ഓർ ഫ്രാക്ഷണൽ. ഓർഡർ ഒരു എക്സ്പെരിമെന്റൽ ക്വാണ്ടിറ്റി ആണ്. ഇറ്റ് ഈസ് എൻ എക്സ്പെരിമെന്റൽ ക്വാണ്ടിറ്റി. പിന്നെ ഓർഡർ നമുക്ക് ഒരു മൂന്ന് ഡിഫറൻസ് പഠിച്ചു വെച്ചാൽ മതി. ആ ഓർഡർ എന്താണെന്നുള്ള ഡെഫിനിഷൻ എഴുതാം. നമുക്ക് ഡിഫറൻസ് ചോദിച്ചാലും ഇറ്റ് ഈസ് ദ സം ഓഫ് ദ പവർ ഓഫ് കോൺസെൻട്രേഷൻ ടേംസ് ഇൻ ദ റേറ്റ് ലോ എക്സ്പ്രഷൻ. ഓർഡർ ക്യാൻ ബി 0 ഓർ ഫ്രാക്ഷണൽ. പിന്നെ ഇറ്റ് ഈസ് ആൻ എക്സ്പെരിമെന്റൽ ക്വാണ്ടിറ്റി. ഇനി മോളിക്കുലാരിറ്റിയോ? മോളിക്കുലാരിറ്റി എന്താണെന്ന് ചോദിച്ചാൽ നമ്മളിപ്പോ ഏതെങ്കിലും ഒരു റിയാക്ഷൻ എഴുതുന്നു, ഒരു കെമിക്കൽ റിയാക്ഷൻ. ജനറലി A പ്ലസ് B റിവേഴ്സിബിളി ഗിവ്സ് C പ്ലസ് D. ഈ റിയാക്ഷൻ ആണ് എഴുതുന്നതെങ്കിൽ ഇതിനകത്ത് കൊളൈഡ് ചെയ്യപ്പെടുന്ന റിയാക്ടിങ് സ്പീഷീസിന്റെ സം ആണ് മോളിക്കുലാരിറ്റി എന്ന് പറഞ്ഞാൽ. അപ്പം ഇവിടെ മോളിക്കുലാരിറ്റി എന്ന് പറഞ്ഞാൽ A പ്ലസ് B ആ. ഇവിടെ ഓർഡർ എന്ന് പറഞ്ഞാൽ X പ്ലസ് Y ആകുന്നത് പോലെ ഇവിടുത്തെ കൊളൈഡ് ചെയ്യപ്പെടുന്ന റിയാക്ടിങ് സ്പീഷീസിന്റെ സം ആണ് മോളിക്കുലാരിറ്റി. ഇറ്റ് ഈസ് ദ സം ഓഫ് ദ കൊളൈഡിങ് റിയാക്ടിങ് സ്പീഷീസ് ഇൻ എ കെമിക്കൽ റിയാക്ഷൻ. ഒരു കെമിക്കൽ റിയാക്ഷനിൽ കൊളൈഡ് ചെയ്യപ്പെടുന്ന റിയാക്ടിങ് സ്പീഷീസിന്റെ സം ആണ് മോളിക്കുലാരിറ്റി എന്ന് പറയുന്നത്. ഇറ്റ് കനോട്ട് ബി 0 ഓർ ഫ്രാക്ഷണൽ. ഇത് 0യും ആവില്ല ഫ്രാക്ഷണലും ആവില്ല. ഇറ്റ് ഈസ് എ തിയററ്റിക്കൽ ക്വാണ്ടിറ്റി. ഇതെന്താണ്? ഒരു തിയററ്റിക്കൽ ക്വാണ്ടിറ്റി ആണ്. അപ്പൊ ഈ ഡിഫറൻസുകൾ, ഓർഡറിന്റെ മോളിക്കുലാരിറ്റിയുടെ ഈ ഡിഫറൻസുകൾ പഠിച്ചു വെച്ചിരിക്കണം. പിന്നെ നമുക്ക് വരുന്നത് യൂണിറ്റ് ഓഫ് റേറ്റ് കോൺസ്റ്റന്റ് ആണ്. റേറ്റ് കോൺസ്റ്റന്റിന്റെ യൂണിറ്റ് കണ്ടുപിടിക്കാനും ഒരു ഇക്വേഷൻ നമ്മൾ പഠിക്കുന്നുണ്ട്. അത് വെച്ച് ചെയ്താൽ മതി. ഏത് ഓർഡറിന്റെയും റേറ്റ് കോൺസ്റ്റന്റിന്റെ യൂണിറ്റ് നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. അത് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആണ് മോൾ റേസ് ടു 1 n, ലിറ്റർ റേസ് ടു n-1, സെക്കൻഡ് റേസ് ടു -1. ഈ ഇക്വേഷൻ യൂസ് ചെയ്തിട്ട് നമുക്ക് ഏത് ഓർഡർ ആണെങ്കിലും റേറ്റ് കോൺസ്റ്റന്റ് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. എക്സാമ്പിൾ ആയിട്ട് 0 ഓർഡറിന്റെ ആണ് ഞാൻ കണ്ടുപിടിക്കേണ്ടതെങ്കിൽ n ന് 0 എന്ന് കൊടുക്കണം. അപ്പൊ മോൾ റേസ് ടു 1 - 0, ലിറ്റർ റേസ് ടു 0-1, സെക്കൻഡ് റേസ് ടു -1, മോൾ റേസ് ടു 1 - 0 1, ലിറ്റർ റേസ് ടു 0-1 1, എസ് റേസ് ടു -1. ഇങ്ങനെ കിട്ടും 0 ഓർഡറിന്റെ റേറ്റ് കോൺസ്റ്റന്റ്. 1 ആണെങ്കിൽ 1 കൊടുത്താൽ മതി. അപ്പൊ 1 - 1 0 ആയി പോകും. ഇവിടെ 1 - 1 0 ആയി പോകും. അപ്പൊ ഫസ്റ്റ് ഓർഡറിന്റെ റേറ്റ് കോൺസ്റ്റന്റിന്റെ യൂണിറ്റ് സെക്കൻഡ് റേസ് ടു -1 എന്ന് മാത്രമാകും. 2 ആണെങ്കിൽ 2 എന്ന് കൊടുക്കണം. ഓക്കെ അല്ലേ? അപ്പം റേറ്റ് കോൺസ്റ്റന്റിന്റെ യൂണിറ്റ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആണ് മോൾ റേസ് ടു 1 - n, ലിറ്റർ റേസ് ടു n-1, സെക്കൻഡ് റേസ് ടു -1. കിട്ടുന്നുണ്ടല്ലോ? നമുക്ക് മനസ്സിലാക്കി പഠിക്കാനായിട്ട് പറ്റുന്നുണ്ടല്ലോ. നെക്സ്റ്റ് പറഞ്ഞിരിക്കുന്നത് ഇന്റഗ്രേറ്റഡ് റേറ്റ് ഇക്വേഷൻ ഓഫ് ഫസ്റ്റ് ഓർഡറും 0 ഓർഡറും. ഡെറിവേഷൻ ഒക്കെ ഉണ്ട്. ഡെറിവേഷൻ ഒന്നും നമുക്ക് ചോദിക്കത്തില്ല. ആ ഇന്റഗ്രേറ്റഡ് റേറ്റ് ഇക്വേഷൻ എന്ത് ചെയ്യണം? പഠിക്കണം. ഫസ്റ്റ് ഓർഡറിന്റെയും പഠിക്കണം, 0 ഓർഡറിന്റെയും ഡിറൈവ് ചെയ്ത് നമുക്ക് കിട്ടുന്ന ഇന്റഗ്രേറ്റഡ് റേറ്റ് ഇക്വേഷൻ പഠിക്കണം. നോക്കാം 0 ഓർഡറിന്റെ ഇന്റഗ്രേറ്റഡ് റേറ്റ് ഇക്വേഷൻ എന്താണെന്ന്. 0 ഓർഡറിന്റെ ഇന്റഗ്രേറ്റഡ് റേറ്റ് ഇക്വേഷൻ എന്ന് പറയുന്നത് K is equal to concentration of R0 minus concentration of R/T എന്നാണ്. എന്താ 0 ഓർഡറിന്റെ ഇന്റഗ്രേറ്റഡ് റേറ്റ് ഇക്വേഷൻ എന്താ? K is equal to concentration of R0 minus concentration of R/T ആണ്. എന്താണ് K? റേറ്റ് കോൺസ്റ്റന്റ്. R0 എന്താണ്? ഇനിഷ്യൽ കോൺസെൻട്രേഷൻ, R ഫൈനൽ കോൺസെൻട്രേഷൻ, T ടൈം. അപ്പം ഒരു പക്ഷേ നമ്മളോട് ഈ ഇനിഷ്യൽ കോൺസെൻട്രേഷനും ഫൈനൽ കോൺസെൻട്രേഷനും ടൈമും ഒക്കെ തന്നിട്ട് റേറ്റ് കോൺസ്റ്റന്റ് കണ്ടുപിടിക്കാനായിട്ട് ചോദിക്കാം ഫസ്റ്റ് ഓർഡറിന്റെ. അപ്പൊ ഇക്വേഷൻ അത് ഡയറക്ട്ലി അപ്ലൈ ചെയ്ത് നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. ഫസ്റ്റ് ഓർഡറിന്റെ ആണെങ്കിൽ ഫസ്റ്റ് ഓർഡറിന്റെ ഇന്റഗ്രേറ്റഡ് റേറ്റ് ഇക്വേഷൻ എന്ന് പറയുന്നത് നോക്കിക്കേ, K is equal to 2.303 by T log concentration of R0 by concentration of R എന്നാണ്. ഈ രണ്ട് ഇക്വേഷൻ നിങ്ങൾ ബൈ ഹാർട്ട് ചെയ്യണം. 0 ഓർഡറിൻ്റെത് K is equal to concentration of R0 minus
കോൺസെൻട്രേഷൻ ഓഫ് R by T എന്നാണ്. ഫസ്റ്റ് ഓർഡറിൻ്റെത് K is equal to 2.303 by T log കോൺസെൻട്രേഷൻ ഓഫ് R0 by R എന്നാണ്. R യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റന്റ് ആണ്. കോൺസെൻട്രേഷൻ ഓഫ് R ഇനിഷ്യൽ കോൺസെൻട്രേഷൻ ഓഫ് R ഫൈനൽ കോൺസെൻട്രേഷൻ, T ടൈം, K റേറ്റ് കോൺസ്റ്റന്റ്. അപ്പൊ ഇന്റഗ്രേറ്റഡ് റേറ്റ് ഇക്വേഷൻ രണ്ടിനെയും ഓക്കെ അല്ലേ? സീറോയുടേതും ഫസ്റ്റിൻ്റെതും. പിന്നെ നമുക്ക് വരുന്ന എന്താണ് സ്യൂഡോ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ? ഈ ഇന്റഗ്രേറ്റഡ് ഇക്വേഷൻ പറയുമ്പോൾ നിങ്ങൾ ഇതിന്റെ സിഗ്നിഫിക്കൻസ് ആയ ഗ്രാഫ് കൂടെ ഓർത്ത് വെക്കുക. സീറോ ഓർഡറിന്റെ ഗ്രാഫ് ആണെങ്കിൽ നമ്മൾ വരയ്ക്കുമ്പോൾ നോക്കിക്കേ, ഇവിടെ നമ്മൾ ടൈം ആണ് എടുക്കുന്നത്, ടൈം, ഇവിടെ കോൺസെൻട്രേഷൻ ആണ് എടുക്കുന്നത്. കോൺസെൻട്രേഷൻ ഓഫ് R0 ആണ് നമ്മളിവിടെ എടുത്തിരിക്കുന്നത്. ഈ ഗ്രാഫ് നമുക്ക് ഇങ്ങനെയാണ് കിട്ടുന്നത്. ഇവിടെ സ്ലോപ്പ് ഈസ് ഈക്വൽ ടു നമുക്ക് K എന്ന് എഴുതാം. തിരിച്ച് ഫസ്റ്റ് ഓർഡറിന്റെ ആണെങ്കിൽ ഇവിടെ ടൈം ആണ് നമ്മൾ എടുക്കുന്നത്, ഇവിടെ എന്താണ് കോൺസെൻട്രേഷൻ ആണ് R0 ആണ് എടുക്കുന്നത്. ഇതിന്റെ ഗ്രാഫ് നമ്മൾ എടുക്കുമ്പോൾ സ്ലോപ്പ് ഈസ് ഈക്വൽ ടു നമുക്ക് -K എന്ന് എഴുതണം. സ്ലോപ്പ് ഈസ് ഈക്വൽ ടു -K എന്ന് എഴുതണം. അത് നമുക്ക് സിഗ്നിഫിക്കൻസ് ആയിട്ട് പറയാം. പിന്നെ നമ്മുടെ സ്യൂഡോ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ ആണ്. എന്താണ് സ്യൂഡോ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ, അതെന്താണെന്നുള്ള ഡെഫിനിഷനും അതിന്റെ എക്സാമ്പിളും ഇമ്പോർട്ടന്റ് ആണ്. സ്യൂഡോ ഫസ്റ്റ് ഓർഡർ റിയാക്ഷന്റെ ഡെഫിനിഷനും എക്സാമ്പിളും ഇമ്പോർട്ടന്റ് ആണ്. നോക്ക്, എന്താണ് സ്യൂഡോ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ? അതായത് അത് അപ്പിയർ ചെയ്യുന്നത് ഹയർ ഓർഡർ ആയിരിക്കും, ബട്ട് ആക്ച്വലി ഫോളോ ഫസ്റ്റ് ഓർഡർ ആയിരിക്കും. എന്താ? ദ റിയാക്ഷൻ വിച്ച് അപ്പിയർ ഹയർ ഓർഡർ ബട്ട് ആക്ച്വലി ഫോളോ ഫസ്റ്റ് ഓർഡർ എന്നാണ്. ഫസ്റ്റ് ഓർഡർ ആയിരിക്കും, പക്ഷെ അത് അപ്പിയർ ചെയ്യുന്നത് ഹയർ ഓർഡർ ആയിരിക്കും. എക്സാമ്പിൾ ആയിട്ട് പറയുന്നത് എന്താണ് നമ്മൾ പറഞ്ഞത്? എക്സാമ്പിൾ ആയിട്ട് ഏതെങ്കിലും ഓരോരോ എക്സാമ്പിൾ എന്ത് ചെയ്തേക്കുക, പഠിച്ചു വെച്ചിരിക്കുക. നമുക്ക് ഹൈഡ്രോളിസിസ് ഓഫ് സൂക്രോസ്, ഷുഗർ, ഹൈഡ്രോളിസിസ് ഓഫ് ഷുഗർ എക്സാമ്പിൾ ആയിട്ട് പറയാം. കാരണം ഷുഗർ ആഡ് ചെയ്യുന്ന സൊല്യൂഷൻസിൽ വാട്ടർ, ഹൈഡ്രോളിസിസ് ഓഫ് ഷുഗർ അല്ലെങ്കിൽ സൂക്രോസ്, പിന്നെന്താ നമ്മൾ വാട്ടർ ആണ് ആഡ് ചെയ്യുന്നതെങ്കിൽ വാട്ടർ ആഡ് ചെയ്യുന്ന ടൈമിൽ നമ്മൾ ആ വാട്ടറിന്റെ എന്തെടുക്കുന്നില്ല, റേറ്റ് ലോ എക്സ്പ്രഷൻ എഴുതുമ്പം ആ വാട്ടറിന്റെ കോൺസെൻട്രേഷൻ എടുക്കുന്നില്ല, അവിടെ സൂക്രോസിന്റെ അല്ലെങ്കിൽ ആ ഷുഗറിന്റെ മാത്രമേ കോൺസെൻട്രേഷൻ എടുക്കുന്നുള്ളൂ. അപ്പം 1 ആണ് എന്ത് അതിന്റെ ഓർഡർ ആയിട്ട് വരുന്നത്. അപ്പൊ സ്യൂഡോ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ എന്ന് വെച്ചാൽ ഹയർ ഓർഡർ ആണ്, നമ്മൾ അപ്പിയർ ചെയ്യുന്നത് ഹയർ ഓർഡർ ആയിരിക്കും, ബട്ട് ആക്ച്വലി എന്തായിരിക്കും, ഫസ്റ്റ് ഓർഡർ ആയിരിക്കും. അതിനെയാണ് സ്യൂഡോ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ എന്ന് പറയുന്നത്. പിന്നെ നമ്മുടെ ഹാഫ് ലൈഫ് പീരീഡ്, സീറോയുടെ ഫസ്റ്റിന്റെ ഹാഫ് ലൈഫ് പീരീഡ് ഡിറൈവ് ചെയ്യാനും ചോദിക്കാറുണ്ട് ക്വസ്റ്റ്യനിൽ. എന്താണ് ഹാഫ് ലൈഫ് പീരീഡ്? ഹാഫ് ലൈഫ് പീരീഡ് എന്ന് വെച്ചാൽ ഒറ്റ വാക്കിൽ പറഞ്ഞാൽ റിയാക്ഷൻ ഹാഫ് ആകാൻ എടുക്കുന്ന ടൈം എന്ന് പറയാം, അല്ലെങ്കിൽ റിയാക്ടൻസിന്റെ കോൺസെൻട്രേഷൻ ഹാഫ് ആകാൻ എടുക്കുന്ന ടൈം എന്ന് പറയാം. ഇറ്റ് ഈസ് ദ ഹാഫ് ഓഫ് ദ റിയാക്ഷൻ ടു കംപ്ലീറ്റ്. അപ്പൊ നമുക്ക് നോക്കാം, ഹാഫ് ലൈഫിന്റെ ഡെഫിനിഷൻ പഠിക്കണം. ഹാഫ് ലൈഫിനെ നമ്മൾ T ഹാഫ് വെച്ചാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ഞാൻ സീറോ ഓർഡറിന്റെ ഹാഫ് ലൈഫ് പീരീഡ് ഡിറൈവ് ചെയ്യാനായിട്ട് പോവാണ്. സീറോ ഓർഡറിന്റെ ഹാഫ് ലൈഫ് പീരീഡ് ഡിറൈവ് ചെയ്യണമെങ്കിൽ എനിക്ക് അതിന്റെ ഇന്റഗ്രേറ്റഡ് റേറ്റ് ഇക്വേഷൻ വേണം. അപ്പൊ ഇന്റഗ്രേറ്റഡ് റേറ്റ് ഇക്വേഷൻ എന്താണ്? K is equal to കോൺസെൻട്രേഷൻ ഓഫ് R0 മൈനസ് കോൺസെൻട്രേഷൻ ഓഫ് R by T എന്നല്ലേ? ഇന്റഗ്രേറ്റഡ് റേറ്റ് ഇക്വേഷൻ എഴുതി കഴിഞ്ഞാൽ നമ്മൾ അതിനകത്തേക്ക് 2 വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോവാണ്. ടിക്ക് T ഹാഫ് എന്ന് കൊടുക്കാൻ പോവാണ്. ഹാഫ് ലൈഫ് പീരീഡ് അല്ലേ? ടിക്ക് T ഹാഫ് എന്ന് കൊടുക്കാൻ പോവാണ്. ഇത് ഹാഫ് ആകാൻ എടുക്കുന്ന ടൈം, അല്ലെങ്കിൽ റിയാക്ടൻസിന്റെ കോൺസെൻട്രേഷൻ ഹാഫ് ആകാൻ എടുക്കുന്ന ടൈം എന്ന് നമ്മൾ പറയുന്നില്ലേ? അപ്പൊ ഫൈനൽ കോൺസെൻട്രേഷൻ ആയ R പകുതി ആകും. അപ്പൊ R ഈസ് ഈക്വൽ ടു നമ്മൾ എടുത്ത കോൺസെൻട്രേഷൻ, ഇനിഷ്യൽ കോൺസെൻട്രേഷൻ R0 അല്ലേ, അത് പകുതി ആകുക എന്ന് വെച്ചാൽ എന്താ? കോൺസെൻട്രേഷൻ ഓഫ് R0 by 2 ആകണം R. ഈ 2 വാല്യൂ നമ്മുടെ ഇന്റഗ്രേറ്റഡ് റേറ്റ് ഇക്വേഷൻ ആയ സീറോ ഓർഡറിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഹാഫ് ലൈഫ് പീരീഡ് കിട്ടും. ഈ 2 സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്താൽ മതി. അപ്പം K is equal to കോൺസെൻട്രേഷൻ ഓഫ് R0 മൈനസ് കോൺസെൻട്രേഷൻ ഓഫ് R0 by 2 എന്നാക്കണം. എന്തിനെ? R-നെ. അപ്പൊ ഈ by 2 വേണമെങ്കിൽ നമുക്ക് എടുത്ത് എവിടെ എഴുതാം? ഡിനോമിനേറ്ററിൽ എഴുതാം. ബൈ കോൺസെൻട്രേഷൻ ഓഫ് R0 by 2 ഡിവൈഡഡ് ബൈ T ഹാഫ് എന്നാവും. നമുക്ക് T ഹാഫ് അല്ലേ വേണ്ടത്? അപ്പൊ ഈ T ഹാഫിനെ ഇങ്ങോട്ട് വന്നിട്ട് K ഇപ്പുറത്തേക്ക് വരുമല്ലോ. അപ്പൊ എന്ത് വരും? T ഹാഫ് ഇസ് ഈക്വൽ ടു കോൺസെൻട്രേഷൻ ഓഫ് R0 മൈനസ് കോൺസെൻട്രേഷൻ ഓഫ് R0 by 2 by K എന്ന് വരും. കണ്ടോ? അപ്പൊ ഈ നോക്കിക്കേ, ഒരു ഫുള്ള് R0 എന്ന് വെച്ചാൽ R0 മൊത്തത്തിലിരിക്കുക, അതിനകത്തുനിന്ന് പകുതി R0 പോയാൽ എന്തായിരിക്കും? ബാക്കി പകുതി കാണത്തില്ലേ? ഫുള്ളുള്ള ഒരു R0ക്കകത്തുനിന്ന് പകുതി R0 പോയാൽ ബാക്കി ഹാഫ് ആയിരിക്കും. അപ്പൊ T ഹാഫ് ഇസ് ഈക്വൽ ടു എന്തെഴുതാം? ഇത് മൈനസ് ചെയ്യുമ്പം കോൺസെൻട്രേഷൻ ഓഫ് R0 by 2 എന്ന് വരും. Kയും കൂടെ ചേർത്ത് എഴുതിയാല് നമ്മുടെ ഹാഫ് ലൈഫ് പീരീഡ് ഓഫ് സീറോ ഓർഡർ റിയാക്ഷൻ T ഹാഫ് ഇസ് ഈക്വൽ ടു കോൺസെൻട്രേഷൻ ഓഫ് R0 by 2K എന്ന് കിട്ടും. ഈ ഡെറിവേഷൻ പഠിക്കണം. സീറോ ഓർഡറിന്റെ
ഇന്റഗ്രേറ്റഡ് റേറ്റ് ഇക്വേഷനിൽ നിന്നാണ് നമ്മൾ ഹാഫ് ലൈഫ് പീരീഡ് ഡിറൈവ് ചെയ്തത്. രണ്ട് സബ്സ്റ്റിറ്റ്യൂഷൻ മാത്രമേ നൽകുന്നുള്ളൂ. ടിക്ക് ടി ഹാഫ് എന്നും ആറിന് R0/2 എന്നും. അപ്പം നമുക്ക് കിട്ടുന്നത് ടി ഹാഫ് ഈസ് ഈക്വൽ ടു കോൺസെൻട്രേഷൻ ഓഫ് R0/2K എന്നാണ്. നമ്മുടെ സീറോ ഓർഡറിന്റെ ഹാഫ് ലൈഫ് പീരീഡ് ഇനിഷ്യൽ കോൺസെൻട്രേഷന് ഡയറക്ട്ലി പ്രൊപ്പോർഷണലും റേറ്റ് കോൺസ്റ്റന്റിന് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണലും ആയിരിക്കും. അപ്പൊ സീറോ ഓർഡറിന്റെ ഹാഫ് ലൈഫ് കണ്ടുപിടിക്കാൻ ഒരു ന്യൂമറിക്കൽ പ്രോബ്ലം ചോദിച്ചാലും നമ്മുടെ ക്വസ്റ്റ്യനകത്തുള്ള ഇനിഷ്യൽ കോൺസെൻട്രേഷനും റേറ്റ് കോൺസ്റ്റന്റും എന്ത് ചെയ്താൽ മതി, അപ്ലൈ ചെയ്താൽ മതി ഇക്വേഷനിലേക്ക്. ഇതുപോലെ തന്നെ ഫസ്റ്റ് ഓർഡറിന്റെ എന്തുണ്ട്, ഹാഫ് ലൈഫ് പീരീഡ് ഉണ്ട്. ഫസ്റ്റ് ഓർഡറിനെ നമുക്ക് നോക്കാം. ഫസ്റ്റ് ഓർഡറിന്റെ ഹാഫ് ലൈഫ് പീരീഡ് ഹാഫ് ലൈഫ് പീരീഡ് കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ അതിന്റെ ഇന്റഗ്രേറ്റഡ് റേറ്റ് ഇക്വേഷൻ എന്ത് ചെയ്യണം, എഴുതണം. എന്താണ് ഫസ്റ്റ് ഓർഡറിന്റെ ഇന്റഗ്രേറ്റഡ് റേറ്റ് ഇക്വേഷൻ? K is equal to 2.303/T log concentration of R0/R എന്നല്ലേ, ലോഗ് കോൺസെൻട്രേഷൻ ഓഫ് R0/R എന്ന്. ഇവിടെ സെയിം സബ്സ്റ്റിറ്റ്യൂഷൻ ആണ് നമ്മൾ കൊടുക്കാൻ പോകുന്നത്. ടിക്ക് ടി ഹാഫ് എന്നും പിന്നെന്താ ആറിന് കോൺസെൻട്രേഷൻ ഓഫ് ആറിന് R0/2 എന്നും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ K is equal to 2.303/T ഹാഫ് ലോഗ് കോൺസെൻട്രേഷൻ ഓഫ് R0/Rനും കോൺസെൻട്രേഷൻ ഓഫ് R0/2 എന്ന് കൊടുക്കാൻ പോവാണ്. ടി ഹാഫ് കണ്ടുപിടിക്കേണ്ടതുകൊണ്ട് ടി ഹാഫിനെ ഇങ്ങ് കൊണ്ടുവന്നു. അപ്പൊ ടി ഹാഫ് ഇസ് ഈക്വൽ ടു 2.303 പകരം K വന്നു. 2.303/K ലോഗ് R0 ഡിവൈഡഡ് ബൈ R0/2 നമ്മളൊന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഇങ്ങനെ വരും. R0 ഡിനോമിനേറ്റർ റെസിപ്രോക്കൽ എടുത്ത് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പൊ ഇൻറ്റു ഇട്ട് കൊടുത്തിട്ട് എന്ത് ചെയ്യണം, 2/R0 എന്നാക്കണം. അപ്പൊ R0യും കട്ടായിട്ട് അവിടെ 2 എന്നാകും. അപ്പൊ ഫൈനൽ ആൻസർ ലോഗ് 2 എന്നാണ് വരുന്നത്. ലോഗ് 2ന്റെ വാല്യൂ ഒക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 0.3010 ആണ്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്കൊരു വാല്യൂ കിട്ടും. അതും ഈ 2.303 കൂടി ഇൻറ്റു ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂ 0.693 ആണ്. അപ്പൊ ഇതാണ് ഫസ്റ്റ് ഓർഡറിന്റെ ഹാഫ് ലൈഫ് പീരീഡ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. എന്താ, ടി ഹാഫ് ഇസ് ഈക്വൽ ടു 0.693 ഡിവൈഡഡ് ബൈ K. ടി ഹാഫ് ഫസ്റ്റ് ഓർഡറിന്റെ ഹാഫ് ലൈഫ് പീരീഡ് കോൺസെൻട്രേഷന് ഇൻഡിപെൻഡന്റ് ആയിരിക്കും, റേറ്റ് കോൺസ്റ്റന്റിന് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണലും ആയിരിക്കും. അപ്പൊ റേറ്റ് കോൺസ്റ്റന്റ് മാത്രം തന്നിരുന്നാൽ നമുക്ക് എന്തിന്റെ ഹാഫ് ലൈഫ് പീരീഡ് കണ്ടുപിടിക്കാൻ പറ്റും, ഫസ്റ്റ് ഓർഡറിന്റെ. അങ്ങനത്തെ ന്യൂമറിക്കൽ പ്രോബ്ലംസ് ചോദിക്കുവാണെങ്കിൽ ഇക്വേഷൻ എഴുതുക, കെയുടെ വാല്യൂ അവിടേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നമുക്ക് കാൽക്കുലേറ്ററിൽ ആൻസർ കണ്ടുപിടിക്കാനായിട്ട് പറ്റും. അപ്പോൾ ഓക്കെ അല്ലെ ഹാഫ് ലൈഫ് പീരീഡ് ഫസ്റ്റ് ഓർഡറിന്റെയും സീറോ ഓർഡറിന്റെയും. നെക്സ്റ്റ് അറീനിയസ് ഇക്വേഷൻ ആണ്. അറീനിയസ് ഇക്വേഷനും ഇമ്പോർട്ടന്റ് ആണ്. നമ്മുടെ റേറ്റ് ഓഫ് റിയാക്ഷനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു ഫാക്ടർ അല്ലേ ടെമ്പറേച്ചർ. ടെമ്പറേച്ചറുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന ഇക്വേഷൻ ആണ് എന്ത്, അറീനിയസ് ഇക്വേഷൻ. അറീനിയസ് ഇക്വേഷൻ ഇതാണ്. AE⁻EA/RT എന്നാണ്. എ എന്ന് വെച്ചാൽ അറീനിയസ് കോൺസ്റ്റന്റ് ആണ്. EA ആക്ടിവേഷൻ എനർജി, R യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റന്റ്, T ടെമ്പറേച്ചർ. ടേം ഡിഫൈൻ ചെയ്യാൻ നമ്മളോട് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ അറീനിയസ് ഇക്വേഷനിലെ ഓരോ ടേമും എന്തൊക്കെയാണ്? എ എന്ന് വെച്ചാൽ എന്താ, അറീനിയസിന്റെ കോൺസ്റ്റന്റ് ആണ്. അറീനിയസ് കോൺസ്റ്റന്റ് ആണ്. EA ആക്ടിവേഷൻ എനർജി, R യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റന്റ്, T എന്താണ്, ടെമ്പറേച്ചർ. ഇതാണ് അറീനിയസ് ഇക്വേഷൻ. പിന്നെ അറീനിയസ് ഇക്വേഷൻ പഠിക്കുമ്പോൾ തന്നെ ആക്ടിവേഷൻ എനർജി എന്താണെന്ന് നമ്മൾ പഠിക്കണം. ആക്ടിവേഷൻ എനർജി ആയിട്ട് ബന്ധപ്പെട്ട ഒരു ഗ്രാഫ് ഒക്കെ നമ്മൾ പഠിക്കുന്നുണ്ട്. ഇവിടെ റിയാക്ഷൻ കോർഡിനേറ്റും ഇവിടെ നമ്മൾ പൊട്ടൻഷ്യൽ എനർജി എടുത്ത് ഗ്രാഫ് വരയ്ക്കുമ്പോൾ നമ്മുടെ ഒരു റിയാക്റ്റന്റ് മോളിക്യൂൾ നോക്കിക്കേ. ഇവിടുത്തെ കുറച്ച് H2+I2 എന്ന് പറഞ്ഞ റിയാക്റ്റന്റ് മോളിക്യൂൾസ് ഫസ്റ്റ് സ്റ്റെപ്പിൽ തന്നെ പ്രൊഡക്റ്റ് ആയിട്ട് മാറുന്നില്ല. ആദ്യം ഇവരൊരു ഇന്റർമീഡിയറ്റ് ആണ് ഫോം ചെയ്യുന്നത്. അതിനാവശ്യമായ എനർജിയെ നമ്മൾ പറയുന്ന പേരാണ് എന്ത്, ആക്ടിവേഷൻ എനർജി. അപ്പൊ റിയാക്റ്റന്റ് മോളിക്യൂൾസ് ഫസ്റ്റ് റിയാക്ട് ചെയ്തിട്ട് ഒരു ഇന്റർമീഡിയറ്റ് ഫോം ചെയ്യുന്നു. അതിനെ നമ്മൾ ആക്ടിവേറ്റഡ് കോംപ്ലക്സ് എന്നാ പറയുന്നത്. എന്താണ്, ആക്ടിവേറ്റഡ് കോംപ്ലക്സ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഒരു റിയാക്റ്റഡ് മോളിക്യൂൾസ് കമ്പൈൻ ചെയ്ത് ആക്ടിവേറ്റഡ് കോംപ്ലക്സ് ആകാൻ ആവശ്യമായ എനർജിയെ നമ്മൾ പറയുന്ന പേരാണ് എന്ത്, EA അല്ലെങ്കിൽ ആക്ടിവേഷൻ എനർജി. ആ ആക്ടിവേഷൻ എനർജിയിൽ എത്തിയതിനു ശേഷമാണ് പിന്നീട് അവർ റിയാക്ട് ചെയ്തിട്ട് 2HI എന്ന് പറയുന്ന പ്രോഡക്റ്റ് ഇവിടെ ഫോം ചെയ്യുന്നത്. അപ്പൊ ആക്ടിവേഷൻ എനർജി എന്താണെന്ന് മനസ്സിലാക്കണം. ഇനി നമുക്ക് ആക്ടിവേഷൻ എനർജി കണ്ടുപിടിക്കാൻ ന്യൂമറിക്കൽ പ്രോബ്ലവും ചോദിച്ചിട്ടുണ്ട്. ഈ ഇക്വേഷൻ ഓർത്ത് വെച്ചിരിക്കുക. ലോഗ് K2/K1 is equal to EA/2.303 R into T2 minus T1 divided by T1 T2. ഇതാണ് എന്ത് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ, ആക്ടിവേഷൻ എനർജി. ലോഗ് K2/K1 is equal to EA/2.303 R into T2 minus T1 divided by T1 T2.
EA ആണ് ആക്ടിവേഷൻ എനർജി. K2 K1 ഒക്കെ റേറ്റ് കോൺസ്റ്റന്റ് നമുക്ക് തരും. R യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റന്റ് ആണ്. 2 ടെമ്പറേച്ചറും തരും, T1 T2. അപ്പൊ നമുക്ക് ആക്ടിവേഷൻ എനർജി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആണിത്. പിന്നെ നമുക്ക് പറയേണ്ടത് എഫക്റ്റ് ഓഫ് കാറ്റലിസ്റ്റ് ആണ്. നോക്കിക്കേ, ഇവിടെ ഈ റിയാക്ഷൻ ഹൈഡ്രജനും അയഡിനും റിയാക്ട് ചെയ്തിട്ട് ഹൈഡ്രജൻ അയഡൈഡ് ഉണ്ടാകുന്നില്ലേ, ഇത് കാറ്റലിസ്റ്റിന്റെ പ്രസൻസ് ഇല്ലാതെ നടന്ന റിയാക്ഷനാ. ഇനി ഞാനിവിടെ ഒരു കാറ്റലിസ്റ്റ് അപ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ റിയാക്ഷൻ താണ്ട് ഇങ്ങനെ ആവും. ഇതെന്താ? പ്രസൻസ് ഓഫ് കാറ്റലിസ്റ്റ് ആണ്. പ്രസൻസ് ഓഫ് കാറ്റലിസ്റ്റ് ആണ്. അതായത് കാറ്റലിസ്റ്റിന്റെ പ്രസൻസിൽ ഒരു റിയാക്ഷൻ നടക്കുമ്പോൾ അവിടെ അത് ആക്ടിവേഷൻ എനർജി കുറയ്ക്കുന്നു. ഇവിടെ ആക്ടിവേഷൻ എനർജി കുറഞ്ഞില്ലേ? ഇവിടുത്തെ ആക്ടിവേഷൻ എനർജി നോക്കിക്കേ, ഇത്രയേ ഉള്ളൂ ഇവിടുത്തെ ആക്ടിവേഷൻ എനർജി. അപ്പൊ കാറ്റലിസ്റ്റിന്റെ പ്രസൻസിൽ ആക്ടിവേഷൻ എനർജി കുറച്ചിട്ട് ആ പാത്തിലൂടെയാണോ പ്രൊഡക്റ്റ് ഫോം ചെയ്തത്? അല്ല, മറ്റൊരു ഓൾട്ടർനേറ്റ് പാത്തിലൂടെ അല്ലേ. അപ്പൊ കാറ്റലിസ്റ്റിന്റെ പ്രസൻസിൽ ആക്ടിവേഷൻ എനർജി കുറഞ്ഞിട്ട് ഓൾട്ടർനേറ്റ് പാത്തിലൂടെ എന്ത് ചെയ്യുന്നു? പ്രൊഡക്റ്റ് ഫോം ചെയ്യുന്നു. അപ്പൊ ആ 2 പോയിന്റ് ഓർത്ത് വെച്ചിരിക്കുക. കാറ്റലിസ്റ്റ് ആക്ടിവേഷൻ എനർജി കുറയ്ക്കുന്നു, ഓൾട്ടർനേറ്റ് പാത്തിലൂടെ പ്രൊഡക്റ്റ് ഫോം ചെയ്യുന്നു. അതാണ് എന്തിന്റെ പ്രസൻസ്? കാറ്റലിസ്റ്റിന്റെ പ്രസൻസിൽ നടക്കുന്ന റിയാക്ഷൻ. ഇത് പ്രസൻസിൽ, ഇത് വിത്തൗട്ട് പ്രസൻസിൽ. പിന്നെ നമ്മുടെ കൊളിഷൻ തിയറി എന്താണെന്ന് വെച്ചാൽ നമുക്കറിയാം, മോളിക്യൂൾസ് കൊളൈഡ് ചെയ്തിട്ടാണ് എന്ത് ഫോം ചെയ്യുന്നത്? പ്രൊഡക്റ്റുകൾ ഫോം ചെയ്യുന്നത് മോളിക്യൂൾസ് കൊളൈഡ് ചെയ്തിട്ടാണ്. എന്നാൽ എല്ലാ കൊളീഷൻസും എന്തിന് കാരണമാകുന്നില്ല? എഫക്റ്റീവ് കൊളീഷൻസ് ആകുന്നില്ല. അങ്ങനെ എഫക്റ്റീവ് ആയിട്ട് കൊളീഷൻ നടക്കണമെങ്കിൽ ആ മോളിക്യൂൾസിന് ഒരു മിനിമം എനർജി വേണം. അതിനെ നമ്മൾ ത്രെഷോൾഡ് എനർജി എന്നാണ് പറയുന്നത്. ഇതിനെയാണ് കൊളീഷൻ തിയറി എന്ന് പറയുന്നത്. അപ്പൊ മോളിക്യൂൾസ് ഒരു കെമിക്കൽ റിയാക്ഷൻ നടക്കണമെങ്കിൽ അതിനകത്തുള്ള റിയാക്ടിങ് മോളിക്യൂൾസ് കൊളൈഡ് ചെയ്യണം. എല്ലാ കൊളീഷൻസും എഫക്റ്റീവ് ആകണമെന്നില്ല. അങ്ങനെ എഫക്റ്റീവ് ആകണമെന്നുണ്ടെങ്കിൽ ആ മോളിക്യൂൾസിന് ഒരു മിനിമം ത്രെഷോൾഡ് എനർജി വേണം. ഈ തിയറിക്ക് നമ്മൾ പറയുന്ന പേരാണ് എന്ത്? കൊളിഷൻ തിയറി. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ കെമിക്കൽ കൈനറ്റിക്സ് എന്ന് പറയുന്ന 3ാമത്തെ ചാപ്റ്ററിൽ ഉറപ്പായിട്ടും ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണാവുന്ന ക്വസ്റ്റ്യൻസ്. ഏതൊക്കെയാ? കെമിക്കൽ റിയാക്ഷന്റെ റേറ്റ്, അതിനെ അഫക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സ്, ഇൻസ്റ്റന്റേനിയസ് റേറ്റും ആവറേജ് റേറ്റും അപ്ലൈ ചെയ്യാൻ റേറ്റ് ലോ എക്സ്പ്രഷൻ, ഓർഡറും മോളിക്കുലാരിറ്റിയും തമ്മിലുള്ള ഡിഫറൻസ്, റേറ്റ് കോൺസ്റ്റന്റിന്റെ യൂണിറ്റ് ഓരോ 0യിലും 1ലും 2ലും ഏത് ഓർഡർ ആണെങ്കിലും റേറ്റ് കോൺസ്റ്റന്റിന്റെ യൂണിറ്റ്, ഫസ്റ്റ് ഓർഡറിന്റെ 0 ഓർഡറിന്റെ ഇന്റഗ്രേറ്റഡ് റേറ്റ് ഇക്വേഷൻ, സ്യൂഡോ ഫസ്റ്റ് ഓർഡർ റിയാക്ഷനും എക്സാമ്പിളും, ഹാഫ് ലൈഫ് പീരീഡ്, ഫസ്റ്റിന്റെ 0യുടെയും ഹാഫ് ലൈഫ് പീരീഡ് എന്താണെന്നുള്ള ഡെഫിനിഷനും അതിന്റെ ഡെറിവേഷനും, അറീനിയസ് ഇക്വേഷൻ, അതിനകത്ത് ടേംസ് എക്സ്പ്ലനേഷൻ, ആക്ടിവേഷൻ എനർജിയുടെ ഡെഫിനിഷൻ, കാറ്റലിസ്റ്റിന്റെ എഫക്റ്റിൽ നടക്കുന്ന റിയാക്ഷനിൽ ആക്ടിവേഷൻ എനർജി കുറഞ്ഞിട്ട് ഓൾട്ടർനേറ്റ് പാത്തിലൂടെ പ്രൊഡക്റ്റ് ഫോം ചെയ്യുന്നു. പിന്നെ കൊളിഷൻ തിയറി, പിന്നെ ആക്ടിവേഷൻ എനർജി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ log K2/K1 = EA/2.303 R × T2 - T1 / T1 T2. അപ്പൊ ഈ ക്വസ്റ്റ്യൻസിൽ ഏതെങ്കിലുമൊക്കെ ക്വസ്റ്റ്യൻസ് നമ്മുടെ ഓണോ എക്സാമിന് ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടായിരിക്കും. ഓക്കെ അല്ലേ? ഇത്രയും കാര്യങ്ങള് ഓക്കെ. നമ്മൾ ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നത് 2025 ഓണോ എക്സാമിന്റെ 100% ഉറപ്പായ ക്വസ്റ്റ്യൻസിന്റെ വീഡിയോസ് ആണ്. അതായത് നമ്മൾ ഓൾറെഡി നമ്മുടെ ഓണോ എക്സാമിന് 4 ചാപ്റ്ററാണെന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. സൊല്യൂഷൻസ്, ഇലക്ട്രോ കെമിസ്ട്രി, കെമിക്കൽ കൈനറ്റിക്സ്, D ആൻഡ് F ബ്ലോക്ക് എലമെന്റ്സ്. ഈ 4 ഇനോർഗാനിക് പാർട്ടിൽ നിന്നാണ് നമുക്ക് ഓണോ എക്സാമിന് ക്വസ്റ്റ്യൻസ് വരുന്നത്. അപ്പം ഓൾറെഡി നമ്മുടെ സൊല്യൂഷൻസ് എന്ന് പറയുന്ന ചാപ്റ്ററിലെ 100% നമ്മുടെ ഓണോ എക്സാമിന് ചോദിക്കാവുന്ന ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉറപ്പായിട്ടും കാണുന്ന ക്വസ്റ്റ്യൻസ് ആണ് സൊല്യൂഷൻസിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഇലക്ട്രോ കെമിസ്ട്രിയിലെ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തു, കെമിക്കൽ കൈനറ്റിക്സിലെ ക്വസ്റ്റ്യൻസും ഡിസ്കസ് ചെയ്തു. ഇപ്പം നമ്മളിതാ 4ാമത്തെ ചാപ്റ്ററാണ് നമ്മുടെ ഓണോ എക്സാമിൻ്റെ ലാസ്റ്റ് ചാപ്റ്ററായ D ആൻഡ് F ബ്ലോക്ക് എലമെന്റ്സ് ആണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പറയാനായിട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം ക്വസ്റ്റ്യൻസിലേക്ക്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഡി ബ്ലോക്ക് എലമെന്റ്സിന്റെ ചില പ്രോപ്പർട്ടീസ് ഉണ്ട്. അതായത് ഡി ബ്ലോക്ക് എലമെന്റ്സിന്റെ ജനറൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നമുക്ക് എങ്ങനെ എഴുതാം? ഡി ബ്ലോക്ക് എന്ന് പറയുമ്പോൾ അതിനകത്തുള്ള ലാസ്റ്റ് ഇലക്ട്രോൺ ഏത് ഷെല്ലിലേക്കായിരിക്കും ഫില്ല് ചെയ്യപ്പെടുന്നത്? ഡി സബ് ഷെല്ലിലേക്കായിരിക്കുമല്ലോ. അപ്പോൾ അവരുടെ ജനറൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്തായിരിക്കും? നമ്മൾ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുന്ന ടൈമിൽ NS2 എന്ന് എഴുതിയിട്ട് ബാക്കിലല്ലേ ഡി സബ് ഷെല്ല്, പെനൾട്ടിമേറ്റ് ഷെൽ സബ് ഷെല്ലിലേക്കല്ലേ നമ്മുടെ ഡിയിലെ ലാസ്റ്റ് ഇലക്ട്രോണുകൾ ആഡ് ചെയ്യപ്പെടുന്നത്. അത് നമ്മൾ N ഇതാണെങ്കിൽ ഇതെന്താ N-1 D ആയിരിക്കും. ഡിക്കകത്ത് 1 മുതൽ 10 വരെ ഇലക്ട്രോണുകളെ ഉൾക്കൊള്ളാം. ഈ എസിലാണെങ്കിലോ 1 to 2. ഇതാണ് ഡി ബ്ലോക്ക് എലമെന്റിന്റെ ജനറൽ ആയിട്ടുള്ള ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. N-1 D⁻1 to 10, NS⁻1 to 2. നമ്മൾ 4 ഇങ്ങനെയല്ലേ എഴുതുന്നത്.
ഇത് 4s ആണെങ്കിൽ ഇതെന്തായിരിക്കും 3d ആയിരിക്കും. ഇത് 5s ആണെങ്കിൽ ഇതെന്തായിരിക്കും 4d ആയിരിക്കും എന്നാണ് അതിനർത്ഥം. അപ്പോൾ ഈ എലമെന്റുകൾ കളേർഡ് കോംപ്ലക്സ് മോളിക്യൂൾസ് ഫോം ചെയ്യുന്നുണ്ട്. എന്തുകൊണ്ടാണ് അവർ കോംപ്ലക്സ് മോളിക്യൂൾസ് ഫോം ചെയ്യുന്നത്? അവരുടെ എന്ത് പ്രോപ്പർട്ടിയാണ് ഈ കോംപ്ലക്സ് മോളിക്യൂൾ ഫോം ചെയ്യാനുള്ള കാരണം? നമുക്കറിയാവുന്ന കാര്യം തന്നെയാണ്. ഈ ഡി ബ്ലോക്ക് എലമെന്റ്സ്, ഈ ട്രാൻസിഷൻ എലമെന്റ്സ് എന്ന് പറഞ്ഞാൽ സ്മോൾ സൈസ് ആയിരിക്കും. എന്താ കോംപ്ലക്സ് ഫോം ചെയ്യാനുള്ള ഒന്നാമത്തെ കാരണം എന്താ? അവർ സ്മാൾ സൈസ് ആണ്. പിന്നെ ഹൈ അയോണിക് ചാർജ് ഉണ്ട്. പിന്നെ വേക്കൻറ്റ് ഡി ഓർബിറ്റൽ ഉണ്ട്, അല്ലെങ്കിൽ പാർഷ്യലി ഫിൽഡ് ഡി ഓർബിറ്റലിന്റെ പ്രസൻസ് എന്ന് നമുക്ക് പറയാം. അപ്പോൾ എന്താ ഡി ബ്ലോക്ക് എലമെന്റ്സ് കോംപ്ലക്സ് ഫോം ചെയ്യാനുള്ള മെയിൻ ആയിട്ടുള്ള കാരണങ്ങൾ എന്തൊക്കെയാ? ഒന്നാമത്തെ കാരണം ഈ ട്രാൻസിഷൻ എലമെന്റ്സ് സ്മാൾ സൈസ് ആണ്. രണ്ടെന്താ അവർക്ക് ഹൈ അയോണിക് ചാർജ് ഉണ്ട്. പിന്നെന്താ വേക്കൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ പാർഷ്യലി ഫിൽഡ് ആയിട്ടുള്ള ഡി ഓർബിറ്റലിന്റെ പ്രസൻസ്. ഈ കാരണങ്ങൾ കൊണ്ടാണ് അവർ കോംപ്ലക്സ് മോളിക്യൂൾസ് ഫോം ചെയ്യുന്നത്. ഒരു 2 പോയിന്റ് പഠിച്ചു വെച്ചിരിക്കുക. രണ്ടാമത്തെ നമ്മുടെ ക്വസ്റ്റ്യൻ, ഇവർ കാറ്റലിസ്റ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. ഡി ബ്ലോക്ക് എലമെന്റ്സ് ഒരുപാട് പ്രിപ്പറേഷനിൽ, ഒരുപാട് റിയാക്ഷൻസിൽ കാറ്റലിസ്റ്റ് ആയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? യൂസ് ചെയ്യുന്നുണ്ട്. കാറ്റലിസ്റ്റ് എന്താണെന്ന് നമുക്കറിയാം. റിയാക്ഷന്റെ റേറ്റിനെ കൺട്രോൾ ചെയ്യുന്നവരെയല്ലേ നമ്മൾ കാറ്റലിസ്റ്റ് എന്ന് പറയുന്നത്. ആ റിയാക്ഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാതെ റിയാക്ഷന്റെ റേറ്റിനെ കൺട്രോൾ ചെയ്യുന്നവരെയാണ് നമ്മൾ കാറ്റലിസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ഈ ട്രാൻസിഷൻ എലമെന്റ്സ് എന്തിനായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്? കാറ്റലിസ്റ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. എന്തായിരിക്കാം കാറ്റലിസ്റ്റ് ആയിട്ട് യൂസ് ചെയ്യാനുള്ള കാരണം? അതായത് വേരിയബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കുന്നുണ്ട് ഇവര്. വേരിയബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ്, ഡിഫറെന്റ് ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കുന്നുണ്ട്. അതുകൂടാതെ നല്ല ലാർജ് സർഫസ് ഏരിയ ഉണ്ട് ഇവർക്ക്. എന്താ ഡിഫറെന്റ് ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കുന്നുണ്ട്, ലാർജ് സർഫസ് ഏരിയ ഉണ്ട്. പിന്നെ നമ്മൾ ഈ പറഞ്ഞ സ്മാൾ സൈസ്, അതുമൊക്കെ കാരണങ്ങളായിട്ട് നമുക്ക് പറയാം. എന്തായിട്ട് യൂസ് ചെയ്യാനുള്ള കാരണങ്ങളാ? കാറ്റലിസ്റ്റ് ആയിട്ട് യൂസ് ചെയ്യാനുള്ള കാരണങ്ങളാണ് എന്താ? സർഫസ് ഏരിയ. ഒന്നെന്താ? സർഫസ് ഏരിയ, ലാർജ് സർഫസ് ഏരിയ ഉണ്ട് ഇവർക്ക്. പിന്നെന്താ നമ്മൾ പറഞ്ഞത്? ലാർജ് സർഫസ് ഏരിയ ഉണ്ട്. പിന്നെന്താ? സ്മാൾ സൈസ് ആണ്. അപ്പോൾ ഈ കാരണങ്ങളൊക്കെ കൊണ്ട് ഇതിനെ നമ്മൾ എന്തായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്? കാറ്റലിസ്റ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ അല്ലേ? അടുത്ത നമ്മുടെ മൂന്നാമത്തെ കാര്യം, എന്തായിരിക്കാം വേരിയബിൾ ആയിട്ടുള്ള ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കുന്നത്? അത് നമുക്കറിയാം. നമ്മൾ ഈ പറഞ്ഞ ജനറൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷനിലേക്ക് നോക്കുകയാണെങ്കിൽ നമ്മുടെ ഔട്ടർ മോസ്റ്റ് എസ് സബ്ഷെല്ലും ആ പെനൾട്ടിമേറ്റ് ഡി സബ്ഷെല്ലും തമ്മിലുള്ള എനർജി ഡിഫറൻസ് എന്ന് പറയുന്നത് വളരെ ലോ ആയിരിക്കും. അതായത് അവർ തമ്മിൽ ഉള്ള എനർജിയിലെ ആ വ്യത്യാസം വളരെ കുറവായിരിക്കും. അതുകൊണ്ട് ഒരു കെമിക്കൽ റിയാക്ഷൻ നടക്കുന്ന ടൈമിൽ നമ്മുടെ എസ് ഓർബിറ്റലും ഡി ഓർബിറ്റലിനും വേണമെങ്കിൽ എന്ത് ചെയ്യാം? റിയാക്ഷനിൽ പങ്കെടുക്കാം. അപ്പം ഇവർ തമ്മിലുള്ള ഔട്ടർ മോസ്റ്റ് എസ് ആൻഡ് ഡി സബ്ഷെല്ല് തമ്മിലുള്ള എനർജി ഡിഫറൻസ് ഈസ് വെരി ലോ ആണ്. അതുകൊണ്ട് സോ ദേ ക്യാൻ ബോത്ത് ഓൾസോ ടേക്ക് പാർട്ട് ഇൻ കെമിക്കൽ റിയാക്ഷൻ. രണ്ടുപേർക്കും എന്ത് ചെയ്യാൻ പറ്റും? കെമിക്കൽ റിയാക്ഷനിൽ പങ്കെടുക്കാൻ കഴിയും. അതുകൊണ്ടാണ് അവർ ഏത് ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കുന്നത്? വേരിയബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കുന്നത്. ഓക്കെ അല്ലേ? അടുത്ത നമ്മൾ യൂസസ് പറയുകയാണെങ്കിൽ ഒരുപാട് യൂസസ് പറയുന്നുണ്ട്. 2 യൂസസ് നമ്മൾ പഠിച്ചു വെച്ചാൽ മതി. ഒന്ന് ഞാനിപ്പം തന്നെ പറഞ്ഞു, കാറ്റലിസ്റ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നെന്ന് പറഞ്ഞില്ലേ? ട്രാൻസിഷൻ എലമെന്റ്സ് കാറ്റലിസ്റ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ മറ്റൊരു യൂസ് എന്ന് പറഞ്ഞാൽ നമ്മൾ സിൽവർ ഒരു ട്രാൻസിഷൻ എലമെന്റ് ആണ്. സിൽവർ നമ്മൾ ഫോട്ടോഗ്രാഫിയിലൊക്കെ എന്ത് യൂസ് ചെയ്യുന്നുണ്ട്? സിൽവർ യൂസ് ചെയ്യുന്നുണ്ട്. യുറേനിയം ഒരു ട്രാൻസിഷൻ എലമെന്റ് ആണ്. അത് നമ്മൾ ന്യൂക്ലിയർ റിയാക്ടറുകളിലൊക്കെ എന്താണ് യൂസ് ചെയ്യുന്നത്? യുറേനിയം ആണ് യൂസ് ചെയ്യുന്നത്. പിന്നെന്താ നമ്മുടെ അയൺ, അലൂമിനിയം, ഇതെല്ലാം ട്രാൻസിഷൻ എലമെന്റ്സ് ആണ്. അതൊക്കെ നമ്മൾ കൺസ്ട്രക്ഷൻ ആക്ടിവിറ്റീസിനൊക്കെ വേണ്ടി കൺസ്ട്രക്ഷൻ മെറ്റീരിയൽസ് ആയിട്ടൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? ഉപയോഗിക്കുന്നുണ്ട്. 2 യൂസസ് എന്ത് ചെയ്യത്തുള്ളൂ? നമുക്ക് ചോദിക്കത്തുള്ളൂ. അപ്പോൾ 2 യൂസ് എന്ത് ചെയ്യുക? പഠിക്കുക. നെക്സ്റ്റ് നമുക്ക് പറയാനുള്ളത് മാഗ്നറ്റിക് ക്യാരക്ടറിനെ കുറിച്ചാണ്. മാഗ്നറ്റിക് ക്യാരക്ടർ 2 ടൈപ്പ് ഉണ്ടെന്ന് നമുക്കറിയാം. ഏതൊക്കെയാണ് മാഗ്നറ്റിക് ക്യാരക്ടർ? ഒന്ന് പാരാമാഗ്നറ്റിക്, അടുത്ത എന്താ? ഡയാമാഗ്നറ്റിക്. പാരാമാഗ്നറ്റിക്കും ഡയാമാഗ്നറ്റിക്കും അത് നമുക്ക് നോക്കാം. നമുക്കൊരു ട്രാൻസിഷൻ എലമെന്റ് തന്നാൽ അത് ഡയാമാഗ്നറ്റിക് ആണോ അല്ലെങ്കിൽ പാരാമാഗ്നറ്റിക് ആണോ എന്നും ചോദിച്ചിട്ടുണ്ട്. അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അതായത് നമുക്കിപ്പം തന്നിരിക്കുന്നത് ഒരു CO2+ ആണെന്ന് വിചാരിച്ചോ. CO ആരാ? കൊബാൾട്ട് ആണ്. അപ്പം അറ്റോമിക് നമ്പർ അറിയണം. കൊബാൾട്ടിന്റെ അറ്റോമിക് നമ്പർ എന്ന് പറഞ്ഞാൽ 27 ആണ്. കൊബാൾട്ടിന്റെ അറ്റോമിക് നമ്പർ എത്രയാ?
27 ആണ്. അപ്പോൾ നമ്മൾ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതാൻ വേണ്ടി ഷോർട്ട് ഫോം നമുക്ക് യൂസ് ചെയ്യാം. ആർഗൺ എഴുതാമല്ലോ. ആർഗൺ എന്ന് എഴുതിയാൽ എത്ര ഇലക്ട്രോൺ ആയി? 18 ഇലക്ട്രോൺ ആയി. ആർഗണിന് ശേഷം തുടങ്ങേണ്ടത് 4sലാണെന്ന് നമുക്കറിയാം. അപ്പോൾ 18 രണ്ടും 20, 27 ഇലക്ട്രോണുകളുണ്ട് കൊബാൾട്ടിന്. അപ്പോൾ 4s കഴിഞ്ഞ് എങ്ങോട്ട് വരും? 7ലേക്ക് വരും. അപ്പോൾ ആർഗൺ എഴുതി കഴിഞ്ഞാൽ 4sലാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. 4s കഴിഞ്ഞാൽ നെക്സ്റ്റ് എന്താണ്? 3d ആണെന്നറിയാം. അപ്പോൾ ആർഗൺ എന്ന് വെച്ചാൽ 18 ഇലക്ട്രോൺ ആയി. 18 രണ്ടും 27. പക്ഷെ നമുക്ക് തന്നിരിക്കുന്നത് CO2+ ആ. എന്ന് വെച്ചാൽ കൊബാൾട്ട് 2 ഇലക്ട്രോണുകളെ കൊടുത്തിട്ട് ഡൊണേറ്റ് ചെയ്തിട്ട് അത് അയോൺ ആയിട്ട് മാറിയേക്കുക. അപ്പോൾ ഈ 2 ഇലക്ട്രോണുകളെ എന്ത് ചെയ്യണം? കളയണം. എവിടെ നിന്നായിരിക്കും 2 ഇലക്ട്രോണുകൾ പോകുന്നത്? നമ്മുടെ ഔട്ടർ മോസ്റ്റ് സബ്ഷെല്ലായ 4sൽ നിന്നായിരിക്കുമല്ലോ. അപ്പോൾ 4s 0 എന്നാണ് ആരുടെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ വരുന്നത്? CO2+ന്റെ വരുന്നത്. നോക്കിക്കേ, അപ്പോൾ 4s വരയ്ക്കേണ്ട ആവശ്യമില്ല. ഔട്ടർ മോസ്റ്റ് എടുത്താൽ മതി. 3Dയിൽ എത്ര ഇലക്ട്രോൺ ഉണ്ട്? 7 ഇലക്ട്രോൺ ഉണ്ട്. അത് നമുക്ക് ആ d ഓർബിറ്റലിലേക്ക് ഒന്ന് അറേഞ്ച് ചെയ്ത് നോക്കാം. അറേഞ്ച് ചെയ്യുന്നത് എങ്ങനെ? 5 ഓർബിറ്റലുകൾ ചേരുന്നതല്ലേ d? മൊത്തം 10 ഇലക്ട്രോൺ അല്ലേ ഉൾക്കൊള്ളുന്നത്? നോക്ക്, 5 ഓർബിറ്റലുകൾ ചേരുന്നതല്ലേ d? അപ്പോൾ 7 എണ്ണം. 7 എണ്ണത്തിന് നമ്മൾ എങ്ങനെ കൊടുക്കും? ആദ്യം നമ്മൾ ഓരോന്നിലും സിംഗിളി ഒക്യുപ്പൈ ചെയ്യും, എന്നിട്ട് ബാക്കി ഉള്ളത് പെയർ ചെയ്യും. അപ്പൊ ഇങ്ങനല്ലേ 7 ഇലക്ട്രോണുകൾ അറേഞ്ച് ചെയ്യുന്നത്? 1 2 3 4 5 6 7. നോക്കിക്കേ, ഇതിനകത്തുള്ള അൺപെയർഡ് ഇലക്ട്രോണുകളുടെ എണ്ണമാണ് നമുക്ക് വേണ്ടത്. എത്ര അൺപെയർഡ് ഇലക്ട്രോണുകളുണ്ട്? അൺപെയർഡ് ഇലക്ട്രോണുകളുടെ എണ്ണമാണ് നമുക്ക് വേണ്ടത്. ഇവിടെ എത്ര അൺപെയർഡ് ഇലക്ട്രോണുകളുണ്ട്? 3 അൺപെയർഡ് ഇലക്ട്രോണുകളുണ്ട്. ഈ അൺപെയർഡ് ഇലക്ട്രോണുകളുടെ എണ്ണം നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്ന ലെറ്റർ സ്മാൾ ലെറ്റർ n ആണ്. അപ്പോൾ ഇതിന്റെ മാഗ്നറ്റിക് ക്യാരക്ടർ കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഇക്വേഷൻ എന്താണെന്ന് ചോദിച്ചാൽ √n × n+2 ആണ്. √n × n+2 ആണ്. അപ്പൊ നോക്കിക്കേ, n നമുക്ക് കിട്ടിയല്ലോ. √3 × 3+2 എന്ത് വരും? √3 × 5 √15 എന്ന് വരും. യൂണിറ്റ് ബോർ മാഗ്നെറ്റോൺ BM എന്നാണ്. അപ്പം തന്നിരിക്കുന്ന എന്താ എലമെന്റിന്റെ മാഗ്നറ്റിക് മൊമെന്റ് കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് ചോദിക്കാം. മാഗ്നറ്റിക് നേച്ചർ പറയുമ്പോൾ നമുക്ക് എന്ത് പറയാം? ഇത് അൺപെയർഡ് ഇലക്ട്രോണുകളുടെ പ്രസൻസ് ഉള്ളത് കൊണ്ട് ഇത് ഏത് മാഗ്നറ്റിക് ക്യാരക്ടർ കാണിക്കും? പാരാമാഗ്നറ്റ് ആയിരിക്കും എന്ന് പറയാം. എല്ലാ ഇലക്ട്രോൺസും പെയർഡ് ആണെങ്കിൽ നമ്മൾ അതിനെ ഡയാമാഗ്നറ്റ് എന്നാണ് പറയുന്നത്. അൺപെയർഡ് ഇലക്ട്രോണുകളുടെ പ്രസൻസ് ഉണ്ടെങ്കിൽ അത് എന്തായിരിക്കും? പാരാമാഗ്നറ്റിക് ആയിരിക്കും. അപ്പൊ നമുക്ക് മാഗ്നറ്റിക് ക്യാരക്ടറും പറയാൻ പറ്റി, അതുപോലെ തന്നെ എന്ത് കണ്ടുപിടിക്കാനും പറ്റി? ഇവിടെ നിന്ന് മാഗ്നറ്റിക് മൊമെന്റ് കണ്ടുപിടിക്കാനും പറ്റി. മാഗ്നറ്റിക് മൊമെന്റും കണ്ടുപിടിക്കാനും പറ്റി. അതിനുവേണ്ടി യൂസ് ചെയ്യുന്ന ഇക്വേഷനാണ് √n × n+2. n എന്ന് പറഞ്ഞാൽ എന്തിന്റെ എണ്ണമാണ്? അൺപെയർഡ് ഇലക്ട്രോണുകളുടെ എണ്ണമാണ്. അത് നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കണം? അതിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതിയിട്ട് ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ നമ്മൾ റെപ്രസെന്റ് ചെയ്ത് നോക്കണം. അപ്പൊ നമുക്കറിയാം അവിടെ എത്ര അൺപെയർഡ് ഇലക്ട്രോണുകൾ ഉണ്ടെന്ന്. അതിനെയാണ് n എന്ന് പറയുന്ന ലെറ്റർ കൊണ്ട് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പൊ √n × n+2 എന്ന് പറയുന്ന ഇക്വേഷൻ യൂസ് ചെയ്തിട്ട് നമുക്ക് അതിന്റെ മാഗ്നറ്റിക് മൊമെന്റം കണ്ടുപിടിക്കാനായിട്ട് കഴിയും. ഇവിടെ നമ്മുടെ കൊബാൾട്ട് 2+ന് കിട്ടിയേക്കുന്നത് √15 ബോർ മാഗ്നെറ്റോൺ എന്നാണ്. അപ്പൊ ഓക്കെ അല്ലേ? ഇത് മനസ്സിലാവുന്നുണ്ടല്ലോ. അപ്പൊ 5 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. എന്തൊക്കെയാ ഒന്ന് നോക്കിക്കേ. കോംപ്ലക്സ് ഫോം ചെയ്യാനുള്ള മെയിൻ ആയിട്ടുള്ള റീസൺ എന്ന് പറയുന്നത് എന്തൊക്കെയായിരുന്നു? കോംപ്ലക്സ് ഫോം ചെയ്യാനുള്ള മെയിൻ ആയിട്ടുള്ള റീസണ് അവർ വേരിയബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കുന്നുണ്ട്, അവരുടെ സൈസ് സ്മോൾ ആണ്, ഹൈ അയോണിക് ചാർജ് ആണ്, പാർഷ്യലി ഫിൽഡ് ഡി ഓർബിറ്റലുകളുടെ പ്രസൻസ് ഉണ്ട്. ഒരു 2 പോയിന്റ് എങ്കിലും ഓർത്ത് വെച്ചിരിക്കുക. രണ്ടാമത്തെ എന്തായിരുന്നു? കാറ്റലിസ്റ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നെന്ന് പറഞ്ഞു. കാറ്റലിസ്റ്റ് ആയിട്ട് യൂസ് ചെയ്യാൻ കാരണവും അവർ വേരിയബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കുന്നുണ്ട്. അത് കൂടാതെ തന്നെ അവർക്ക് ലാർജ് സർഫസ് ഏരിയ ആണ്, വേക്കന്റ് ഡി ഓർബിറ്റൽ അല്ലെങ്കിൽ പാർഷ്യലി ഫിൽഡ് ഡി ഓർബിറ്റലിന്റെ പ്രസൻസ് ഉണ്ട്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നമ്മൾ പറഞ്ഞ വേരിയബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കാനുള്ള കാരണം ഔട്ടർ മോസ്റ്റ് എസും ഡി സബ്ഷെല്ലും തമ്മിലുള്ള എനർജി ഡിഫറൻസ് വളരെ ലോ ആണ്. അതുകൊണ്ടൊരു കെമിക്കൽ റിയാക്ഷൻ നടക്കുന്ന സമയത്ത് ഈ 2 സബ്ഷെല്ലുകൾക്കും ആ റിയാക്ഷനിൽ എന്ത് ചെയ്യാനായിട്ട് പറ്റും? 2 സബ്ഷെല്ലുകളിലുള്ള ഇലക്ട്രോണുകൾക്കും ഈ റിയാക്ഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ട് കഴിയും. അവർ തമ്മിലുള്ള എനർജി ഡിഫറൻസ് ലോ ആണ്. സോ ദേ ബോത്ത് ടേക്ക് പാർട്ട് ഇൻ കെമിക്കൽ റിയാക്ഷൻ. വേണമെങ്കിൽ 2 പേർക്കും എന്ത് ചെയ്യാം? റിയാക്ഷനിൽ പങ്കെടുക്കാം. അതുകൊണ്ടാണ് വേരിയബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കുന്നത്. പിന്നെ നമ്മൾ പറഞ്ഞ യൂസസ് ആണ്. കാറ്റലിസ്റ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്, പിന്നെ നമ്മുടെ സിൽവർ ഫോട്ടോഗ്രാഫിയിൽ യൂസ് ചെയ്യുന്നുണ്ട്, യുറേനിയം ന്യൂക്ലിയർ റിയാക്ടറുകളിൽ യൂസ് ചെയ്യുന്നുണ്ട്, പിന്നെ അയൺ അലൂമിനിയം ഒക്കെ കൺസ്ട്രക്ഷൻ മെറ്റീരിയൽസ് ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്.
പിന്നെ നമ്മൾ പറഞ്ഞത് മാഗ്നറ്റിക് ക്യാരക്ടർ ആണ്. പെയർഡ് ഇലക്ട്രോൺ ആണ്, മൊത്തം പെയർഡ് ഇലക്ട്രോൺ ആണെങ്കിൽ ഡയാമാഗ്നറ്റ് ആയിരിക്കും. അൺപെയർഡ് ഇലക്ട്രോണുകളുടെ പ്രസൻസ് വന്നാൽ അത് പാരാമാഗ്നറ്റിക് ക്യാരക്ടർ കാണിക്കുന്നു. മാഗ്നറ്റിക് മൊമെന്റം കണ്ടുപിടിക്കാൻ നമ്മൾ യൂസ് ചെയ്യുന്ന ഇക്വേഷൻ √n+2 ആണ്. n എന്ന് പറഞ്ഞാൽ അൺപെയർഡ് ഇലക്ട്രോണുകളുടെ എണ്ണമാണ്. ഒരു എലമെന്റ്, ഒരു ട്രാൻസിഷൻ മെറ്റൽ തന്നിരുന്നാൽ ആദ്യം അതിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതണം. കൊബാൾട്ട് 2+ ആണ് തന്നിരിക്കുന്നത്. കൊബാൾട്ടിന്റെ അറ്റോമിക് നമ്പർ 27 ആണ്. കൊബാൾട്ട് 2+ എന്ന് പറഞ്ഞാൽ 2 ഇലക്ട്രോണുകൾ നഷ്ടമായിട്ടിരിക്കുകയാണ്. കൊബാൾട്ടിന്റെ 27 ആണ്. അത് വെച്ച് നമ്മൾ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതിയാൽ ആർഗൺ 18 ഇലക്ട്രോൺ, ഫോറസിൽ 2, 20, 3d7 അങ്ങനെയാണ് വരുന്നത്. പക്ഷെ 2+ ആയതുകൊണ്ട് ഫോറസിൽ നിന്ന് 2 ഇലക്ട്രോണുകളെ നമ്മൾ ലോസ് ചെയ്യും. അപ്പോൾ 4s0 3d7 എന്നാണ് വരുന്നത്. 3Dയിലെ ഇലക്ട്രോണുകളെ അറേഞ്ച് ചെയ്താൽ അതിനകത്ത് 3 അൺപെയർഡ് ഇലക്ട്രോണുകൾ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ n-ന് 3 എന്ന് വാല്യൂ കൊടുത്താൽ ഇക്വേഷൻ √3 × 3+2 എന്ന് വരും. √3 × 5 √15 ആണ്. അത്രയും ബോർ മാഗ്നറ്റോൺ ആണ് കൊബാൾട്ട് 2+ന്റെ മാഗ്നറ്റിക് മൊമെന്റ്. ഇത്രയും കാര്യങ്ങളൊക്കെ അല്ലേ. നെക്സ്റ്റ് ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഇമ്പോർട്ടൻ്റ് ആണ്. പൊട്ടാസ്യം ഡൈക്രോമേറ്റിന്റെ പ്രിപ്പറേഷൻ ഒരുപാട് തവണ റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. പൊട്ടാസ്യം ഡൈക്രോമേറ്റിന്റെ പ്രിപ്പറേഷൻ. പൊട്ടാസ്യം ഡൈക്രോമേറ്റ് എന്താ? K2Cr2O7 ആണ് പൊട്ടാസ്യം ഡൈക്രോമേറ്റ്. K2Cr2O7 ആണ് എന്ത്? പൊട്ടാസ്യം ഡൈക്രോമേറ്റ്. അപ്പൊ എങ്ങനെയാണ് നമ്മൾ പൊട്ടാസ്യം ഡൈക്രോമേറ്റിനെ പ്രിപ്പയർ ചെയ്യുന്നത്? പൊട്ടാസ്യം ഡൈക്രോമേറ്റ് പ്രിപ്പയർ ചെയ്യുന്നത് ഓറാണ്. ഈ FeCr2O4 ഇതിനെ ക്രോമൈറ്റ് ഓർ എന്നാണ് പറയുന്നത്. ക്രോമൈറ്റ് ഓർ എന്നാണ് പറയുന്നത്. FeCr2O4 ക്രോമൈറ്റ് ഓർ ആണ്. അതിനകത്തേക്ക് നമ്മൾ സോഡിയം കാർബണേറ്റ് ആഡ് ചെയ്യും, Na2CO3. പിന്നെന്താ? ഓക്സിജനും. ഓക്സിജന്റെ പ്രസൻസിലാണ് റിയാക്ഷൻ നടക്കുന്നത്, +O2. അപ്പൊ നമുക്ക് കിട്ടുന്ന പ്രോഡക്റ്റ് എന്താണെന്ന് ചോദിച്ചാൽ സോഡിയം ക്രോമേറ്റ് ആണ്. സോഡിയം ക്രോമേറ്റിന്റെ കെമിക്കൽ ഇക്വേഷൻ Na2Cr O4 എന്നാണ്. സോഡിയം ക്രോമേറ്റ് ആണ് കിട്ടുന്നത്. നമ്മൾ മെയിൻ പ്രോഡക്റ്റ് പഠിച്ചാൽ മതി. എക്സാം നമുക്ക് മെയിൻ പ്രോഡക്റ്റ് എഴുതിയാൽ മതി. ബൈ പ്രോഡക്റ്റിന് ഇമ്പോർട്ടൻസ് ഇല്ല. പിന്നെ പഠിക്കാൻ പറ്റുമെങ്കിൽ ബൈ പ്രോഡക്റ്റ് എഴുതുക, ഇല്ലെങ്കിൽ ഈ മെയിൻ പ്രോഡക്റ്റ് എങ്കിലും എന്ത് ചെയ്യുക, മെയിൻ പ്രോഡക്റ്റ് പഠിച്ചു വെച്ചിരിക്കുക. ബൈ പ്രോഡക്റ്റ് ആയിട്ട് നമുക്ക് Fe2O3യും കാർബൺ ഡയോക്സൈഡ് CO2വും കിട്ടുന്നുണ്ട്. അപ്പോൾ ഒന്നാമത്തെ സ്റ്റെപ്പ് എന്താ? ക്രോമൈറ്റ് ഓറിൽ നിന്നാണ് പൊട്ടാസ്യം ഡൈക്രോമേറ്റ് പ്രിപ്പയർ ചെയ്യുന്നത്. ക്രോമൈറ്റ് ഓർ എന്ന് വെച്ചാൽ ആരാണ്? FeCr2O4 ആണ്. ക്രോമൈറ്റ് ഓർ എന്താ? FeCr2O4. അതിനകത്തേക്ക് എന്താ ആഡ് ചെയ്യണം? സോഡിയം കാർബണേറ്റ്. ആരാ സോഡിയം കാർബണേറ്റ്? Na2CO3. ആരുടെ പ്രസൻസിലാ? ഓക്സിജന്റെ പ്രസൻസിൽ, +O2. എന്താ നമുക്ക് പ്രൊഡക്റ്റ് ആയിട്ട് കിട്ടുന്നത്? നമ്മൾ എടുത്തത് ക്രോമൈറ്റ് ഓർ ആണ്. നമുക്ക് സോഡിയം കാർബണേറ്റ് ആഡ് ചെയ്യുമ്പം ഓക്സിജന്റെ പ്രസൻസിൽ സോഡിയം കാർബണേറ്റ് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് സോഡിയം ക്രോമേറ്റ് ആണ്. എങ്ങനെ എഴുതാം സോഡിയം ക്രോമേറ്റിനെ? Fe മാറ്റി Na ആക്കുക, Na2 എന്ന് കൊടുക്കുക. Cr-നൊപ്പം 2 വേണ്ട. അപ്പൊ Na2Cr O4 ആണ് സോഡിയം ക്രോമേറ്റ്. ഇതാണ് എന്ത്? സോഡിയം ക്രോമേറ്റ്. സോഡിയം ക്രോമേറ്റ്. രണ്ടാമത്തെ സ്റ്റെപ്പിൽ ഈ സോഡിയം ക്രോമേറ്റിനെ അസിഡിഫൈ ചെയ്യുന്ന ആസിഡ് ആഡ് ചെയ്യും. സോഡിയം ക്രോമേറ്റ് Na2Cr O4 അല്ലേ, അതിനെ അസിഡിഫൈ ചെയ്യുക, ആസിഡ് ആഡ് ചെയ്യും. ആസിഡ് ആഡ് ചെയ്യുക എന്ന് വെച്ചാൽ H+ ആഡ് ചെയ്യുമല്ലേ. H+ ആഡ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് സോഡിയം ക്രോമേറ്റ് എന്നുള്ളത് സോഡിയം ഡൈക്രോമേറ്റ് ആയിട്ട് മാറും. എന്തായിട്ട് മാറും? സോഡിയം ഡൈക്രോമേറ്റ് ആയിട്ട് മാറും. സോഡിയം ഡൈക്രോമേറ്റ് ആയിട്ട് മാറും. സോഡിയം ഡൈക്രോമേറ്റ് ആയിട്ട് മാറുമ്പം Na2Cr2O7 ആകും. Na2Cr2O7 എന്നാണ് സോഡിയം ഡൈക്രോമേറ്റിന്റെ കെമിക്കൽ ഫോർമുല. ബൈ പ്രോഡക്റ്റ് ആയിട്ട് Na+ഉം വാട്ടറും ഒക്കെ ഫോം ചെയ്യുന്നുണ്ട്. ബൈ പ്രോഡക്റ്റിന് ഇമ്പോർട്ടൻസ് ഇല്ല. അത് എഴുതിയില്ലെങ്കിൽ നമുക്ക് മാർക്കൊക്കെ കിട്ടും. മെയിൻ പ്രോഡക്റ്റ് പഠിക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ 2 സ്റ്റെപ്പ് ഓക്കെ അല്ലേ? ഒന്നാമത്തെ സ്റ്റെപ്പിൽ നമ്മുടെ ക്രോമൈറ്റ് ഓർ ആണ്. ക്രോമൈറ്റ് ഓർ എന്ന് പറയുന്നത് FeCr2O4 ആണ്. അതിനകത്തേക്ക് Na2CO3 എന്ന് പറയുന്ന സോഡിയം കാർബണേറ്റ് ആഡ് ചെയ്യുന്നു ഓക്സിജന്റെ പ്രസൻസിൽ. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? സോഡിയം ക്രോമേറ്റ് കിട്ടും. സോഡിയം ക്രോമേറ്റ് എന്ന് പറയുന്നത് Na2Cr O4 ആണ്. ആ സോഡിയം ക്രോമേറ്റിനെ അസിഡിഫൈ ചെയ്യും, H+ ആഡ് ചെയ്യും. അപ്പം നമുക്ക് സോഡിയം ഡൈക്രോമേറ്റ് കിട്ടും. അത് Na2Cr2O7 ആണ്. എന്ത്? സോഡിയം ഡൈക്രോമേറ്റ്. 3 സ്റ്റെപ്പിലാണ് ഈ റിയാക്ഷൻ നടക്കുന്നത്. ഒരു സ്റ്റെപ്പ് കൂടിയുണ്ട്. ലാസ്റ്റ് സ്റ്റെപ്പ് സോഡിയം ഡൈക്രോമേറ്റിനകത്തേക്ക് നമുക്ക് പൊട്ടാസ്യം ഡൈക്രോമേറ്റ് അല്ലേ വേണ്ടത്. അപ്പോൾ സോഡിയം ഡൈക്രോമേറ്റിനകത്തേക്ക് KCl ആഡ് ചെയ്യും, പൊട്ടാസ്യം ക്ലോറൈഡ് ആഡ് ചെയ്യും. KCl ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? നമുക്ക് ആവശ്യമായിട്ടുള്ള പൊട്ടാസ്യം ഡൈക്രോമേറ്റ് കിട്ടും, K2Cr2O7. അവിടുത്തെ ബൈ പ്രോഡക്റ്റ് NaCl ആണ്. അപ്പം ഈ മെയിൻ പ്രോഡക്റ്റ് എഴുതിയെങ്കിലും റിയാക്ഷൻസ് പഠിക്കുക.
പൊട്ടാസ്യം ഡൈക്രോമേറ്റിന്റെ പ്രിപ്പറേഷൻ ഇമ്പോർട്ടന്റ് ആണ്. ഉറപ്പായിട്ടും പൊട്ടാസ്യം ഡൈക്രോമേറ്റിന്റെ പ്രിപ്പറേഷൻ ചോദിക്കും. എന്തിൽ നിന്നാണ് പ്രിപ്പയർ ചെയ്യുന്നത്? ക്രോമൈറ്റോറിൽ നിന്നാണ്. ക്രോമൈറ്റോർ FeCr2O4 ആണ്. Na2CO3 സോഡിയം കാർബണേറ്റ് ഓക്സിജന്റെ പ്രസൻസിൽ ആഡ് ചെയ്തു, +O2 സോഡിയം ക്രോമേറ്റ് കിട്ടി. Na2CrO4, ഈ Na2CrO4നെ അസിഡിഫൈ ചെയ്തു, H+ ആഡ് ചെയ്തു, അപ്പൊ സോഡിയം ഡൈക്രോമേറ്റ് കിട്ടി. Na2Cr2O7, ഇതിനകത്തേക്ക് KCl ആഡ് ചെയ്തു. Na2Cr2O7നകത്തേക്ക് KCl ആഡ് ചെയ്തപ്പോഴത്തേക്ക് നമുക്ക് ഡയറക്റ്റ് എന്ത് കിട്ടി? പൊട്ടാസ്യം ഡൈക്രോമേറ്റ് കിട്ടി, K2Cr2O7. ഇങ്ങനെയാണ് പൊട്ടാസ്യം ഡൈക്രോമേറ്റ് എന്തിൽ നിന്ന് പ്രിപ്പയർ ചെയ്യുന്നത്? ക്രോമൈറ്റോറിൽ നിന്നും പ്രിപ്പയർ ചെയ്യുന്നത്. ഈ പ്രിപ്പറേഷൻ ഇമ്പോർട്ടൻ്റ് ആണ്, എഴുതി പഠിക്കാം. നെക്സ്റ്റ് നമ്മുടെ സ്ട്രക്ചർ ആണ്. നമുക്ക് ക്രോമൈറ്റോറിന്റെയും ഡൈക്രോമൈറ്റോറിന്റെയും സ്ട്രക്ചർ വരയ്ക്കാനും ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ഈ പ്രിപ്പറേഷൻ ഓക്കെ അല്ലേ? മനസ്സിലായില്ലേ? ക്രോമൈറ്റോർ സോഡിയം കാർബണേറ്റ് ആഡ് ചെയ്തു, ഓക്സിജന്റെ പ്രസൻസിൽ നമുക്ക് സോഡിയം ക്രോമേറ്റ് കിട്ടി. സോഡിയം ക്രോമേറ്റിലേക്ക് ആസിഡ് ആഡ് ചെയ്തു, സോഡിയം ഡൈക്രോമേറ്റ് കിട്ടി. സോഡിയം ഡൈക്രോമേറ്റിലേക്ക് KCl ആഡ് ചെയ്തു, പൊട്ടാസ്യം ക്ലോറൈഡ് ആഡ് ചെയ്തു. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? പൊട്ടാസ്യം ഡൈക്രോമേറ്റ് കിട്ടി, K2Cr2O7. ഇനി നമുക്ക് അതിന്റെ സ്ട്രക്ചർ നോക്കാം. ക്രോമൈറ്റോറിന്റെയും ഡൈക്രോമൈറ്റോറിന്റെ സ്ട്രക്ചറും ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. നോക്കിയേ, ക്രോമൈറ്റോറിന്റെയും നോക്കിക്കേ, ക്രോമൈറ്റോർ എന്ന് പറയുന്നത് CrO4 2- ആണ്. ഒരു ക്രോമിയം, സെൻട്രൽ ആറ്റം ക്രോമിയം ആണ്. 4 ഓക്സിജൻ അല്ലേ ഉള്ളത്? അപ്പൊ 3 ഓക്സിജൻ താഴോട്ടും 1 ഓക്സിജൻ മുകളിലോട്ടും നമുക്ക് വരയ്ക്കാം. പിന്നെ അതിന്റെ ചാർജ് കൊടുക്കുക, സ്ക്വയർ ബ്രാക്കറ്റ് ചാർജ് കൊടുക്കുക, -. ഇതാണ് ക്രോമൈറ്റോറിന്റെ സ്ട്രക്ചർ. Cr സെന്ററിൽ 3 ഓക്സിജൻ താഴെ, മുകളിൽ 1 ഓക്സിജൻ. ഒരു ക്രോമിയം അല്ലേ ഉള്ളൂ. Cr2O7 2- ആണ് ഡൈക്രോമേറ്റ്. 2 ക്രോമിയം ഉണ്ട്. 2 ക്രോമിയം വരയ്ക്കുക. നമ്മൾ ഇതൊന്ന് സൈഡ് ആക്കി വരയ്ക്കുന്നേ ഉള്ളൂ. ഇവിടെ ഒരു ക്രോമിയം വരച്ചു, ഇവിടെ ഒരു ക്രോമിയം വരച്ചു. ഇവിടെ നമ്മൾ 3 ഓക്സിജൻ കൊടുക്കത്തില്ലേ, അതുപോലെ 3 ഓക്സിജൻ കൊടുക്കുക. ഇങ്ങോട്ടും 1 ഓക്സിജൻ കൊടുക്കുക. ഇവിടെ അതുപോലെ തന്നെ 3 ഓക്സിജൻ കൊടുക്കുക. ഇവിടോട്ടും 1 ഓക്സിജൻ കൊടുക്കുക. ഈ 2 ഓക്സിജൻ ഇങ്ങനെ കാണിക്കാം. ഇവിടെ 3 ഓക്സിജൻ ഉണ്ട്, ഇവിടെ 3 ഓക്സിജൻ ഉണ്ട്. ഇതാണ് ആരുടെ സ്ട്രക്ചർ? ഡൈക്രോമേറ്റിന്റെ സ്ട്രക്ചർ. ചാർജ് 2- ആണ്. പിന്നെ ഇവിടെ ബോണ്ട് ആംഗിൾ എന്ന് പറയുന്നത് 126 ഡിഗ്രി ആണ്. പിന്നെ ബോണ്ട് ലെങ്ത് എന്ന് പറയുന്നത് ഇവിടെ 179 പൈക്കോമീറ്ററും ഈ ബോണ്ട് ലെങ്ത് 163 പൈക്കോമീറ്ററും ആണ്. ബോണ്ട് ആംഗിൾ 126 ഡിഗ്രിയും 2 ബോണ്ട് ആംഗിൾ വരുന്നുണ്ട്, ബോണ്ട് ലെങ്ത് വരുന്നുണ്ട് 179 പൈക്കോമീറ്ററും 163 പൈക്കോമീറ്ററും. ഈ സ്ട്രക്ചറും ഇമ്പോർട്ടൻ്റ് ആണ്. CrO4- Cr2O7 2-. Cr സെൻട്രലി വരയ്ക്കുക. O4 എന്ന് പറയുമ്പോൾ 3 ഓക്സിജൻ താഴെ, 1 ഓക്സിജൻ മുകളിൽ. Cr2O7 എന്ന് പറയുമ്പോൾ 2 സൈഡിലായിട്ട് ക്രോമിയത്തിനെ കാണിക്കുക. 3 ഓക്സിജൻ 3 ഓക്സിജൻ 6 1 ഓക്സിജനും കൂടെ ഉണ്ട്. അത് ഈ 2 സെൻട്രൽ മെറ്റൽ ആറ്റത്തിൽ നിന്നും ഡയറക്റ്റ് ആയിട്ട് മുകളിലോട്ട് വരിക. അവിടുത്തെ ബോണ്ട് ആംഗിൾ 126 ഡിഗ്രി ആണ്. ബോണ്ട് ലെങ്ത് 179 പൈക്കോമീറ്ററും 163 പൈക്കോമീറ്ററും ആണ്. അപ്പം സ്ട്രക്ചർ ഓക്കെ അല്ലേ? എന്തിന്റെ സ്ട്രക്ചറാണ് വരച്ചത്? ക്രോമൈറ്റിന്റെയും ഡൈക്രോമൈറ്റിന്റെയും സ്ട്രക്ചറാണ് നമ്മൾ വരച്ചത്. നോക്കൂ, ഇനി അടുത്ത നമുക്ക് സ്ട്രക്ചർ വരുന്നത് MnO4 മൈനസിൻ്റെതും MnO4 2-ൻ്റെതും MnO4 മൈനസിൻ്റെതുമാണ്. മാംഗനേറ്റും പെർമാംഗനേറ്റ് അയോണും. എന്തൊക്കെയാണ്? മാംഗനേറ്റ് അയോണും പെർമാംഗനേറ്റ് അയോണും. മാംഗനേറ്റ് അയോണും പെർമാംഗനേറ്റ് അയോണും നമുക്ക് വരയ്ക്കാം. നോക്കൂ, MnO4 2- അല്ലേ? അപ്പൊ നോക്കിക്കേ, ഈ മാംഗനീസ് ആണ് സെൻട്രൽ ആറ്റം. 4 ഓക്സിജൻ അല്ലേ? ഇവിടെ അതുപോലെ തന്നെ 3 ഓക്സിജന് നമുക്ക് ഇങ്ങനെ കൊടുക്കാം, 1 ഓക്സിജന് നമുക്ക് മുകളിലോട്ടും കൊടുക്കാം. ഇവിടെ വരുമ്പോഴത്തേക്ക് MnO4 2- വരുന്നുണ്ട്. 2 ഓക്സിജന് മൈനസ് ചാർജ് കൊടുക്കുക, 2 എടുത്ത് ഡബിൾ ബോണ്ട് കൊടുക്കുക. ഇതാണ് എന്തിന്റെ സ്ട്രക്ചർ? മാംഗനേറ്റ് അയോണിന്റെ സ്ട്രക്ചർ വരുന്നത്. പിന്നെ ഇതൊരു കുറച്ച് സ്പേസ് ആക്കി വരയ്ക്കാം. നോക്കൂ, സെൻട്രൽ മെറ്റൽ ആറ്റം മാംഗനീസ് അല്ലേ? 3 എണ്ണം നമുക്ക് ഇങ്ങനെ കൊടുക്കാം. 3 എണ്ണം, 1 എണ്ണം മുകളിലോട്ട്. 4 ഓക്സിജൻ ഉണ്ട്. 1 2 3 4 ഓക്സിജൻ ഉണ്ട്. 2 എടുത്ത് മൈനസ് ചാർജ് വരുന്നുണ്ട്, മൈനസ് ചാർജ് കൊടുക്കുക. ബാക്കി 2 എടുത്ത് എന്തും കൊടുക്കുക, ഡബിൾ ബോണ്ടും കൊടുക്കുക. ഇതാണ് MnO4 2-. MnO4- വരയ്ക്കാനാണെങ്കിൽ നോക്കിക്കേ, ഇതുപോലെ തന്നെ സെൻട്രൽ മെറ്റൽ ആറ്റം മാംഗനീസ് ആണ്. 4 ഓക്സിജൻ ഉണ്ട്. 4 ഓക്സിജൻ കാണിക്കാം. ഒരിടത്ത് മൈനസ് ചാർജ്. ഇവിടെ ഇപ്പോൾ മൈനസ് ചാർജ് കൊടുക്കുകയാണെങ്കിൽ ബാക്കിയുള്ളിടത്തൊക്കെ എന്ത് കൊടുക്കണം? ഡബിൾ ബോണ്ട് കൊടുക്കണം.
മാംഗനേറ്റ് അയോൺ MnO4 2- പെർമാംഗനേറ്റ് അയോൺ MnO4- ആണ്. മാംഗനീസ് സെൻട്രലിൽ 3 ഓക്സിജൻ താഴെ 1 ഓക്സിജൻ മുകളിൽ, രണ്ടിടത്ത് നെഗറ്റീവ് ചാർജ് കൊടുത്തു, ബാക്കി രണ്ടിടത്ത് ഡബിൾ ബോണ്ട് കൊടുത്തു. MnO4- ആകുമ്പോഴും സ്ട്രക്ചർ സെയിം പോലെ തന്നെയാണ്. ഒരിടത്ത് മൈനസ് ചാർജും ബാക്കി 3 നമുക്ക് ഡബിൾ ബോണ്ട് കൊടുക്കാം. അപ്പം എന്താ ക്രോമേറ്റിൻ്റെയും ഡൈക്രോമേറ്റിൻ്റെയും മാംഗനേറ്റിൻ്റെയും പെർമാംഗനേറ്റിൻ്റെ സ്ട്രക്ചറും എന്താണ് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. നെക്സ്റ്റ് നമുക്ക് പറയേണ്ടത് ലാന്തനോയിഡ് കോൺട്രാക്ഷൻ ആണ്. ലാന്തനോയിഡ് കോൺട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ലാന്തനോയിഡ് സീരീസിൻ്റെ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലോട്ട് വരുന്ന ടൈമിൽ അറ്റോമിക് നമ്പർ കൂടുകയാണ്. പക്ഷെ അറ്റോമിക് നമ്പർ കൂടുന്നതിനനുസരിച്ച് നമുക്ക് കാണാൻ കഴിയുന്നത് അവിടെ ആ ലാന്തനോയിഡുകളുടെ അയോണിക് റേഡിയസും അറ്റോമിക് റേഡിയസും കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അയോണിക് സൈസും അറ്റോമിക് സൈസും എന്ത് ചെയ്യുക, സ്റ്റഡി ആയിട്ട് ഡിക്രീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ പ്രോപ്പർട്ടിയാണ് നമ്മൾ ലാന്തനോയിഡ് കോൺട്രാക്ഷൻ എന്ന് പറയുന്നത്. ആവർത്തിച്ച് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ് ലാന്തനോയിഡ് കോൺട്രാക്ഷൻ, അതിൻ്റെ റീസൺ, പിന്നെ അതിൻ്റെ കോൺസിക്വൻസസ്. ലാന്തനോയിഡ് കോൺട്രാക്ഷൻ എന്താണ്? ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലോട്ട് വരുമ്പോൾ ലാന്തനോയിഡ്സിൻ്റെ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലോട്ട് വരുമ്പോഴത്തേക്ക് സ്റ്റഡി ആയിട്ട് ഡിക്രീസിൻ എന്ത് കുറയുന്നു? സ്റ്റഡി ഡിക്രീസിൻ എന്താ അയണിക് ആൻഡ് അറ്റോമിക് സൈസ്. as their atomic number increases. അവരുടെ അറ്റോമിക് നമ്പർ കൂടുകയാണ് ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലോട്ട് വരുന്തോറും. പക്ഷേങ്കിൽ സ്റ്റഡി ആയിട്ട് എന്ത് കുറയുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും? അറ്റോമിക് സൈസും അയണിക് സൈസും കുറയുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അതിന് ആ പ്രോസസ്സിനെയാണ് നമ്മൾ ലാന്തനോയിഡ് കോൺട്രാക്ഷൻ എന്ന് പറയുന്നത്. പിന്നെ ഇതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ പ്യുവർ ഷീൽഡിങ് എഫക്റ്റ് ഓഫ് എഫ് സബ്ഷെല്ലാണ്. എഫ് സബ്ഷെല്ലിലുള്ള ഇലക്ട്രോണുകളുടെ പ്യുവർ ഷീൽഡിങ് എഫക്റ്റ് അല്ലെങ്കിൽ സ്ക്രീനിങ് എഫക്റ്റ് ആണ് എന്തിന് കാരണമാകുന്നത്? ഈ ലാന്തനോയിഡ് കോൺട്രാക്ഷന് കാരണമാകുന്നത്. എന്താണ്? എഫ് ബ്ലോക്കിലുള്ള ഇലക്ട്രോണുകളുടെ പ്യുവർ ഷീൽഡിങ് എഫക്റ്റ് ആണ് ലാന്തനോയിഡ് കോൺട്രാക്ഷന് കാരണമാകുന്നത്. പിന്നെ അവരുടെ കോൺസിക്വൻസസ് പറഞ്ഞാൽ ഒരു 2 കോൺസിക്വൻസസ് കൂടെ പഠിച്ചു വെച്ചിരിക്കുക. അതിനകത്തൊരു 4D സീരീസിലും 5D സീരീസിലും വരുന്ന ZrHF എന്ന് പറയുന്ന എലമെന്റുകളുടെ അറ്റോമിക് ആൻഡ് അയോണിക് സൈസ് സെയിം ആയിട്ട് വരുന്നത് ഈ ലാന്തനോയിഡ് കോൺട്രാക്ഷൻ കാരണമാണ്. എന്താ 3D ആൻഡ് 4D സീരീസിൽ വരുന്ന എലമെന്റ്സുകളുടെ അറ്റോമിക് ആൻഡ് അയോണിക് സൈസ് സെയിം ആയിട്ട് വരുന്നു. ZR ആൻഡ് HF അവരുടെ അയോണിക് സൈസ് സെയിം ആയിട്ട് വരുന്ന എന്തിന്റെ കോൺസിക്വൻസ് ആണ്? ലാന്തനോയിഡ് കോൺട്രാക്ഷന്റെ കോൺസിക്വൻസസ് ആണ്. പിന്നെ നമ്മൾ പറഞ്ഞതുപോലെ ഒരേ സൈസ് വരുമ്പോഴത്തേക്ക് അവർ സെയിം പ്രോപ്പർട്ടീസ് ഒക്കെ കാണിക്കും. അപ്പോൾ മിക്സ്ചർ ആയിട്ടായിരിക്കും കാണപ്പെടുന്നത്. അപ്പോൾ ഇൻഡിവിജ്വൽ ആയിട്ട് അതിനെ നമുക്ക് സെപ്പറേറ്റ് ചെയ്യുക എന്ന് വെച്ചാൽ അല്ലെങ്കിൽ ഐസൊലേറ്റ് ചെയ്യുക എന്ന് വെച്ചാൽ നമുക്ക് ഡിഫിക്കൽട്ട് ആയിട്ട് വരും. അതെന്താണ്? ലാന്തനോയിഡ് കോൺട്രാക്ഷന്റെ ഒരു കോൺസിക്വൻസസ് ആണ്. എന്താണ്? ഇവർ സെയിം പ്രോപ്പർട്ടീസ് സെയിം സൈസ് ആകുമ്പോൾ സെയിം പ്രോപ്പർട്ടീസ് കാണിക്കും. അപ്പോൾ ഇവർ മിക്സ്ചർ ആയിട്ടായിരിക്കും കാണപ്പെടുന്നത്. മിക്സ്ചർ ആയിട്ട് എക്സിസ്റ്റ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ഇൻഡിവിജ്വൽ ആയിട്ടൊരു ലാന്തനോയിഡിനെ സെപ്പറേറ്റ് ചെയ്യുക എന്ന് വെച്ചാൽ ഡിഫിക്കൽട്ട് ആയിരിക്കും. അപ്പോൾ അതൊക്കെ എന്തിൻ്റെ കോൺസിക്വൻസസ് ആണ്? ലാന്തനോയിഡ് കോൺട്രാക്ഷന്റെ കോൺസിക്വൻസസ് ആയിട്ട് വരുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യണം? നമ്മൾ ഡി ആൻഡ് എഫ് ബ്ലോക്ക് എലമെന്റ്സിൽ നിന്നും ഷുവർ ആയിട്ട് പഠിച്ചിരിക്കണം. പിന്നെ നമുക്ക് എന്ത് വരുന്ന ആക്ടിനോയിഡ്സ് റേഡിയോ ആക്റ്റീവ് ആണ്. ആക്ടിനോയിഡ്സ് ഒക്കെ എന്താ ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള എലമെന്റുകളാണ്. അങ്ങനെയൊക്കെയുള്ള പോയിന്റുകൾ അറിയാമല്ലോ. പിന്നെ ആക്ടിനോയിഡുകൾ +3 ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആണ് കാണിക്കുന്നത്. പിന്നെ കളേർഡ് കോമ്പൗണ്ട്സ് ഫോം ചെയ്യാനുള്ള കാരണം എന്താ? കളേർഡ് കോമ്പൗണ്ട്സ് ഫോം ചെയ്യാനുള്ള കാരണവും ഈ വേരിയബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റും പിന്നെ പാർഷ്യലി ഫിൽഡ് ഡി ഓർബിറ്റലിന്റെ പ്രസൻസുമാണ് കളേർഡ് കോമ്പൗണ്ട്സ് ഫോം ചെയ്യാനുള്ള കാരണം. ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് മാറ്റി നിർത്താൻ പറ്റാത്ത കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ഞാൻ ഈ ക്ലാസ്സിലൂടെ ചർച്ച ചെയ്തത്. നമുക്ക് ആ ക്വസ്റ്റ്യൻസ് ഒന്നും കൂടെ നോക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ കോംപ്ലക്സ് ആയിട്ട് യൂസ് ചെയ്യുന്നത് എന്തുകൊണ്ടെന്നായിരുന്നു? ഹൈ അയോണിക് ചാർജും സ്മാൾ സൈസും വേക്കൻറ്റ് ഡി ഓർബിറ്റലിന്റെ പ്രസൻസ് ആണ് കോംപ്ലക്സ് ആയിട്ട് യൂസ് ചെയ്യാനായിട്ടുള്ള കാരണം. കാറ്റലിസ്റ്റ് ആയിട്ട് യൂസ് ചെയ്യാനുള്ള കാരണം ലാർജ് സർഫസ് ഏരിയയും വേരിയബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റും ആയിരുന്നു. വേരിയബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കുന്നത് ഔട്ടർ മോസ്റ്റ് എസ് ആൻഡ് ഡി സബ്ഷെല്ലിൽ കമ്പയറബിൾ എനർജിയാണ്. സോ ദേ ക്യാൻ ഓൾസോ ടേക്ക് പാർട്ട് ഇൻ കെമിക്കൽ റിയാക്ഷൻ ആയിരുന്നു. പിന്നെ യൂസ് പറയുകയാണെങ്കിൽ കാറ്റലിസ്റ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. അയൺ ആൻഡ് അലൂമിനിയം കൺസ്ട്രക്ഷൻ ആക്ടിവിറ്റീസിൽ യൂസ് ചെയ്യുന്നുണ്ട്. സിൽവർ ഫോട്ടോഗ്രാഫിയൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. യുറേനിയം ന്യൂക്ലിയർ റിയാക്ടറുകളിൽ യൂസ് ചെയ്യുന്നുണ്ട്. മാഗ്നറ്റിക് ക്യാരക്ടർ പറയുമ്പം എല്ലാ ഇലക്ട്രോൺസും പെയർഡ് ആണ്. ഡയാമാഗ്നറ്റിക് അൺപെയർഡ് ഉണ്ടെങ്കിൽ പാരാമാഗ്നറ്റിക്. മാഗ്നറ്റിക് മൊമെന്റ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ √n/n+2 ആണ്. n ഈസ് ദ നമ്പർ ഓഫ് അൺപെയർഡ് ഇലക്ട്രോൺസ് ആണ്. അത് നമ്മൾ കണ്ടുപിടിക്കുന്ന രീതി പറഞ്ഞു നോക്കുക.
നെക്സ്റ്റ് നമ്മൾ പ്രിപ്പറേഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. പ്രിപ്പറേഷൻ ഓഫ് K2Cr2O7 പൊട്ടാസ്യം ഡൈക്രോമേറ്റ്. ക്രോമൈറ്റ് ഓറിൽ നിന്നാണ് പ്രിപ്പയർ ചെയ്യുന്നത്. FeCr2O4 ആണ്. Na2CO3 ആഡ് ചെയ്തു, O2 ആഡ് ചെയ്തു, അപ്പോൾ സോഡിയം ക്രോമേറ്റ് കിട്ടി. Na2CrO4 ആണ് സോഡിയം ക്രോമേറ്റ്. Na2CrO4നകത്തേക്ക് H+ ആസിഡ് ആഡ് ചെയ്തു, സോഡിയം ഡൈക്രോമേറ്റ് കിട്ടി, Na2Cr2O7. ആ Na2Cr2O7 ആയ സോഡിയം ഡൈക്രോമേറ്റിലേക്ക് KCl ആഡ് ചെയ്തു, അപ്പോൾ K2Cr2O7 കിട്ടി. പിന്നെ നമ്മൾ പറഞ്ഞത് അവരുടെ സ്ട്രക്ചർ എന്തിൻ്റെയാ, CrO4 2-ൻ്റെയും Cr2O7 2-ൻ്റെയും സ്ട്രക്ചർ. CrO4 വരയ്ക്കാൻ ക്രോമിയം സെൻറ്ററിൽ 3 ഓക്സിജൻ താഴെ 1 ഓക്സിജൻ മുകളിൽ മൈനസ് ചാർജ് കൊടുക്കുക. Cr2O7 ആണ് 2 ക്രോമിയം 3 ഓക്സിജൻ 3 ഓക്സിജൻ 2 ഓക്സിജൻ കോമൺ ആയിട്ട് വരും. 126 ഡിഗ്രി ബോണ്ട് ആംഗിൾ, 169ഉം 173 പൈക്കോമീറ്ററും ബോണ്ട് ലെങ്ത്. പിന്നെ നമ്മൾ മാംഗനേറ്റിൻ്റെയും പെർമാംഗനേറ്റിൻ്റെ സ്ട്രക്ചർ വരച്ചു. MnO4 2-ഉം മാംഗനേറ്റ് MnO4 2-, Mn 3 ഓക്സിജൻ 1 ഓക്സിജൻ മോളി, 2- ആകുമ്പോൾ 2 ഓക്സിജൻ മൈനസ്, 2 ഓക്സിജൻ ഡബിൾ ബോണ്ട്, MnO4 മൈനസ്, മാംഗനീസ് സെൻറ്ററിൽ ഓക്സിജൻ 4 എണ്ണം. MnO4 മൈനസ് ആകുമ്പോൾ 1 ഓക്സിജൻ മൈനസും ബാക്കിയുള്ളവയ്ക്ക് ഡബിൾ ബോണ്ടും കൊടുത്തു. പിന്നെ നമ്മൾ പറഞ്ഞ എന്താ, ലാന്തനോയിഡ് കോൺട്രാക്ഷനും റീസണും കോൺസിക്വൻസസും ആണ്. ലാന്തനോയിഡ് കോൺട്രാക്ഷൻ എന്ന് വെച്ചാൽ ലാന്തനോയിഡ്സ് ലെഫ്റ്റിൽ നിന്നും ലെഫ്റ്റ് ടു റൈറ്റിലോട്ട് വരുമ്പോഴത്തേക്കും ലാന്തനോയിഡ്സിൻ്റെ അറ്റോമിക് നമ്പർ ഇൻക്രീസ് ചെയ്യുന്നു, ബട്ട് അതിൻ്റെ അറ്റോമിക് ആൻഡ് അയോണിക് സൈസ് സ്റ്റഡി ആയിട്ട് ഡിക്രീസ് ചെയ്യുന്ന പ്രോസസ്സാണ് ലാന്തനോയിഡ് കോൺട്രാക്ഷൻ. റീസൺ എന്താണെന്ന് ചോദിച്ചാൽ പ്യുവർ ഷീൽഡിങ് എഫക്റ്റ് ഓഫ് എഫ് സബ്ഷെൽ ഇലക്ട്രോൺസ് ആണ്. എഫ് സബ്ഷെല്ലുള്ള ഇലക്ട്രോണുകളുടെ പ്യുവർ ഷീൽഡിങ് എഫക്റ്റ് ആണ്. കോൺസിക്വൻസസ് ചോദിക്കുകയാണെങ്കിൽ സം ഓഫ് ദി എലമെന്റ്സ് ഹൗ സെയിം സൈസ് ZR ആൻഡ് HF. പിന്നെ പറയുകയാണെങ്കിൽ എന്തുവാ, സം ഓഫ് ദി എലമെന്റ്സ് ഹൗ സെയിം സൈസ്, സോ ദേ ഷോ സെയിം ഫിസിക്കൽ ആൻഡ് കെമിക്കൽ പ്രോപ്പർട്ടീസ്. ദേ ക്യാൻ എക്സിസ്റ്റ് ആസ് മിക്സ്ചർ, സോ ദേ ക്യാൻ സെപ്പറേറ്റഡ് ഫ്രം ദിസ് മിക്സ്ചർ ഈസ് വെരി ഡിഫിക്കൽട്ട്. ഇൻഡിവിജ്വൽ ലാന്തനോയിഡ് സെപ്പറേഷൻ ഈസ് വെരി ഡിഫിക്കൽട്ട്. അത് നമുക്ക് കോൺസിക്വൻസസ് ആയിട്ട് പറയാനായിട്ട് പറ്റും. അപ്പം ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഡി ആൻഡ് എഫ് ബ്ലോക്ക് എലമെന്റ്സിൽ നമുക്ക് ഒഴിച്ചുകൂടാനാവാത്ത കുറച്ച് കാര്യങ്ങൾ, ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് ആവർത്തിച്ച് ചോദിക്കാൻ സാധ്യതയുള്ള കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. അപ്പം ഇതെല്ലാം ഈ 4 ചാപ്റ്ററുകളിലും 2025 ഓണം പരീക്ഷയ്ക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉറപ്പായിട്ടും ഈ 4 ചാപ്റ്ററുകളിൽ നമ്മൾ ഇത്രയും ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻസിൽ കുറേ ക്വസ്റ്റ്യൻസ്, ഒരു പകുതി ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ പകുതിയിൽ കൂടുതൽ ക്വസ്റ്റ്യൻസ് നമുക്ക് പ്രതീക്ഷിക്കാവുന്നത് തന്നെയാണ്. അപ്പോൾ ഈ ക്ലാസ് എല്ലാവരും ഉപയോഗപ്പെടുത്തുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓക്കെ.